കേരളത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി ഒട്ടനവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളാണല്ലോ വില്യം ലോഗൻ എന്നത്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിൽ മലബാർ മേഖലയിൽ വാമൊഴിയായി പാടിപ്പറഞ്ഞ് നടന്നിരുന്ന സാധാരണ ഭാഷ നിറഞ്ഞ നാടൻ പാട്ടുകളെപ്പറ്റി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, അഥവാ വടക്കൻ പാട്ടുകളെപ്പറ്റി. ഈ വടക്കൻ പാട്ടുകൾ എന്നത് പ്രധാനമായും പോരാളികളായ നായകരുടെ വീരകഥകൾ പറയുന്നതാണല്ലോ. സ്വാഭാവികമായും ആ പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് തച്ചോളി ഒതേനൻ. ധൈര്യത്തെയും ശക്തിയെയും ആയോധന മികവുകളെയും ഒക്കെ വാഴ്ത്തിപ്പാടിയ വടക്കൻ പാട്ടുകളിലെ നായകൻ. ഈ വീഡിയോയിലൂടെ വടക്കൻ കേരളത്തിൽ നിന്നുള്ള ആ വീരനായകൻ്റെ വിശദമായ കഥയാണ് പറയുന്നത്. കടത്തനാട് വടകരയ്ക്ക് സമീപമായി പുതുപ്പണം വംശത്തിൽ മേപ്പയിൽ എന്നൊരു പ്രദേശമുണ്ട്. അവിടെ തച്ചോളി മാണിക്കോത്ത് എന്ന പ്രശസ്തമായ നായർ തറവാട്ടിലാണ് ഒതേനൻ അഥവാ തേനൻ എന്ന് വിളിപ്പേരുള്ള തച്ചോളി ഒതേനൻ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് മേപ്പയിൽ തച്ചോളി മാണിക്കോത്ത് കോവിലകത്ത് കുഞ്ഞി ഒതേന കുറുപ്പ് എന്നതാണ്. 1584 കാലഘട്ടത്തിൽ ജനിച്ചെന്നും 22 വർഷങ്ങൾ നീണ്ട ജീവിതത്തിനിടയിൽ ആ ജനതയുടെ തന്നെ വീരനായകനായി മാറി എന്നുമൊക്കെയാണ് തച്ചോളി ഒതേനൻ്റെ ജീവിതകാലഘട്ടത്തെപ്പറ്റി പൊതുവെ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആ കാലത്തെ ആ മേഖലയിലെ നാടുവാഴിയായിരുന്നു. പുതുപ്പണത്ത് വാഴുന്നവർ, അല്ലെങ്കിൽ ചീനം വീട്ടിൽ തങ്ങൾ എന്നൊക്കെയാണ് അവർ അറിയപ്പെടുന്നത്. ഒതേനൻ്റെ അമ്മയുടെ പേര് ഉപ്പാട്ടി എന്നും അദ്ദേഹത്തിന് കോമപ്പൻ എന്നൊരു ജ്യേഷ്ഠ സഹോദരനും ഉണ്ണിച്ചാറ എന്നൊരു സഹോദരിയും ഉണ്ടായിരുന്നതായി കാണുന്നു. ഒതേനൻ്റെ കാലത്തിനൊക്കെ മുന്നേ തന്നെ ആ മാണിക്കോത്ത് തറവാട് ജീർണനാവസ്ഥയിലായിരുന്നു. ആ ഭവനത്തിൽ എങ്ങും അനാഥത്വം നിറഞ്ഞിരുന്നു. കാരണം മാണിക്കോത്തുണ്ടായിരുന്ന കേളികേട്ട കുറുപ്പന്മാരൊക്കെ ആ കാലത്തിനൊക്കെ മുന്നേ തന്നെ പടവെട്ടി മരണപ്പെട്ടിരുന്നത്രേ. അനാഥത്വം നിറഞ്ഞിരുന്ന ഉപ്പാട്ടിയെ പോറ്റി വളർത്തിയിരുന്നത് തേയി എന്നൊരു ദാസിയായിരുന്നത്രേ. അവരുടെ മകളായിരുന്ന മാക്കവും അവിടെ ഉണ്ടായിരുന്നു. ശക്തിയുള്ളവർ എല്ലാം പിടിച്ചെടുക്കും എന്നൊരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ ഈ തറവാടിൻ്റെ സ്വത്തുവകകളൊക്കെ നഷ്ടപ്പെട്ടിരുന്നതായും പറയുന്നു. ഈ സമയം ഇവരുടെ സംരക്ഷണത്തിനായി എത്തുന്നത് പ്രശസ്തനായ മതിലൂർ ഗുരുക്കളാണ്. അദ്ദേഹം അവർക്ക് ഗുരുവായും രക്ഷിതാവുമായുമൊക്കെ നിലകൊള്ളുകയുണ്ടായി. കടത്തനാട് ആ കാലത്ത് ഫലഭൂയിഷ്ഠിയുള്ള മേഖലയും പൊർലാതിരി രാജവംശത്തിൻ്റെ കീഴിലായിരുന്നെങ്കിൽ പോലും ആ നാട്ടിലെ പ്രബലന്മാരായ ദേശവാഴികളുടെ ശക്തിക്ക് അനുസൃതമായി മാത്രം ഭരണം നടന്നിരുന്ന ഒരു കാലമാണെന്ന് പറയാം. ആ മേഖലയുടെ ചർച്ചകളൊക്കെ നടന്നിരുന്നത് കുട്ടോത്ത് ആൽമരത്തിൻ്റെ കീഴിൽ വച്ചായിരുന്നു. അതായിരുന്നു ഏറ്റവും പ്രശസ്തമായ മേഖലയും. കാരണം അത് ലോകനാർക്കാവിൻ്റെ മുന്നിലാണ്. അവിടെ നടക്കുന്ന യോഗത്തിൽ നാടുവാഴിയോ നാടുവാഴിയുടെ പ്രധാനപ്പെട്ട പ്രതിനിധിയോ ഉണ്ടായിരിക്കണത്രേ. ബഹുജന സമ്മതനായ പ്രധാനപ്പെട്ട വ്യക്തികൾ ചേർന്നെത്തുന്ന തീരുമാനങ്ങൾ ഇവിടെ പാലിക്കപ്പെട്ടിരുന്നു. ഇവിടെയാണ് അംഗത്തിൻ്റെ ചരിത്രമൊക്കെ വരുന്നത്. 2 തറവാട്ടുകൾ തമ്മിൽ എന്തെങ്കിലും കുടിപ്പകയുണ്ടായാൽ ഈ യോഗത്തിൽ പറഞ്ഞു തീർക്കുക പതിവായിരുന്നു. 2 തറവാട്ടിലെയും കാരണവന്മാരെ സഭയ്ക്ക് മുമ്പാകെ വരുത്തി കുടിപ്പക തീർത്ത് സഖ്യസൂചകമായി കൈ പിടിപ്പിച്ച് നിറനാഴികയും നിലവിളക്കുമൊക്കെ വെച്ച് സത്യവാചകം ചൊല്ലിക്കുമത്രേ. ആ സത്യവാചകമൊക്കെ ഇപ്രകാരമാണ്: നിന്നാണ് എന്നാണ് ഇക്കൂടിയ സഭായോഗത്താണ്, നാടുവാഴിയുടെ തൃപ്പാദത്താണ്, നമ്മുടെ മൺമറഞ്ഞ തറവാട്ട് സ്വരൂപത്താണ്, കാവിലമ്മയുടെ കരുണ കൊണ്ട് നമ്മുടെ മുടിയാ കുടിപ്പക അടിയേറ്റു പോകുക, വേരറ്റു പോകുക, പോകുക സത്യം. ഇങ്ങനെ സത്യവാചകം ചൊല്ലുകയും ഒരു തറവാട്ടിൽ നിന്ന് മറ്റേ തറവാട്ടിലേക്ക് ബന്ധം വളർത്താനായി പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുന്ന രീതികളുമൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇനി ഈ 2 തറവാട്ടുകാർ തമ്മിൽ സഖ്യമാവാൻ തയ്യാറല്ലെങ്കിൽ സഭ മുമ്പാകെ അംഗം കുറിക്കുകയും ദിവസം നിശ്ചയിച്ച് പ്രസിദ്ധ യുദ്ധക്കളരിയായ പൊന്നിയത്തങ്കക്കളരിയിൽ വെച്ച് ജനമധ്യത്തിൽ പടവെട്ടുകയും ചെയ്യും. പടവെട്ടിൽ പരാജയം പറ്റിയ തറവാട്ടുകാർ ജയിച്ചവർക്ക് കീഴടങ്ങുകയും പന്തിയിലും പന്തലിലും ജയിച്ചവർ മറ്റുള്ളവരെക്കാൾ മാനിക്കപ്പെടുകയും ചെയ്യും. പടവെട്ടിൽ എതിരാളിയെ കൊല്ലുകയോ ആയുധം വെപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. ഭൂരിപക്ഷവും പക്ഷേ കൊല്ലുക തന്നെയാണ് പതിവ്. കാരണം ആയുധം അടിയറ വയ്ക്കുക എന്നത് അഭിമാനത്തിന് പോരാത്തതായിരുന്നു. കീഴടങ്ങി ജീവിക്കുന്നതിനേക്കാൾ പൊരുതി മരിക്കുന്നതാണ് മാനമായിട്ട് ആ കാലത്ത് കരുതിയിരുന്നത്. ആ മേഖലയിലെ പ്രധാനപ്പെട്ട ഗുരുകുലം മതിലൂർ ഗുരുക്കന്മാരുടേതായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പൊതുവേ ആ കാലത്ത് ആൺകുട്ടികൾ 18 വയസ്സുവരെയും പെൺകുട്ടികൾ 12 വരെയും വിദ്യാഭ്യാസം നടത്തിയിരുന്നു. അത് കഴിഞ്ഞാൽ ആൺകുട്ടികളൊക്കെ പൊതുവെ കേളികേട്ട പണിക്കർമാരുടെ അടുക്കലേക്ക് വിദ്യാഭ്യാസത്തിനായി പോവുകയാണ് ഉണ്ടായിരുന്നത്.
ഇനി കേളികേട്ട കുറുപ്പന്മാരൊക്കെ മരണപ്പെട്ട് അനാഥത്വത്തിൽ നിലകൊണ്ട തച്ചോളി മാണിക്കോത്ത് തറവാട്ടിൽ സുന്ദരിയായ ഉപ്പാട്ടി മാത്രമായിരുന്നു ഒരു കാലത്ത് ജീവിച്ചിരുന്നത്. ഈ ഉപ്പാട്ടി എന്ന പെൺകുട്ടിയെ അപ്രതീക്ഷിതമായി കണ്ടു മോഹിച്ച പുതുപ്പണത്ത് വാഴുന്നവർ അവിടേക്ക് കടന്നെത്തുകയും അവരെ രഹസ്യമായി വിവാഹം ചെയ്യുകയുമുണ്ടായി. അതിലാണ് ഉപ്പാട്ടിക്ക് കോമപ്പൻ, ഒതേനൻ, ഉണ്ണിച്ചാറ എന്നീ മക്കൾ ഉണ്ടാവുന്നത്. അനാഥ യുവതിയെ വാഴുന്നവർ വിവാഹം ചെയ്തു എന്ന് അംഗീകരിക്കാൻ നാട്ടുകാർ തയ്യാറല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് പുച്ഛമായിരുന്നു ജനങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നത്. വാഴുന്നവർ പരസ്യമായി ഇവരെ അംഗീകരിക്കാത്തതും അതിനൊരു കാരണമാണെന്ന് പറയാം. ഇതിനോടൊപ്പം തന്നെ ദാസിയായിരുന്ന മാക്കത്തിനും ഒരു മകനുണ്ടാവുന്നുണ്ട്. ഒതേനൻ്റെ ആത്മസുഹൃത്തായി മാറിയ ചാപ്പൻ എന്ന ആ ബാലൻ്റെ പിതാവും ഇതേ വാഴുന്നവർ തന്നെയായിരുന്നു അത്രേ. ഏതായാലും മാണിക്കോത്ത് തറവാടിനെ സംരക്ഷിച്ചിരുന്ന മതിലൂർ ഗുരുക്കളുടെ അടുത്തേക്ക് തന്നെ ഈ മക്കൾ കടന്നെത്തി. ഒതേനൻ്റെ ജ്യേഷ്ഠൻ ശാന്തനും സൽസ്വഭാവിയുമൊക്കെ ആയിരുന്നെങ്കിൽ ഒതേനൻ ആരോടും വിനയവും ആദരവും കാണിക്കാത്ത ഒരു പ്രകൃതമായിരുന്നുവെന്ന് പറയുന്നു. എവിടെ പോയാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പോക്കിരി എന്ന വിളിപ്പേരിന് അർഹനായി മാറിയ ഒരാളായിരുന്നത്രേ തച്ചോളി ഒതേനൻ. ചെറുപ്പകാലത്ത് തന്നെ മറ്റെല്ലാവരേക്കാളും കായികാഭ്യാസത്തിൽ സാമർഥ്യം കാണിച്ചു തുടങ്ങിയ തച്ചോളി ഒതേനൻ അഭ്യാസ പരീക്ഷകളിൽ നിഷ്പ്രയാസം ജയിച്ചു വരികയുണ്ടായത്രേ. ചെറുപ്പകാലങ്ങളിൽ പഠനത്തിനപ്പുറം നാട്ടിലെ ജീവികളെ പിടിച്ചും വയലിലും മറ്റും മത്സ്യങ്ങളെ പിടിക്കലുമൊക്കെ ആയിട്ടായിരുന്നു ആ ബാലൻ്റെ ജീവിതം മുന്നോട്ടു പോയത്. കീരി പോലുള്ള അതിവേഗ ജീവികളെ പിടിക്കാൻ തച്ചോളി ഒതേനൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതായും പറയുന്നു. ചുരുക്കിയാൽ അടങ്ങിയിരിക്കാത്ത, സദാസമയം എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്ന, അഭ്യാസങ്ങൾ വളരെ എളുപ്പത്തിൽ സ്വായത്തമാക്കിയിരുന്ന ഒരു ബാലനായിരുന്നു തച്ചോളി ഒതേനൻ എന്ന് പറയാം. ഇതിനിടയിലാണ് ഒരു വലിയ സംഭവം നടക്കുന്നത്. മാണിക്കോത്തിന് സമീപമുള്ള ഒരു പറമ്പിൽ നിന്ന് തേങ്ങ ഇടിക്കൽ നടക്കുകയായിരുന്നു. പഴയ കാലത്ത് മാണിക്കോത്തിൻ്റെ ഭാഗമായി നിലകൊണ്ടിരുന്ന ആ പറമ്പിൽ നിന്ന് തേങ്ങ ഇടുമ്പോൾ സ്ഥിരമായി കുറച്ച് തേങ്ങ മാണിക്കോത്ത് തറവാട്ടിലേക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ സംഭവം നടക്കുമ്പോൾ തേങ്ങ എടുക്കാനായി ചെന്നത് ഒതേനൻ്റെ അമ്മയായ ഉപ്പാട്ടി തന്നെയായിരുന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ആളൊന്നുമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. പകരം ഒരു കുടയൊക്കെ ചൂടി 12 വയസ്സ് മാത്രമുള്ള ആ പറമ്പിൻ്റെ ഉടമസ്ഥൻ്റെ മകനായിരുന്നു അന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഉപ്പാട്ടി സ്വാഭാവികമായ രീതിയിൽ അവിടേക്ക് ചെല്ലുകയും തേങ്ങ ആവശ്യപ്പെടുകയും ഉണ്ടായത്രേ. എന്നാൽ ആ ബാലൻ ഞാൻ തേങ്ങ തരാൻ ആളല്ലെന്നും അച്ഛനോട് വാങ്ങൂ എന്ന നിലയിലാണ് പ്രതികരിച്ചത്. അതിനെ ഗൗനിക്കാതെ മുന്നോട്ട് നീങ്ങിയ ഉപ്പാട്ടിയുടെ വയറിലേക്ക് ആ ബാലൻ തേങ്ങയെടുത്ത് എറിയുകയുണ്ടായി. ആ ഏറുകിട്ടിയ വേദനയിലും ലഭിച്ചിരിക്കുന്ന അപമാന ഭാരത്തിലും അതീവ ദുഃഖിതയായ ഉപ്പാട്ടി അവിടെ ഇരുന്നു പോവുകയുണ്ടായത്രേ. പണിക്കാരൊക്കെ സഹായത്തിനായി എത്തിയെങ്കിലും ആ സഹായം തിരസ്കരിച്ചുകൊണ്ട് ഉപ്പാട്ടി സ്വയം തിരിച്ചു പോവുകയുണ്ടായി. ഒതേനനും മറ്റുള്ളവരും പഠിപ്പും പയറ്റുമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഈ സംഭവം അറിയുകയും ആ മാത്രയിൽ ഒതേനൻ ദേഷ്യം കൊണ്ട് ജ്വലിച്ച് ആ പറമ്പിലേക്ക് ഓടിയെത്തുകയും ആ ബാലനെ ഇടിച്ചിടുകയുമുണ്ടായി. തച്ചോളി ഒതേനൻ ഒരു ബാലനാണെങ്കിൽ കൂടി അവനുള്ള അഭ്യാസവും കഴിവും അറിയുന്ന പണിക്കാർ ഈ രംഗത്തിൽ ഇടപെടാതെ മാറി നിന്നത്രേ. ഒതേനൻ്റെ പ്രകടനം കണ്ട് മറ്റുള്ളവർ അമ്പരന്നു. ഉടനെ എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ ഒരാൾക്ക് ആപത്തുറപ്പെന്ന് ഏവരും മനസ്സിലാക്കി. ഈ സമയം കുട്ടിയുടെ അച്ഛനൊക്കെ അവിടെ എത്തുകയും സംഘട്ടനം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതേ സമയം മതിലൂർ ഗുരുക്കളും ആ വഴി പോവുകയുണ്ടായി. ആ നാട്ടിലെ എല്ലാ വീരന്മാരും മതിലൂർ ഗുരുക്കളുടെ ശിഷ്യന്മാരായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ സമൂഹത്തിൽ വലിയ വിലയുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നം മാപ്പ് പറയലിലേക്ക് എത്തി. അവർ ഒതേനനോട് മാപ്പ് പറഞ്ഞു. എന്നാൽ ഒതേനൻ്റെ ദേഷ്യം അവിടെയൊന്നും അവസാനിച്ചിരുന്നില്ല. കുറച്ച് തേങ്ങയ്ക്ക് വേണ്ടി ഇവർ എൻ്റെ അമ്മയുടെ മാനം കെടുത്തു, ഈ തേങ്ങ മുഴുവൻ മാണിക്കോത്ത് കൊണ്ടുപോയി ഇടട്ടെ എന്ന നിലയിലൊക്കെയാണ് ഒതേനൻ അന്ന് പ്രതികരിക്കുന്നത്. ഒപ്പം എന്നോടല്ല മാപ്പ് ചോദിക്കേണ്ടതെന്നും അമ്മയോട് ചോദിക്കൂ എന്നും ഒതേനൻ പറയുകയുണ്ടായി. ഇതിനോട് പരിഹാസരൂപേണ പ്രതികരിച്ച കുട്ടിയുടെ അച്ഛനോട് ഇത് നടന്നില്ലെങ്കിൽ തൻ്റെ അച്ഛനായ നാടുവാഴിയുടെ അടുത്ത് താൻ ചെല്ലുമെന്നും ഞാൻ വിചാരിച്ചതൊക്കെ ചെയ്യിക്കുമെന്നും ഒതേനൻ ഭീഷണി മുഴക്കുകയുമുണ്ടായി. അതോടെ മതിലൂർ ഗുരുക്കൾ ഇടപെടുകയും ബാലനായ ആ കുട്ടി ഉപ്പാട്ടിയമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്നും അതിൽ തെറ്റില്ലെന്നും വിധിച്ചു. ഗുരുക്കളുടെ തീർപ്പിനെ എതിർക്കാത്ത ആ ജനത അതനുസരിക്കുകയുണ്ടായി. ഒപ്പം പറിച്ചിട്ട തേങ്ങ മുഴുവൻ മാണിക്കോത്ത് തറവാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇതിനിടയിൽ ഒതേനൻ ചെറുപ്പകാലത്ത് തന്നെ അച്ഛനെ കാണാനായി കോവിലകത്തേക്ക് കടന്നു ചെല്ലുന്ന കഥയും പ്രസിദ്ധമാണ്. സാധാരണഗതിയിൽ പഠനവും പയറ്റുമൊക്കെ കഴിഞ്ഞു വരുന്ന ഒതേനൻ
ഇത്തവണ കോമപ്പനെയും ചാപ്പനെയുമൊക്കെ നിർബന്ധബുദ്ധിയോടെ പറഞ്ഞയക്കുകയും കോട്ടയാട്ട് കോവിലകം ലക്ഷ്യമാക്കി നടക്കുകയുമുണ്ടായി. ഒരു കൂസലുമില്ലാതെ കോവിലകത്തിനുള്ളിലേക്ക് കയറി ചെന്ന ഉദയനൻ കുളക്കടവിൽ ഒരു സ്ത്രീ ദാസികളുമൊത്ത് കുളിക്കുന്നത് കാണുകയുണ്ടായി. വാഴുന്നവരുടെ ഭാര്യയാണ് അതെന്ന് മനസ്സിലാക്കിയ ഉദയനൻ അതിൻ്റെ സമീപമുള്ള കടവിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും കുളിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. വെള്ളത്തിൽ ദീർഘനേരം മുങ്ങിക്കിടന്നും അഭ്യാസങ്ങളൊക്കെ കാണിച്ചും അവൻ അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയുണ്ടായി. എന്നാൽ കുളിച്ചു കയറി തൻ്റെ തോർത്ത് കല്ലിന്മേലടിക്കുകയും ആ വെള്ളം വാഴുന്നവരുടെ ഭാര്യയുടെ ദേഹത്തേക്ക് തെറിക്കുകയും ചെയ്തു. അതോടെ ഗർജിച്ച വാഴുന്നവരുടെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ദാസി തച്ചോളി ഉദയനൻ്റെ അടുത്തേക്ക് വരികയും അവനെ കീറി പിടിക്കുകയും ഉണ്ടായത്രേ. എന്നാൽ ആ ദാസിയുടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് എൻ്റെ അച്ഛനില്ലേ ഇവിടെ എന്നും അച്ഛനെ കാണാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്നും അവൻ അവിടെ ആജ്ഞാപിക്കുകയുണ്ടായി. അതോടെ ആ കോവിലകം തന്നെ ഉണർന്നു. വലിയൊരു ബഹളം തന്നെ ആ മേഖലയിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. ഒടുവിൽ അത് വാഴുന്നവരുടെ ചെവിയിലെത്തുകയും വാഴുന്നവർ തന്നെ വന്ന് ഉദയനനെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പുതുപ്പണത്ത് വാഴുന്നവർ മാണിക്കോത്ത് ഉപ്പാട്ടിയെ വിവാഹം ചെയ്തിട്ടുണ്ടെന്നും അതിലെ മകനാണ് ഉദയനൻ എന്ന് പറഞ്ഞു നടന്നിരുന്ന കഥ സത്യമാവുകയും നാടൊട്ടുക്ക് അത് പരക്കുകയും ചെയ്തു. സ്വാഭാവികമായും പിന്നീട് അങ്ങോട്ട് തച്ചോളി ഉദയനൻ്റെ വീരജീവിതം ഉണ്ടാവുമെന്ന് നമ്മൾ കരുതുമെങ്കിലും അങ്ങനെയൊന്നും ആയിരുന്നില്ല വിധി ഉദയനനെ കാത്തിരുന്നത്. ഉദയനൻ്റെ ശക്തിയായി നിലകൊണ്ടിരുന്ന എല്ലാവരും തന്നെ മരിക്കുന്ന വർഷങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ടുണ്ടായത്. തന്നെയും വീടിനെയും അനുജത്തിയെയും ഒക്കെ ഒറ്റയ്ക്ക് നോക്കേണ്ടി വരുന്ന കളരി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവാത്ത ഒരു തച്ചോളി ഉദയനനാണ് പിന്നീടുള്ള വർഷങ്ങളിൽ ഉണ്ടാവുന്നത്. പുതുപ്പണത്ത് വാഴുന്നവരുടെ മകനാണ് തച്ചോളി ഉദയനനെന്നും അദ്ദേഹം അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അഭ്യാസിയായ തച്ചോളി ഉദയനനെ നാട്ടുകാരും ബഹുമാനത്തോടെ ശ്രദ്ധിച്ചു തുടങ്ങുകയുണ്ടായി. എന്നാൽ പിന്നീടുള്ള കാലത്ത് തച്ചോളി ഉദയനനെ സംബന്ധിച്ചിടത്തോളം ജീവിതം ദുസ്സഹമായിരുന്നു. കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മയായ ഉപ്പാട്ടി മരണപ്പെടുകയുണ്ടായി. ആ സമയം ഉണ്ണിച്ചാറയൊക്കെ ചെറിയ കുട്ടിയായിരുന്നു അത്രേ. അധികം താമസിയാതെ ദാസിയായ മാക്കവും മരണപ്പെട്ടു. അതോടെ ആ വീട് വീണ്ടും ഒരു അനാഥഭാവത്തിലേക്ക് കടന്നു ചെന്നു. വർഷങ്ങൾക്കുള്ളിൽ അച്ഛനായ മൂപ്പിൽ വാഴുന്നവരെയും തച്ചോളി ഉദയനന് നഷ്ടപ്പെടുകയുണ്ടായി. ഔദ്യോഗിക ഭാര്യയോ മക്കളോ അല്ലാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിനപ്പുറം മറ്റുള്ളവർ ഇവരെ തിരിഞ്ഞു നോക്കുക പോലുമില്ലല്ലോ. ഏതായാലും വാഴുന്നവരുടെ മരണത്തിന് മുൻപ് അദ്ദേഹം ദിവ്യ ഔഷധമൊക്കെ നിറച്ച ഒരു ഉറുക്ക് തച്ചോളി ഉദയനന് അരയിൽ നിന്നും അഴിച്ചു കൊടുത്തെന്നും അതിന് ദിവ്യശക്തിയുണ്ടെന്നും എപ്പോഴും ദേഹത്തിൽ അണിയണമെന്ന് അദ്ദേഹം പറഞ്ഞതായും ഉദയനൻ്റെ വിജയരഹസ്യമായൊക്കെ അത് നിലനിന്നു എന്ന തരത്തിൽ കൂടി ഒരു ഐതിഹ്യമുണ്ട്. ഏതായാലും വാഴുന്നവർ മരിച്ച് അധികം താമസിയാതെ തന്നെ ഗുരുനാഥനായ മതിലൂർ ഗുരുക്കളും ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. ചുരുക്കിയാൽ മാണിക്കോത്ത് തറവാടിനെയും തച്ചോളി ഉദയനനെയും ഒക്കെ ചേർത്ത് നിർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മനുഷ്യരൊക്കെ ഇല്ലാതായിരിക്കുന്നു. ഈ സമയം വീടിൻ്റെ നായകത്വം ഏറ്റെടുത്ത ഉദയനൻ കൃത്യമായി കായിക അഭ്യാസം പോലും നടത്താതെയുള്ള കുറച്ചു കാലമായിരുന്നു പിന്നീട് അങ്ങോട്ട് കടന്നുപോയത്. ഇതിനിടയിൽ ഉദയനൻ്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചതോടെ വീടിനൊരു നായക മേഖല സൃഷ്ടിക്കപ്പെടുകയും പതിയെ പതിയെ ഉദയനൻ കായികാഭ്യാസം തുടരാനായി മയ്യഴി അംഗക്കളരിയിലേക്ക് കടന്നു ചെല്ലുകയുമൊക്കെ ഉണ്ടായി. തച്ചോളി ഉദയനൻ എങ്ങനെയിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി എങ്ങനെ എന്നതുമായൊക്കെ ബന്ധപ്പെട്ട് വിശദമായി തന്നെ വടക്കൻ പാട്ടുകളിൽ പറയുന്നത് കാണാം. ആരോഗ്യവാനായ, ഗാംഭീര്യം നിറഞ്ഞ, തീക്ഷ്ണമായ കണ്ണുകളുള്ള, കയ്യിൽ ഊരിപ്പിടിച്ച വാളും ചന്ദനക്കുറിയും കടുക്കനുമൊക്കെയിട്ട ലക്ഷണമൊത്ത അഭ്യാസിയുടെ രൂപമായിരുന്നു തച്ചോളി ഉദയനൻ എന്ന് ചുരുക്കത്തിൽ പറയാം. ഒരു വീരയോദ്ധാവിൻ്റെ ലക്ഷണങ്ങൾ അയാളിൽ ഉണ്ടായിരുന്നു എന്ന് ഏതായാലും ഓർക്കുക. ആരെയും ഗൗനിക്കാതെ ജീവിച്ചു വളർന്നതുകൊണ്ട് തന്നെ ആരെയും ഭയക്കാതെയാണ് തച്ചോളി ഉദയനൻ കഴിഞ്ഞുപോയിരുന്നത്. കണ്ടാച്ചേരി ചാപ്പനും ഉദയനനും ആത്മസുഹൃത്തുക്കളായി ആ മേഖലയിൽ ആരും ഭയക്കുന്ന, സ്നേഹിക്കുന്ന തരത്തിൽ ജീവിച്ചു പോവുകയുണ്ടായി. ഇതിനിടയിൽ ഒരു ഓണക്കാലം വരികയാണ്. അങ്ങനെ തച്ചോളി ഉദയനൻ പിതൃഭവനത്തിലേക്ക് പോവുകയാണ്. പുതിയ വാഴുന്നവർ തൻ്റെ അച്ഛനോട് സാമ്യമുള്ള ആളായിരുന്നത് കൊണ്ട് തന്നെ ഉദയനൻ ബഹുമാനപൂർവ്വം അദ്ദേഹത്തിൻ്റെ ചാരുകട്ടിലിന് അരികിൽ നിൽക്കുകയുണ്ടായി. ബാക്കിയുള്ളവരെയൊക്കെ ഗൗനിക്കുകയും ഓണപ്പുടവയും ഒക്കെ നൽകിയപ്പോഴും വാഴുന്നവർ ഉദയനനെ പരിഗണിച്ചതേയില്ല. അപമാനം വാങ്ങി തിരിച്ചു പോവാൻ തയ്യാറാവാതിരുന്ന ഉദയനൻ അതേ നിൽപ്പ് തുടരുകയുണ്ടായി. എല്ലാവർക്കും ഇത്ര അളവ് അരിയൊക്കെ വെച്ച് കൊടുത്തപ്പോൾ പോലും ഉദയനനെ അദ്ദേഹം പരിഗണിച്ചില്ല. ജ്യേഷ്ഠൻ്റെ മകനാണെന്ന ഭാവത്തിൽ ഒരു ചെക്കൻ വന്ന് ഈ പ്രഭുകുടുംബത്തെ അപമാനിക്കുന്നു എന്ന നിലയിലാണ് വാഴുന്നവർ ഈ സമയം നിലകൊണ്ടത്. അങ്ങനെ ഇരു കൂട്ടരും പരസ്പരം ഗൗനിക്കാതെ സമയം നീണ്ടുപോവുകയാണ്.
ദേഷ്യം വർദ്ധിച്ചു തുടങ്ങിയ ഉദയനൻ അവിടെ നിന്നും അരി അളക്കുന്ന ആളുടെ അടുത്തേക്ക് ഒരു വലിയ ചാട്ടം തന്നെ ചാടുകയുണ്ടായി. ആ ചാട്ടം തന്നെ കണ്ട് ഏവരും ഒന്ന് ഞെട്ടുകയാണ്. എന്നാൽ തൊട്ടടുത്ത നിമിഷം അയാളെ ഉദയനൻ പിടിച്ച് നിലത്തിട്ടു. ഇത് കണ്ട വാഴുന്നവർ കോപത്തിൽ ജ്വലിച്ചെണീറ്റ് ഇവനെ കീഴടക്കാൻ ഇവിടെ ഒരുത്തനുമില്ലേടാ എന്ന രീതിയിൽ അലറുകയാണ്. വാഴുന്നവരെ പോലും ഗൗനിക്കാതെ അത്തരമൊരു ചാട്ടവും ഞൊടിയുടെ വിദ്യകളും കാണിച്ച ആരോഗ്യവാനായ ആ യുവാവിനോട് പോരടിക്കാൻ എന്നാൽ ആരും തന്നെ അവിടെ മുന്നോട്ട് വരികയുണ്ടായില്ല. എന്നാൽ ഇവിടെ ഉദയനൻ വാഴുന്നവരുടെ മുന്നിലേക്ക് തിരിച്ചു വരികയും ക്ഷമാപണം നടത്തുകയും ഞാൻ തച്ചോളി മാണിക്കോത്ത് ഉദയനനാണെന്നും നിങ്ങളെൻ്റെ ഇളയച്ചനാണ് എന്നും നാട്ടാചാരം കണക്കാക്കി ഓണപ്പുടവ വാങ്ങാനായി താൻ വന്നതാണെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം വാഴുന്നവരിൽ ഉദയനനോട് ബഹുമാനം ജനിപ്പിച്ചു. ഉദയനൻ്റെ ശക്തി മനസ്സിലാക്കി തന്ത്രം മാറ്റിയതുമാവാം. ഏതായാലും സ്നേഹപുരസരം ഉദയനനെ സ്വീകരിക്കുകയും ഓണപ്പുടവ വാഴുന്നവർ നൽകുകയുണ്ടായി. എപ്പോൾ വന്നാലും പുടവ നൽകി ആദരിക്കണമെന്ന് വാഴുന്നവർ അറിയിക്കുകയും കൂടി ചെയ്തതോടെ തച്ചോളി ഉദയനൻ ആ നാട്ടിലേവരും ബഹുമാനിക്കുന്ന ഒരാളായി കൂടി മാറുകയുണ്ടായി. അങ്ങനെ ജീവിത വഴികളിലെങ്ങും വിജയങ്ങളുമായി ഒന്നിനെയും ഭയപ്പെടാതെ വരുന്ന പ്രതിസന്ധികളെയെല്ലാം തന്നെ അതിജീവിച്ച് ഒരു കൂസലുമില്ലാതെ ജീവിച്ചിരുന്ന ഉദയനൻ്റെ ജീവിതത്തിലേക്ക് ആദ്യത്തെ വലിയ വെല്ലുവിളി ഇവിടെയാണ് കടന്നു വരുന്നത്. മറ്റൊരർത്ഥത്തിൽ ജീവനും മരണത്തിനുമിടയ്ക്കുള്ള ആദ്യത്തെ പടവെട്ട് കടന്നു വരികയാണ്. അതായിരുന്നു പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാരുമായുള്ള പടവെട്ട്. ഒരു ദിവസം ഉദയനനും ആത്മസുഹൃത്തായ ചാപ്പനും കൂടി ഒരാവശ്യത്തിനായി വളയത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ അവർ ഒരു വയൽ പ്രദേശത്തേക്ക് എത്തുകയും ഒരു വരമ്പിലൂടെ മുന്നോട്ട് പോവുകയുമാണ്. എന്നാൽ ആ സമയം വരമ്പിൻ്റെ എതിർവശത്ത് നിന്ന് തങ്ങൾക്ക് അഭിമുഖമായി ചില ആളുകൾ വരുന്നത് ഇവർ കാണുകയാണ്. അതാരാണെന്ന ചോദ്യത്തിന് അത് പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാരും ശിഷ്യന്മാരുമാണെന്നാണ് മറുപടി വന്നത്. ഇത് കേട്ട ഉദയനൻ വഴിമാറാതെ മുന്നോട്ട് തന്നെ നടന്നു. ഇരുകൂട്ടരും അടുത്തെത്തി. ഇരുകൂട്ടർക്കും വഴി തെറ്റാൻ ഒരു ഭാവവുമില്ല. പണിക്കരുടെ പിന്നിൽ 22 ശിഷ്യന്മാരുണ്ടായിരുന്നത്രേ. അവർ അതിശക്തിയോടെ മുന്നിലേക്ക് തന്നെ നടന്നു. ഉദയനനും അതുപോലെ തന്നെ. അങ്ങനെ മുന്നിൽ ആളുണ്ടെന്ന് പോലും ഗൗനിക്കാതെ ഇരുകൂട്ടരും മുന്നോട്ട് തന്നെ നടക്കുകയും ആദ്യത്തെ 2 പേർ തമ്മിൽ കൂട്ടിയിടിക്കുകയും ചെയ്തു. അങ്ങനെ വയലിലേക്ക് വീണതോടെ അവിടെ ഒരു സംഘർഷ സാധ്യത ഉണർന്നു. പയ്യനാടൻ ചിണ്ടന് വഴിമാറാത്ത നീ ആരാ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു. അതിന് തക്കതായ മറുപടികളും ഉദയനൻ നൽകിയതോടെ നിന്നെ ധിക്കാരം വേണ്ടെന്നും ഞായറാഴ്ച പൊന്നിയ തങ്കക്കളരിയിൽ വെച്ച് ആരാണ് മികച്ചവൻ എന്ന് തീരുമാനിക്കാമെന്നും അവിടെ വെച്ച് കാണാമെന്നും പറഞ്ഞ് ചിണ്ടൻ നമ്പ്യാർ കടന്നു പോവുകയുണ്ടായി. ഉദയനൻ ലക്ഷ്യസ്ഥാനത്തേക്കൊന്നും പോവാതെ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയുമുണ്ടായി. അത് കണ്ടപ്പോൾ തന്നെ എന്തോ അപകടമുണ്ടെന്ന് വീട്ടുകാർക്ക് മനസ്സിലായി. ഉദയനൻ സംസാരിച്ചില്ലെങ്കിലും കുറുപ്പ് ചാപ്പനോട് വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയുണ്ടായി. അതുവരെയും ശാന്ത സ്വഭാവക്കാരനായി മാത്രം കണ്ടിരുന്ന കോമപ്പൻ ദയനീയമാം ഭാവത്തിൽ നിനക്കിതൊക്കെ ചെയ്യാൻ ആരാണ് ഗുരുക്കൾ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉദയനനോട് ഉയർത്തിയത്. അയാളെ നിനക്കറിയില്ലെന്നും അയാൾ ഇരുന്നിട്ടും നിന്നിട്ടും എത്ര സമയം വേണമെങ്കിലും പടവെട്ടുമെന്നും നിന്റെ ഈ എടുത്തുചാട്ടം മരണത്തിലേക്കാണെന്നും ജ്യേഷ്ഠൻ ഉദയനനോട് പറയുകയാണ്. എന്തു തന്നെയായാലും നീ അയാളുടെ കാല് പിടിക്കണമെന്നും എല്ലാം പഠിച്ച ഗുരുക്കളോട് മാപ്പ് ചോദിക്കുന്നത് ഒരു തെറ്റല്ലെന്നും ജ്യേഷ്ഠൻ അനിയനെ ഉപദേശിച്ചു. അത്രമാത്രമുള്ള ഒരു ശാസനയോ കൽപ്പിത നിർദ്ദേശങ്ങളോ ഏട്ടനിൽ നിന്നും ഇതുവരെയും ഉദയനൻ നേരിട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തു പറയണമെന്നറിയാതെ മുഖം താഴ്ത്തി അവിടെ നിൽക്കുകയാണ് ഉദയനൻ ചെയ്തത്. അനിയൻ്റെ അഭിപ്രായമോ സന്ദർഭമോ കേൾക്കാൻ പോലും കോമപ്പക്കുറുപ്പ് നിന്നതുമില്ല. അദ്ദേഹം വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ഇത്തിരി സ്വർണ്ണ നാണയങ്ങളൊക്കെയുള്ള ഒരു പെട്ടി എടുത്തുകൊണ്ടുവന്ന് ഇത് അയാളുടെ കാൽക്കൽ വെച്ച് നീ അറിവില്ലാതെ ചെയ്തു പോയ കുറ്റത്തിന് മാപ്പ് ചോദിക്കുക എന്നാണ് ജ്യേഷ്ഠൻ പറയുകയുണ്ടായത്. നിനക്ക് വേണ്ടി ഇനി പറ്റില്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി ചോദിക്കണം എന്നുകൂടെ കോമപ്പൻ പറയുകയുണ്ടായി. അതുവരെയും മനസ്സിനെ പിടിച്ചു വച്ചിരുന്ന ഉദയനന് ആ അപേക്ഷ കൂടി കേട്ടതോടെ വൈകാരികമായ ഒരു പരിഭ്രമം കടന്നുകൂടുകയുണ്ടായി. അയാൾ മുന്നോട്ടുള്ള വഴികളെ പല രീതിയിൽ അനുമാനിച്ചു കൊണ്ടിരുന്നു. മാപ്പ് ചോദിക്കേണ്ടി വരും എന്ന തോന്നൽ ഉദയനിൽ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു. കണ്ണിൽ കഠിനമായ രോഷവും നിസ്സഹായതയും ഉദയനനിൽ പ്രത്യക്ഷപ്പെട്ടു. ജ്യേഷ്ഠനെ എതിർക്കാത്ത അനുജനും അവിടെയുണ്ടായി. മറ്റൊരു ഭാഗത്ത് താൻ ഏൽക്കാൻ പോകുന്ന അപമാനവും ഉദയനനെ വട്ടമിട്ട് പിടികൂടി. ജ്യേഷ്ഠൻ്റെ മുഖഭാവത്തിന് എന്നാൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ പെട്ടി അവന് നേർക്ക് നീട്ടി. അത്രമേൽ ഭയത്തോടെ ഉദയനൻ ആ പെട്ടി വാങ്ങേണ്ടിയുമെന്നും തൻ്റെ അഭിമാനം തകർന്നു എന്നും താൻ അത്ര ശക്തനല്ലേ എന്നും ഉദയനൻ സ്വയം ചോദിച്ചു കൊണ്ടിരുന്നു. എങ്കിലും ജ്യേഷ്ഠനെ ധിക്കരിക്കുക എന്നത്
ഉദയനനെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. ഒന്നും പറയാതെ ആ പെട്ടിയും വാങ്ങി ഉദയനൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. ചാപ്പനും ഉദയനനെ അനുഗമിച്ചു. അവരങ്ങനെ പയ്യനാടൻ ചെണ്ടൻ നമ്പ്യാർ കുട്ടികളെ പയറ്റ് പഠിപ്പിച്ചിരുന്ന മയ്യഴി അങ്കക്കളരിയിലെത്തി. കളരിയിലെ ആരും തന്നെ ഉദയനനെ വകവെച്ചതേയില്ല. ഒടുവിൽ ഉദയനൻ തന്നെ കളരിയിലേക്ക് കടന്നു ചെല്ലുകയും ആ പെട്ടി പണിക്കരുടെ കാൽക്കൽ വെച്ച് ക്ഷമിക്കണം എന്ന് പറയുകയും കാല് തൊടാനായി മുന്നോട്ട് പോവുകയും ചെയ്ത അതേസമയം ഉദയനന് നേർക്ക് ചിണ്ടൻ നമ്പ്യാർ ഒരു തുപ്പ് തുപ്പുകയാണുണ്ടായത്. അതിനോടൊപ്പം തന്നെ ചിണ്ടൻ നമ്പ്യാർ ആ പെട്ടി തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. അതിലെ സ്വർണ്ണ നാണയങ്ങൾ 4 പാടും ചിതറിത്തെറിച്ചു. ഉദയനൻ ഒന്നും പറയാതെ ആരെയും നോക്കാതെ തിരിച്ചു നടന്നു. ആ കാലം വരെയും ഇതുപോലൊരു അപമാനം തനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന തിരിച്ചറിവ് അയാളുടെ ശരീരത്തിൽ ഒരു ഇടിമിന്നലായി മാറി. അഭിമാനിയായ ഉദയനൻ തിരിച്ച് മാണിക്കോത്തേക്ക് പോവുകയുണ്ടായില്ല. ജീവിതത്തിനും മരണത്തിനും മുൻപിലുള്ള അംഗം തനിക്ക് മുന്നിലുണ്ടെന്ന് മനസ്സിലാക്കിയ ഉദയനൻ താൻ നേരിട്ട അപമാനത്തിന് പ്രതികാരം വീട്ടും എന്ന് ഉറപ്പിച്ച പോലെ ഉദയനൻ പിന്നീട് നടന്നത് നേരെ ലോകനാർ കാവിലേക്കായിരുന്നു. മാപ്പ് പറയാൻ പോലും മടിച്ചു നിന്നിരുന്ന അഭിമാനിയായ തച്ചോളി ഉദയനന് ചിണ്ടൻ നമ്പ്യാരിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുള്ള അപമാനം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കേളി കേട്ട കുറുപ്പന്മാരൊക്കെ മരിച്ചുപോയിട്ടുള്ള പൂർവികന്മാരുടെ തറവാട്ടിൽ നിന്ന് വരുന്ന ഉദയനന് താൻ കാരണം ആ തറവാടിൻ്റെ മഹിമ തന്നെ നഷ്ടപ്പെട്ടെന്ന് തോന്നുകയും അതുകൊണ്ട് തന്നെ പ്രതികാരം ചെയ്യാതെ അവിടേക്ക് ഇനി കാലെടുത്ത് കുത്തുകയില്ല എന്ന് തീർച്ചപ്പെടുത്തുകയുമുണ്ടായി. ജീവിത വഴികളിൽ ഇതുവരെയും ഏൽക്കാത്ത ഇത്തരമൊരു അപമാനം ഇല്ലാതാവണമെങ്കിൽ തന്നെ അപമാനിച്ചിരിക്കുന്ന ചിണ്ടൻ നമ്പ്യാർ ഇല്ലാതാവണം. അതുവരെയും തറവാട്ടിലേക്ക് വരില്ല എന്ന് ശപഥമെടുത്തിരിക്കുന്നു എന്ന കാര്യം ഉദയനൻ ചാപ്പനെ അറിയിക്കുകയും ആ കാര്യം തറവാട്ടിൽ അറിയിക്കാനായി ചാപ്പൻ തറവാട്ടിലേക്കും ഉദയനൻ ലോകനാർ കാവിലേക്കും നടക്കുകയാണ്. അവിടെയുള്ള ചിറയിൽ ചാടി ശുദ്ധിയായി തച്ചോളി ഉദയനൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഈ സമയം കോമപ്പക്കുറുപ്പിനെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ചാപ്പനും തിരിച്ചെത്തി. അങ്ങനെ അംഗം കുറിച്ചത് നാടുവാഴിയെ അറിയിക്കുകയുണ്ടായി. അതോടെ പയ്യനാടൻ ചെണ്ടൻ നമ്പ്യാരും തച്ചോളി ഉദയനനും തമ്മിൽ പടവെട്ട് നടക്കാൻ പോകുന്ന കാര്യം നാട്ടിലെങ്ങും അറിഞ്ഞു തുടങ്ങി. ആ ഞായറാഴ്ച ദിവസത്തിനായി ഏവരും കാത്തിരുന്നു. ഈ സമയം തച്ചോളി ഉദയനനെ ആരും കാണുന്നില്ല. അദ്ദേഹം എവിടെയാണ് എന്ന ചോദ്യം ഏവരും പരസ്പരം ചോദിച്ചു നടക്കുകയാണ്. ഏവരും തേടി നടന്നപ്പോൾ തച്ചോളി ഉദയനൻ കൃത്യമായ ലക്ഷ്യത്തോടെ ഒരിടത്തേക്ക് പോയിരിക്കുകയായിരുന്നു. അതാണ് പയ്യംവള്ളി ചന്തുവിൻ്റെ വീട്. തൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ചന്തുക്കുറുപ്പ്. ആത്മസുഹൃത്തിനെ പോലെ ഒപ്പം തന്നെ ഗുരുവിനെ പോലെയും ഇരുവരുടെ ബന്ധം നിറഞ്ഞു നിന്നിരുന്നു. വീട്ടിലേക്ക് നടന്നു വരുന്ന ഉദയനനെ ചന്തുക്കുറുപ്പ് ആദ്യമേ കണ്ടെങ്കിലും ഞാൻ ഇവിടെ ഇല്ല എന്ന് അറിയിക്കാനാണ് സഹോദരിയോട് ചന്തുക്കുറുപ്പ് ആവശ്യപ്പെട്ടത്. ഉദയനനോട് സഹോദരി അത് അറിയിക്കുകയും ചെയ്തു. ഇത് കേട്ട് വേദനിച്ച ഉദയനൻ അവിടെ ഒരിടത്ത് ഇരിക്കുകയുണ്ടായി. പയ്യംവള്ളി ചന്തുവിനായുള്ള കാത്തിരിപ്പായി അതങ്ങനെ മാറുകയാണ്. ദിവസം കഴിഞ്ഞുപോയി. പിറ്റേന്ന് ചന്തുക്കുറുപ്പ് തന്നെ ഉദയനൻ്റെ അടുത്തേക്ക് ചെല്ലുകയും അന്തവും കുന്തവുമില്ലാതെ ഇനി ഓരോ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാതിരിക്കൂ എന്നും ക്ഷമ ശീലിക്കൂ എന്നും ചന്തുക്കുറുപ്പ് ഉദയനനോട് ഉപദേശിക്കുകയുണ്ടായി. ചിണ്ടൻ നമ്പ്യാരെ തകർക്കാൻ ജ്യേഷ്ഠൻ്റെ സഹായം ആവശ്യമുണ്ടെന്നറിയിച്ച ഉദയനൻ നിങ്ങൾക്ക് മാത്രം അറിയുന്ന അടവുകൾ പഠിപ്പിച്ചു തരാനും അപേക്ഷിക്കുകയുണ്ടായി. അങ്ങനെ അവർ കളരിയിലേക്കെത്തി. ചന്തുക്കുറുപ്പ് പല അടവുകളും ഉദയനനെ പഠിപ്പിച്ചു. ഒടുവിൽ പൂഴിക്കടകനടിയും ചുമടും കാണിച്ചു കൊടുത്തു. ആ അടവിൽ മണ്ണും പൂഴിയും ഇടകലർന്ന് നോക്കിയാൽ കാണാത്ത വിധം ആ മേഖല മൂടപ്പെടുകയും ചെയ്യുമത്രേ. എതിരാളി എന്ത് ചെയ്യണമെന്നറിയാതെ വട്ടം കറങ്ങും. പലപ്പോഴും എതിരാളി അടിയേൽക്കാതെ തന്നെ നിലം പതിക്കും. ഇനി എതിരാളി അതിനെ തടുക്കുന്നവനാണെങ്കിൽ അവൻ 1000 കണ്ണും 1000 കൈയുമുള്ളവനായിരിക്കണം എന്നതാണ് വിശേഷണം. ഏതായാലും ആ കാലത്ത് അത്രമേൽ ബുദ്ധിമുട്ടേറിയ ആ ഒരു അടവ് വലിയ പടവീരന്മാർക്ക് പോലും പരിചിതമായ ഒരു കാര്യമായിരുന്നില്ല. ചന്തുവിനത് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്നാണ്. അമൂല്യമായ ഈ ഒരു അടവ് ചന്തു ഉദയനന് പഠിപ്പിച്ചു നൽകുകയുണ്ടായി. ചന്തുവും ഉദയനനും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ വ്യാപ്തി വെളിവാക്കുന്ന ഒരു കാര്യം കൂടിയാണിതെന്ന് പറയാം. അങ്ങനെ ദീർഘനേരം നീണ്ടു നിൽക്കുന്ന കളരി പരിശീലന ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഞായറാഴ്ച ദിവസം വന്നെത്തി. ഏവരുടെയും ശ്രദ്ധ പൊന്നിയെ തങ്കക്കളരിയിലേക്ക് തന്നെ. സൂര്യൻ ഉദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ജനങ്ങൾ അവിടേക്ക് ഒഴുകി തുടങ്ങി. ആ സമയവും തച്ചോളി ഉദയനൻ എവിടെയാണെന്ന് ആ നാട്ടുകാർ അറിയുന്നില്ലത്രേ. ഇതിനിടയിലാണ് ചാപ്പൻ വരുന്നതും ഉദയനൻ്റെ ജ്യേഷ്ഠനായ കോമപ്പക്കുറുപ്പിനെ കാണുന്നതും. ഉദയനൻ പയ്യംവള്ളി വീട്ടിൽ നിന്ന് പടയ്ക്ക് പുറപ്പെടുന്നുണ്ടെന്നും
നിങ്ങൾ അവിടെ എത്തണമെന്നും ഒതേനൻ്റെ ഉടുപ്പ് വെട്ടിയെടുക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. അതനുസരിച്ച് കോമപ്പക്കുറുപ്പ് അവിടേക്ക് ഉടൻ യാത്ര തിരിക്കുകയും ചെയ്തു. ആ സമയം അവിടെ വലിയൊരു ജനാവലി തന്നെ തടിച്ചുകൂടിയിരുന്നു. ഒതേനൻ കുളിച്ചു തൊഴുത് പടയ്ക്ക് വേണ്ടി ചമയാൻ ആരംഭിച്ചു. കോമപ്പക്കുറുപ്പ് മാത്രം പേടിയോടെ തൊട്ടടുത്തിരുന്നു. കച്ച കെട്ടി അച്ഛൻ നൽകിയ ഉറുക്ക് നൂലിൽ കെട്ടി ഒതേനൻ ഒരുങ്ങിത്തുടങ്ങി. ആനക്കൊമ്പിൻ്റെ പിടിയുള്ള പീശാങ്കത്തി വലതുഭാഗത്ത് തിരികി. എല്ലാത്തിനും മീതെ ഉറുമിവാൾ ചുറ്റിമുറുക്കി. വീരാളിപ്പട്ട് വീശി തലയിൽ കെട്ടി. ഒടുവിൽ പരിച തൊട്ട് വന്ദിച്ചു. വെറ്റില വെച്ച് ജ്യേഷ്ഠൻ്റെ അനുഗ്രഹവും വാങ്ങിച്ച ഒതേനൻ പടപ്പുറപ്പാടിനായി പുറത്തേക്ക് ഇറങ്ങി വന്നു. ഒരു പോരാളിയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്ന തച്ചോളി ഒതേനൻ ആ ജനക്കൂട്ടത്തിനിടയിൽ ഒരു പ്രത്യേക തേജസ് ജ്വലിപ്പിച്ചുകൊണ്ട് നടന്നു തുടങ്ങി. കോമപ്പക്കുറുപ്പും പയ്യംവെള്ളിച്ചന്തവും ഒതേനൻ്റെ തൊട്ടു മുമ്പിലും ചാപ്പൻ പിന്നിലുമായി നടത്തം തുടരുകയാണ്. അനേകം ജനങ്ങൾ ഇവരെ അനുഗമിക്കുകയും ചെയ്തു. പൊന്നിയത്തങ്കക്കളരിയിൽ ആ സമയം തന്നെ നമ്പ്യാരും ശിക്ഷഗണങ്ങളും എത്തിക്കഴിഞ്ഞിരുന്നു. രാജാവിൻ്റെ പ്രതിനിധി, ദേശവാഴി, ആ നാട്ടിലെ സ്ഥാനികൾ, തറവാടുകൾ തുടങ്ങിയ എല്ലാ പ്രമുഖരും അവിടെ അണിനിരന്നിരുന്നു. അങ്ങനെ ഏവരെയും വണങ്ങിക്കൊണ്ട് ഇരുവരും കളരിയിലേക്ക് എടുത്തു ചാടി. കളരിയിൽ നമ്പ്യാരും കുറുപ്പും മാത്രമാവുകയാണ്. തച്ചോളി ഒതേനൻ്റെ ജീവിതത്തിലെ മരണത്തിനും വീരനും ഇടയിലുള്ള വലിയ അംഗം അങ്ങനെ സംഭവിക്കാൻ പോവുകയാണ്. ജനങ്ങൾ കളരിക്ക് ചുറ്റും തടിച്ചുകൂടി. പലരും വൃക്ഷങ്ങളിലും മറ്റും കയറിപ്പറ്റിയും അവരവരുടെ കാഴ്ച സൃഷ്ടിച്ചു. അങ്ങനെ ഇരുവരും പരിച കൊണ്ട് മെയ്മറച്ച് കാലുകൊണ്ട് താളം ചവിട്ടി താളത്തിനൊത്ത പോർവിടിയോടുകൂടി പ്രാരംഭ പൊയ്ത്ത് തുടങ്ങുകയാണ്. പതിയെ പതിയെ പടവെട്ടിന് ശക്തി വർദ്ധിച്ചു. ഓതിരം കടകമെന്നും ഇടവും വലവും താങ്ങി അടുത്തുമുട്ടി, അടുത്തു വാങ്ങി ദൂരെ മാറിത്തടുത്ത്, അമർന്നു ചാടി മുഷ്ടി ചുരുട്ടി, മാറിനോങ്ങി തലക്കിടിച്ച്, ഇടത്തോങ്ങി വലത്തിടിച്ച്, വലത്തോങ്ങി ഇടത്തിടിച്ച് തുടങ്ങി ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇവർ തമ്മിലുള്ള മുഷ്ടിയുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പടവെട്ടിൽ നമ്പ്യാർ മികച്ചു നിന്നെങ്കിൽ പോലും ഒതേനൻ്റെ ആരോഗ്യത്തെ തകർക്കാൻ അതിനായില്ല. ഒടുവിൽ ഇരുവരും ഉറുമിവാൾ അരയിൽ നിന്ന് വലിച്ചൂരുകയാണ്. ഒരു വലിയ പോരാട്ടം തന്നെ തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കിയ ജനത ആ കാഴ്ചയ്ക്കായി കൂടുതൽ അടുത്തേക്ക് വരികയും അവിടെ തിരക്ക് സൃഷ്ടിക്കപ്പെടുകയുമാണ്. വലത് കൈയിൽ സൂര്യകിരണങ്ങൾ ഏറ്റുതിളങ്ങുന്ന ഉറുമിയും ഇടത് കൈയിൽ പരിചയുമായി ചടുലം, മണ്ഡലം, വൃത്തചക്രം തുടങ്ങി പല പല അടവുകളുമായി അവർ ദീർഘനേരം പടവെട്ടുകയുണ്ടായി. ഏവരും അത് അത്ഭുതത്തോടെ നോക്കി നിന്നു. ഒതേനൻ്റെ അടവുകളൊക്കെ തീർന്നപ്പോൾ ചിണ്ടൻ നമ്പ്യാർ യാതൊരുവിധ കൂസലുമില്ലാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അതോടെ ഒതേനൻ അവസാനത്തെ തന്ത്രമെടുത്തത്രേ. ആളുകൾ ഞെട്ടി. ഏവരും പൂഴിക്കടകനടി, പൂഴിക്കടകനടി എന്ന് അലറിക്കൊണ്ടിരുന്നു. കാണികളെല്ലാം ദൂരേക്ക് മാറിയിരിക്കുന്നു. പൊടിക്കാറ്റുപോലെ ആ മേഖലയിൽ കാഴ്ച തന്നെ ഇല്ലാതായിരിക്കുന്നു. പതിയെ പൊടിയുടെ ശക്തി കുറഞ്ഞു തുടങ്ങിയതോടെ ആരോ ഒരാൾ അയ്യോ കൊന്നു, അയ്യോ കൊന്നു എന്ന് അലറി വിളിക്കാൻ തുടങ്ങി. ഏവരും പരമാവധി നോക്കിയപ്പോൾ കാണുന്നത് ഒരാൾ മറ്റൊരാളുടെ മാറിൽ കയറിയിരിക്കുന്ന കാഴ്ചയായിരുന്നു. അപ്രകാരം ആ രണ്ടു വീരന്മാരിൽ ഒരാൾ പരാജിതനായിരിക്കുന്നു. പൊടിയൊന്നടങ്ങാൻ ജനം കാത്തിരുന്നു. ഒടുവിൽ ആ ദൃശ്യം കടന്നു വന്നു. തച്ചോളി ഒതേനൻ ചിണ്ടൻ നമ്പ്യാരുടെ മാറിൽ കയറിയിരിക്കുകയാണ്. സുപ്രസിദ്ധനും ഏവരും ഭയപ്പെടുന്നവനുമായ ആ വീരൻ ഒതേനൻ എന്ന ചെറുപ്പക്കാരൻ്റെ കാലുകൾക്കിടയിൽ കിടക്കുകയാണ്. ഒതേനൻ അയാളുടെ കഴുത്തിന് നേർക്ക് തൻ്റെ ഉറുമിവാൾ നീട്ടുകയുണ്ടായി. ജനങ്ങൾ ഭയത്തോടെ നോക്കാൻ ആരംഭിച്ചു. ഒതേനൻ ഉറച്ച ശബ്ദത്തിൽ ചിണ്ടൻ നമ്പ്യാരോട് എന്തു പറയുന്നു എന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ ചിണ്ടൻ നമ്പ്യാർ സമ്മതം എന്ന മറുപടിയാണ് നൽകിയത്. ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഭയത്തിൻ്റെ ശബ്ദം സൃഷ്ടിക്കപ്പെടുകയാണ്. ഒതേനൻ ചിണ്ടൻ നമ്പ്യാരുടെ തല വെട്ടിയെടുത്തു. അവിടെ മൊത്തം രക്തമൊഴുകി. തച്ചോളി ഒതേനൻ തൻ്റെ പ്രതികാരം നടത്തിയിരിക്കുന്നു. ഒതേനൻ എഴുന്നേറ്റ് നിന്ന് ജനങ്ങളോടാകെ അന്നെൻ്റെ മുഖത്ത് തുപ്പിയ തുപ്പൽ ഇങ്ങനെ ചുവന്നിരുന്നു എന്ന് ഉറക്കെ പറയുകയുണ്ടായി. അന്ന് ആമാടപ്പെട്ടി തെറിപ്പിച്ചപ്പോൾ ചിതറിയ സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം അങ്ങനെ രക്തം വീഴ്ത്തിക്കൊണ്ട് തച്ചോളി ഒതേനൻ പ്രതികാരം വീട്ടുകയാണ്. അംഗമൊക്കെ കഴിഞ്ഞ് തനിക്ക് ലഭിച്ച അപമാനഭാരം സ്വയം തീർത്തുകൊണ്ട് തച്ചോളി ഒതേനൻ അങ്ങനെ മാണിക്കോത്തെ മണ്ണിലേക്ക് വീണ്ടും കടന്നു ചെന്നു. എന്നാൽ ഈയൊരു അംഗത്തോടെ തച്ചോളി ഒതേനൻ എന്ന പേര് നാടൊട്ടുക്കും പരന്നിരുന്നു. ആ നാട്ടിൽ ഒതേനൻ്റെ കീർത്തി പാടി നടക്കാൻ പലരും ആരംഭിച്ചു. എതിരാളികൾ ഒതേനനെ വെറുക്കാനും ഭയക്കാനും ആരംഭിച്ചു. കടത്തനാട്ട് തമ്പുരാൻ തന്നെ പല കാര്യങ്ങൾ നടത്തിക്കാനായി തച്ചോളി ഒതേനനെ ഏൽപ്പിക്കുന്ന സ്ഥിതിവിശേഷവും
ഇതോടുകൂടി ആ നാട്ടിലുണ്ടാവുകയാണ്. അങ്ങനെ ആ നാടിൻ്റെ നായകനായി തച്ചോളി ഒതേനൻ മാറി തുടങ്ങി. ഇതിനിടയിൽ കടത്തനാട്ട് കോവിലകത്തേക്ക് ഒരു ദൂതൻ കടന്നു വരികയുണ്ടായി. ഒതേനൻ്റെ കേളി കേട്ടതിനാൽ സാമൂതിരി തമ്പുരാൻ അയച്ചതായിരുന്നു അത്. കോവിലകത്ത് നല്ല പടനായകരുണ്ടെങ്കിൽ അയച്ചു തരണം എന്ന സന്ദേശത്തിന് സ്വാഭാവികമായും തച്ചോളി ഒതേനനായിരുന്നു ലക്ഷ്യം. ഉടനെ തന്നെ തച്ചോളി ഒതേനനെ തമ്പുരാൻ വിളിപ്പിക്കുകയും സാമൂതിരിയെ കാണാനായി പോവാമെന്ന് തച്ചോളി ഒതേനൻ സന്തോഷപൂർവ്വം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ തച്ചോളി ഒതേനനും സാമൂതിരിയും തമ്മിൽ കണ്ടുമുട്ടുവാൻ പോവുകയാണ്. സാമൂതിരിയുടെ ക്ഷണം സ്വീകരിച്ച തച്ചോളി ഒതേനൻ ലോകനാർക്കാവിൽ കുളിച്ചു തൊഴുത് ജ്യേഷ്ഠൻ്റെ അനുവാദവും നേടി സന്ദേശവുമായി വന്ന ദൂതനൊപ്പം തന്നെ സാമൂതിരി കോവിലകത്തേക്ക് യാത്രയാവുകയുണ്ടായി. സാമൂതിരി കോവിലകത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന വലിയ മൈതാനത്തിൽ അന്ന് വലിയൊരു ജനം തന്നെ ഉണ്ടായിരുന്നു. ഈ മൈതാനം സ്വാഭാവികമായും മാനാഞ്ചിറ ആവുമല്ലോ. തമ്പുരാനും പ്രഭുക്കന്മാരും കാര്യസ്ഥന്മാരും ജനങ്ങളുമൊക്കെയായി അവിടെ ശബ്ദമുഖരിതമായിരുന്നു. കച്ചകെട്ടിയ വാളും പരിചയമോങ്ങിയ 100-ലധികം യുദ്ധവീരന്മാരും അവിടെ ഉണ്ടായിരുന്നത്രേ. ആ വഴിയിലേക്ക് പെട്ടെന്ന് ഒത്ത ശരീരമുള്ള ഒരു ചെറുപ്പക്കാരൻ കൂടി കടന്നു വരുന്നുണ്ട്. അയാൾ കടന്നു വന്ന് തമ്പുരാനെ താണു തൊഴുതു. ഇത് കണ്ട് ആളെ മനസ്സിലായ തമ്പുരാൻ ഒതേനനെ നാം അറിയുമെന്നും കാര്യങ്ങൾ അറിയാമല്ലോ എന്നും ഈ നിൽക്കുന്ന മല്ലന്മാരെ തോൽപ്പിച്ചാൽ വലിയ സമ്മാനങ്ങളുമായി കടത്തനാട്ടേക്ക് തിരിച്ചു പോകാമെന്നും അറിയിച്ചു. ഇത് കേട്ട ഒതേനൻ കൽപ്പനയെ അനുസരിക്കുന്ന വിധം ഒന്ന് തൊഴുത് മല്ലന്മാരുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയുണ്ടായി. തുടർന്ന് ഒതേനൻ തമ്പുരാനോടായി ഒരു കാര്യം പറഞ്ഞു. ഈ പോരാളികൾ ഇവിടേക്ക് എല്ലാം തികഞ്ഞവരായിരിക്കും. എന്നാൽ ഇവിടെ ഒരു പോരാട്ടം നടന്നാൽ തിരുമേനിക്ക് എണ്ണത്തിൽ വലിയ ആൾനഷ്ടം തന്നെ സംഭവിക്കും. അത് ഞാൻ ആദ്യമേ അറിയിക്കുന്നു. നഷ്ടങ്ങൾ ഉണ്ടായാൽ പിന്നീട് എന്നോട് വിരോധമുണ്ടാവരുതെന്നും ഒതേനൻ തിരുമേനിക്ക് മുന്നിൽ ഉണർത്തിക്കുകയുണ്ടായി. ഇത് കേട്ട് അല്പം പരിഹാസരൂപേണ തന്നെ ഇത്രയധികം രക്തം ഒരുമിച്ച് കുടിക്കാനുള്ള ത്രാണി ഒതേനൻ്റെ ഉറുമിക്കുണ്ടോ എന്ന് തമ്പുരാൻ തിരിച്ചു ചോദിക്കുകയുണ്ടായി. ഇത് കേട്ട് ഒതേനൻ തൻ്റെ കഴിവുകൾ കാണിക്കാൻ ഒരു അവസരം നൽകണമെന്നും വെറുതെ നഷ്ടങ്ങൾ സൃഷ്ടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും അറിയിച്ചു. ഇത് കേട്ട തമ്പുരാൻ അമ്പടാ എന്നാൽ ആയിക്കോട്ടെ എന്ന് മറുപടി നൽകി. തമ്പുരാൻ്റെ സമ്മതം കിട്ടിയ ഉടനെ ഒതേനൻ ഒരൽപ്പം ചുണ്ണാമ്പ് കൊണ്ടുവരാനായി ആവശ്യപ്പെടുകയുണ്ടായി. അത് വന്നു. തുടർന്ന് കാവിലമ്മയെ തൊഴുത് അയാൾ ഉറുമി ഊരി ഉറുമിയിൽ ചുണ്ണാമ്പ് തേച്ചു. പെട്ടെന്ന് അയാൾ ചാട്ടവും മലക്കവുമൊക്കെ ചേർന്ന ഒരു അഭ്യാസം അവിടെ നടത്തുകയുണ്ടായി. കാണികൾക്ക് മനസ്സിലാവുന്നതിന് മുന്നേ തന്നെ അത് അവസാനിക്കുകയും ചെയ്തിരുന്നു. ചുറ്റും നിന്നിരുന്ന മല്ലന്മാർ ഈ ഒരു നീക്കത്തിൽ പേടിച്ച് പിന്നോട്ടൊന്നു മാറി അത്ഭുതത്തോടെ തച്ചോളി ഒതേനനെ നോക്കി നിൽക്കുകയുമുണ്ടായി. ഇതൊക്കെ വടക്കൻ പാട്ടുകളിൽ തച്ചോളി ഒതേനൻ്റെ വേഗതയെ കാണിക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുകൂടി ശ്രദ്ധിക്കുക. ഒതേനൻ അതിനപ്പുറം തമ്പുരാനു മുന്നിലെത്തുകയും ഓരോ പടനായരുടെയും കഴുത്തുഭാഗം തമ്പുരാനെ കാണിക്കാനും ആവശ്യപ്പെട്ടു. അങ്ങനെ പരിശോധനയിൽ ഓരോരുത്തരുടെയും കഴുത്തിൽ ചുണ്ണാമ്പ് തട്ടിയ പാടുകൾ ഉണ്ടായിരുന്നു. അതോടെ ഏവരും അത്ഭുതപ്പെടുകയാണ്. തുടർന്ന് ഒതേനൻ ചുണ്ണാമ്പ് കൊണ്ടുള്ള വര അടിയൻ്റെ ഉറുമിത്തല കൊണ്ട ഇടം അടയാളപ്പെടുത്തുന്നു. ഉറുമിയൊന്ന് ചെരിച്ചിരുന്നെങ്കിൽ ഈ മല്ലന്മാരൊക്കെ ഇവിടെ വീഴുമായിരുന്നു എന്നും എന്നാൽ അത് ആവശ്യമില്ലാത്ത നടപടിയാണെന്നും തിരുമേനിക്കത് വലിയ നഷ്ടമായും അടിയനത് ദോഷമായും പ്രതിഫലിക്കുമെന്നും അറിയിച്ചു. അത് ശരിയെന്ന് മനസ്സിലാക്കിയ സാമൂതിരി തമ്പുരാൻ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നറിയിക്കുകയും ഒതേനന് ധാരാളം സമ്മാനങ്ങൾ നൽകുകയുമുണ്ടായി. ജനങ്ങൾ ഒതേനൻ എന്ന പേര് ആർത്ത് വിളിച്ചു. അപ്രകാരം ബഹുമാനപൂർവ്വം തന്നെ കടത്തനാടൻ പടനായരെ ആദരിച്ചുകൊണ്ട് സാമൂതിരി തിരിച്ചയക്കുകയുണ്ടായി. ഒരൊറ്റ നിമിഷത്തിൽ അത്രയും അടയാളങ്ങൾ ഒരു അപകടവും വരുത്താതെ ഒതേനൻ ചാർത്തി എന്നതൊക്കെ അവിശ്വസനീയമായി തോന്നാമെങ്കിലും ഈ കഥ പൊതുവിൽ നമ്മളോട് പറയുന്നത് തച്ചോളി ഒതേനൻ എന്നത് അസാമാന്യ കഴിവുകൾ കൈമുതലായി ഉണ്ടായിരുന്ന ഒരു ധീര പോരാളി എന്ന നിലയിലാണല്ലോ. തനിക്ക് മുന്നിൽ ആര് എതിര് എന്നുപോലും നോക്കാത്ത പ്രകൃതം കൂടിയാണ് തച്ചോളി ഒതേനൻ എന്നുകൂടി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വടക്കൻ പാട്ടുകൾ എന്നത് പൊതുവിൽ തച്ചോളി ഒതേനനെ വാഴ്ത്തിപ്പാടുന്നത് കൊണ്ട് തന്നെ അതിലെ ഏറ്റവും മികച്ചവൻ തച്ചോളി ഒതേനൻ തന്നെ ആയിരിക്കുമെന്നതിൽ സംശയവും വേണ്ട. അതിനെ ആ രീതിയിൽ എടുക്കുകയും ചെയ്യണം. ഇത്തരത്തിൽ സാമൂതിരിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥ കൂടി പറയാം. കടത്തനാടും കോലത്തുനാടുമൊക്കെ സാമൂതിരിയുമായി സൗഹൃദത്തിൽ അല്ലാതിരുന്ന കാലമാണല്ലോ അത്. കോരപ്പുഴ കടന്ന് ആരും അങ്ങോട്ടേക്ക് പോവാത്തൊരു കാലം. എങ്കിലും ചൈനീസ് വ്യാപാര മേഖലയിലും മറ്റും അപ്പോഴും കോഴിക്കോട് മികച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു അംഗത്തിനായി ഒതേനനും ചാപ്പനും കൂടി കോഴിക്കോട്ടെ അമ്പുച്ചെട്ടിയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്.
700 പണവും സിൽക്ക് വസ്ത്രങ്ങളും വീരാളിപ്പട്ടുമൊക്കെ വാങ്ങാനായാണ് യാത്ര. കുംഭമാസത്തിലെ 10-ാം തീയതി മാഹി അങ്കക്കളരിയിൽ വെച്ച് ഒരു പൊയ്ത്തുണ്ടെന്നും തുളുനാട്ടിലെ കണ്ണനാണ് എതിരാളിയെന്നും അതിനായി വീരാളിപ്പട്ട് വാങ്ങാനായി കോഴിക്കോട്ടെ അമ്പുച്ചെട്ടിയുടെ അടുത്തേക്ക് പോകണമെന്നും ഒതേനൻ കടത്തനാട്ട് രാജാവിനെ മുഖം കാണിച്ച് അറിയിക്കുകയുണ്ടായി. എന്നാൽ രാജാവ് ഇതിനോട് അത്ര അനുകൂലമായല്ല പ്രതികരിച്ചത്. കാരണം എതിരാളികളുണ്ടെന്നും രാജ്യം വിട്ട് പോവേണ്ടെന്നും അമ്പുച്ചെട്ടി തന്നെ എതിരാളിയാണെന്നും ചതിക്കുമെന്നും അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാനായി പടയിലെ രണ്ടാമനായ കോരോത്ത് കുഞ്ഞിക്കുങ്കനെ വിടാമെന്നും അറിയിക്കുകയാണ്. ഒതേനൻ അത് സമ്മതിച്ചു. അങ്ങനെ അവിടേക്ക് വീരനായ കുങ്കനെത്തി. യാത്രയുടെ അടയാളത്തിനായി ഒതേനൻ്റെ ഉറുമി ചോദിച്ചെങ്കിലും അതില്ലാതെ താനില്ലെന്നറിയിച്ച ഒതേനൻ തൻ്റെ അടയാളത്തിനായി കൊടുത്തുവിട്ടത് വാളായിരുന്നു. അങ്ങനെ കുങ്കൻ വാളുമായി കോഴിക്കോട്ടേക്ക് പുറപ്പെടുകയും അമ്പുച്ചെട്ടിയുടെ അടുത്തെത്തുകയും ചെയ്തു. എന്നാൽ അമ്പുച്ചെട്ടിയുടെ അടുത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അതൊരു സംഘട്ടനത്തിലേക്ക് തന്നെ എത്തിച്ചേരുകയും അമ്പുച്ചെട്ടിയെ രണ്ടായി വെട്ടിമാറ്റിക്കൊണ്ട് കുങ്കൻ വധിക്കുകയും ചെയ്തു. അതോടെ ആ മാർക്കറ്റ് ആകെ ഇളകി. കുങ്കൻ ഏവരെയും ഭയക്കാതെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. ഇതറിഞ്ഞ സാമൂതിരിയുടെ 22ഓളം പടയാളികൾ അവിടേക്ക് ഇരച്ചെത്തി. ഏവരും കുങ്കൻ്റെ അവസാനമെന്ന് കരുതിയെങ്കിൽ തെറ്റി. മറിച്ചൊന്നും സംഭവിച്ചില്ല. വലിയൊരു പോരാട്ടമൊക്കെ നടന്നെങ്കിലും ഏവരെയും കുങ്കൻ വധിക്കുകയാണുണ്ടായത്. അതോടെ കൂടുതൽ പേരെത്തി. ആ പോരാട്ടത്തിലും കുങ്കൻ തന്നെ വിജയിക്കുകയുണ്ടായത്രേ. അതോടെ സാമൂതിരിയുടെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ തന്നെ അവിടേക്കെത്തി. ഇത് കണ്ട് അവരെ തൊഴുത കുങ്കനെ പിടിച്ചുകൊണ്ടുപോയി സാമൂതിരിയുടെ മുന്നിലേക്ക് എത്തിച്ചു. തൻ്റെ പടയാളികളെ വധിച്ച കുങ്കനെ ഒന്നും നോക്കാതെ തന്നെ സാമൂതിരി വധശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി. തുടർന്ന് കുങ്കനെ ജയിലിലടച്ചു. 3 ദിവസം കഴിഞ്ഞിട്ടും കുങ്കൻ തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെ കടത്തനാട് രാജാവ് ഒതേനനെ വിളിച്ചു വരുത്തുകയും കാര്യം ധരിപ്പിക്കുകയുമുണ്ടായി. അതോടെ ഒതേനൻ തന്നെ സാമൂതിരി കോവിലകം ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ഒതേനൻ ആയതുകൊണ്ട് തന്നെ കോവിലകത്ത് നിന്ന് ആദരപൂർവ്വം സ്വീകരണ നടപടികളുണ്ടായി. അങ്ങനെ കടന്നു ചെന്ന് തമ്പുരാന് മുന്നിലേക്കെത്തിയ ഒതേനൻ തടവിലാക്കപ്പെട്ടിരിക്കുന്ന കുങ്കനെ കാണാനുള്ള വഴി ഒരുക്കണമെന്ന് അറിയിച്ചു. കുങ്കൻ വെറുമൊരു ആളല്ലെന്നും കടത്തനാട് രാജാവിൻ്റെ പടയിലെ രണ്ടാമനാണെന്നും ബഹുമാനം നൽകണമെന്നും എത്രയും പെട്ടെന്ന് ഭക്ഷണമൊക്കെ നൽകണമെന്നും വിട്ടയക്കണമെന്നും അറിയിച്ചു. രാജാവ് ഒതേനൻ ഈ വിഷയത്തിൽ നിന്ന് വിട്ടുനിൽക്കൂ എന്നറിയിച്ചെങ്കിലും ഒതേനൻ അതിന് തീരെ സമ്മതിച്ചില്ല. തനിക്ക് വേണ്ടിയാണ് കുങ്കൻ വന്നിരിക്കുന്നതെന്നും ഈ പ്രശ്നം തീർത്തിട്ട് വേണം അടുത്ത അംഗത്തിനായി പോവേണ്ടതെന്നും ഒതേനൻ സാമൂതിരി തമ്പുരാനെ അറിയിക്കുകയാണ്. ഏതായാലും തച്ചോളി ഒതേനനുമായി പോരടിക്കേണ്ടെന്ന് കരുതിയ സാമൂതിരി കുങ്കനെ വെറുതെ വിട്ടു എന്നാണ് വടക്കൻ പാട്ടുകളിൽ പറയുന്നത്. ഇവിടെ തച്ചോളി ഒതേനൻ്റെ അസാമാന്യ കഴിവുകളെയും ആർക്കുമുന്നിലും തകരാത്ത കരുത്തുമൊക്കെ എടുത്തുകാട്ടാനായുള്ള കഥാഭാഗങ്ങളാണ് ഇവയൊക്കെ എന്ന് പറയാവുന്നതാണ്. തച്ചോളി ഒതേനൻ ഏറ്റവും ശക്തനായി മാത്രമേ വടക്കൻ പാട്ടുകളിൽ കാണുകയുള്ളൂ എന്നും മനസ്സിലാക്കുക. ഏതായാലും സാമൂതിരിക്ക് മുന്നിൽ പോലും ബഹുമാനം നേടിയെടുത്തിട്ടുള്ള തച്ചോളി ഒതേനനിലൂടെ കടത്തനാടിൻ്റെ പ്രശസ്തി വർദ്ധിച്ചു. ആ നാട്ടിലെങ്ങും തച്ചോളി ഒതേനൻ നായകനും വീരനുമൊക്കെയായി തുടങ്ങി. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ നേർക്ക് അസൂയയുടെ വിത്തും പാകുമല്ലോ. പലരും തച്ചോളി ഒതേനനെ ഇതേ സമയം വെറുക്കാനും തക്കം കിട്ടിയാൽ അടിക്കാനുമുള്ള സാധ്യതകൾക്കായി തക്കം പാർത്തിരുന്നു. പക്ഷേ ഒതേനന് മുന്നിൽ അതൊന്നും വിജയിച്ചില്ല എന്ന് മാത്രം. എവിടെയും ഒതേനൻ വിജയിച്ചു കൊണ്ടേയിരുന്നു. ഏവരും സ്നേഹിക്കുകയും പേടിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമായി ഒതേനൻ മാറി. ഒതേനനെതിരെ ഉണ്ടായിരുന്ന പ്രബലന്മാരിൽ 2 പേർ ചേമ്പറ്റ ചുണ്ടുകുറുപ്പ്, കരുവഞ്ചേരി എമ്മൻ കിടാവ് എന്നിങ്ങനെയുള്ള 2 നായർ തറവാട്ടുകാരായിരുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം കടത്തനാട്ട തന്നെ കേളികേട്ട അഭ്യാസിയായിരുന്ന പരുന്തുങ്കൽ എമ്മൻ പണിക്കരും തച്ചോളി ഒതേനനോട് എതിർപ്പ് നിലനിർത്തിയിരുന്നു. ഇദ്ദേഹം ഒതേനൻ അംഗത്തിൽ വധിച്ചിട്ടുള്ള ചിണ്ടൻ നമ്പ്യാരുടെ സ്നേഹിതനും ആയിരുന്നത്രേ. ഏതായാലും തച്ചോളി ഒതേനൻ കടത്തനാട്ട് മേഖലയിൽ ഓരോ അംഗവും മറ്റും വിജയിച്ചും കടത്തനാട്ടെ പ്രധാന പോരാളിയായും നായകനായുമൊക്കെ പ്രസിദ്ധി നേടുകയുണ്ടായി. അത് വളരുന്നത് പോലെ തന്നെ ഒതേനനെ എതിർക്കുന്ന ഒരു വിഭാഗവും കടത്തനാട്ട് ഉയർന്നു വന്നെന്ന് പറയാം. ഉയർന്നുയർന്നു പോകുന്ന തച്ചോളി ഒതേനനെ വലിച്ചു താഴെയിടാനുള്ള ഒരു അവസരത്തിനായി എതിരാളികൾ കാത്തിരുന്നു എന്നും പറയാം. വടക്കൻ പാട്ടുകൾ പരിശോധിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ എന്നത് തച്ചോളി ഒതേനൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണെന്ന് പറയാം. വളരെ വലിയൊരു പ്രണയകഥ തന്നെ തച്ചോളി ഒതേനൻ്റെ വിവാഹത്തിന് പിൻബലമായി നിലനിൽക്കുന്നുണ്ട്. ലോകനാർ കാവിൻ്റെ സമീപ പ്രദേശത്ത് തന്നെ കാവിൽ ചാത്തോത്ത് എന്നൊരു തറവാടുണ്ടായിരുന്നത്രേ. അവിടെ ആൺതുണയൊന്നുമില്ലാത്ത ഒരു അമ്മയും മകളും മാത്രമായിരുന്നു താമസം. ആ മകളുടെ പേരാണ് കുഞ്ഞിക്കുങ്കി എന്നത്, അഥവാ
തച്ചോളി ഉദയനൻ്റെ ജീവിതത്തിലെ നായിക എന്ന് പറയാം. സുന്ദരിയായിരുന്ന കുഞ്ഞിക്കുങ്കിയെ കല്യാണം ആലോചിച്ച് പലരും എത്തിയെങ്കിലും അവയൊക്കെ തന്നെയും നിരസിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതോടെ അവളെ ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ തന്നെയും അവളോട് വിരോധം സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെ ആ പെൺകുട്ടിയുടെ മുഖം നോക്കാതെയുള്ള നിരസിക്കൽ നടപടി വർദ്ധിച്ചതോടെ അവരുടെ അമ്മ തന്നെ നമുക്ക് ആരുമില്ലെന്നും അത് നീ ശ്രദ്ധിക്കണമെന്നും ധിക്കാരിപ്പെണ്ണ് എന്ന പേര് ആളുകൾ ചാർത്തിയിട്ടുണ്ട് എന്നും കുഞ്ഞിക്കുങ്കിയെ അറിയിച്ചു. അങ്ങനെ ഇവരുടെ സംസാരം നീണ്ടുപോവുകയും അതൊരു വഴക്കിലേക്ക് പരിണമിക്കുകയും ചെയ്തു. ആ സമയത്താണ് കുഞ്ഞിക്കുങ്കി സത്യം വെളിപ്പെടുത്തുന്നത്. തച്ചോളി മാണിക്കോത്ത് ഒതേനക്കുറുപ്പല്ലാതെ വേറെ ആരും എനിക്ക് പുടവ തരേണ്ടതില്ല. ഇതെൻ്റെ ശബദം എന്ന വാക്കുകളിൽ ആ അമ്മ അമ്പരന്നു. അതോടെ ചാത്തോത്തമ്മ പിറ്റേ ദിവസം കോമപ്പക്കുറുപ്പിനോട് കാര്യങ്ങൾ സംസാരിക്കാനായി മാണിക്കോത്തേക്ക് പോവുകയാണ്. ജ്യേഷ്ഠനെ ഒരിക്കലും ധിക്കരിക്കാത്ത അനിയനാണ് ഉദയനനെന്ന് കഴിഞ്ഞ ഭാഗങ്ങളിൽ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ടല്ലോ. ഉദയനൻ ആ സമയം അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ കോമപ്പക്കുറുപ്പിന് മുന്നിൽ തീരുമാനം വന്നെങ്കിലും ആലോചിക്കാമെന്നോ പെണ്ണ് കാണാമെന്നോ പോലും പറയാതെ ഉദയനൻ്റെ മനസ്സറിയാതെ ഒന്നും ചെയ്യാനാവില്ല എന്ന മറുപടിയാണ് ചാത്തോത്തമ്മയ്ക്ക് അന്ന് ലഭിക്കുകയുണ്ടായത്. കാരണവർ തീരുമാനമെടുക്കാതെ വിട്ടുകളയുന്ന ഒരു സന്ദർഭം ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചാത്തോത്തമ്മയ്ക്ക് ഇതൊരു അപമാനമൊക്കെ ആയാണ് തോന്നിയത്. ഏതായാലും ചാത്തോത്തമ്മയുടെ മാണിക്കോത്ത വരവിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ വിരോധികൾ കല്യാണം മുടക്കാൻ സ്വാഭാവികമായും നടപടികളും എടുത്തു. പലരും തച്ചോളി ഉദയനനിൽ കുഞ്ഞിക്കുങ്കിയെപ്പറ്റി മോശം അഭിപ്രായങ്ങൾ സൃഷ്ടിക്കാൻ ആരംഭിച്ചു. ആ കാലത്ത് കുഞ്ഞിക്കുങ്കിയെ മോഹിച്ച് കല്യാണമൊക്കെ ആലോചിച്ച് ചെന്നവർ തന്നെയായിരുന്നു ഇതിനൊക്കെ പുറകിലും. ഏതായാലും പലരും ഒരേ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് തന്നെ ഉദയനനും ഈ ഒരു ബന്ധത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല. മറ്റൊരു ദിവസം ഉദയനനുള്ള സമയത്ത് തന്നെ തറവാട്ടിലെത്തിയ ചാത്തോത്തമ്മയ്ക്ക് താല്പര്യമില്ല എന്ന മറുപടിയും ദൂഷ്യവശങ്ങളുടെ ഒരു നീണ്ട നിരയുമൊക്കെയാണ് മറുപടിയായി ലഭിച്ചത്. കല്യാണ ആലോചനയ്ക്ക് പോയപ്പോൾ ഇത്രയും വലിയൊരു അപമാനം ഏൽക്കേണ്ടി വന്ന ചാത്തോത്തമ്മയ്ക്ക് അതോടെ വാശി കയറുകയാണ്. എൻ്റെ മകളെ ഉദയനന് നൽകില്ല എന്ന ശബ്ദം അതോടുകൂടി അവരും എടുക്കുകയാണ്. വടക്കൻ പാട്ടുകളിൽ എവിടെയും മികച്ചു നിൽക്കുന്ന തച്ചോളി ഉദയനൻ പലരുടെയും തെറ്റായ ഉപദേശങ്ങൾ എങ്ങനെ മനസ്സിലാക്കാതിരുന്നു എന്നത് രസകരമായ ഒരു ചോദ്യമാണ്. കഥയുടെ ഭാഗമെന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഇരു കൂട്ടരും തമ്മിൽ വലിയൊരു അകൽച്ച തന്നെ അതോടുകൂടി സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ തൻ്റെ മകൾക്ക് കുലത്തിൽ പിറന്ന ഒരുത്തനെയും കിട്ടിയില്ലെങ്കിലും ഉദയനന് കണി കാണിക്കുകയില്ല എന്ന് അമ്മയുടെ വാശിയും ആര് വന്നാലും ഉദയനക്കുറുപ്പിനെയല്ലാതെ വേറെ ആരെയും സ്വീകരിക്കുകയില്ല എന്ന് കുഞ്ഞിക്കുങ്കിയും ശപഥമെടുത്തു. അങ്ങനെ ഇരിക്കെയാണ് കുറച്ചു കാലങ്ങൾക്കൊക്കെ അപ്പുറം തച്ചോളി ഉദയനൻ പതിവ് പോലെ ലോകനാർകാവിൽ കുളിച്ചു തൊഴാൻ പോകുന്നത്. അങ്ങനെ അവിടെയുള്ള വലിയ ചിറയുടെ ഒരു വശത്ത് അദ്ദേഹം നിൽക്കുന്ന സമയത്ത് കാഴ്ചയിൽ സുന്ദരിയായ ഒരു യുവതി ആ മേഖലയിൽ കുളിക്കാനായി എത്തി. അവരുടെ നീണ്ട കറുത്ത കണ്ണുകളിൽ ആകൃഷ്ടനായ തച്ചോളി ഉദയനൻ അവളെ തന്നെ നോക്കുകയും അടുത്തു നിൽക്കുന്ന ഒരാളോട് ഇതാരാ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോഴാണ് തന്നെ മനസ്സാവരിച്ചിരിക്കുന്ന കുഞ്ചിക്കുങ്കിയാണ് തനിക്ക് മുന്നിലുള്ളത് എന്ന് ഉദയനന് മനസ്സിലാവുന്നത്. താൻ ആക്ഷേപപൂർവ്വം നിരസിച്ച കുഞ്ഞിക്കുങ്കിയെ ഓർത്ത് തച്ചോളി ഉദയനൻ വ്യസനിച്ചു. ഉടനെ അടുത്തിരുന്ന അയാളോട് അവരിൽ നിന്നും കുറച്ച് താളി തരാൻ ആവശ്യപ്പെടൂ എന്ന് ഉദയനൻ അറിയിച്ചു. അങ്ങനെ അയാൾ കുളിക്കടവിലേക്ക് ഇറങ്ങി ചെല്ലുകയും ഉദയനൻ താളിക്ക് ആവശ്യപ്പെടുന്ന വിവരം അറിയിക്കുകയും ചെയ്തു. ഉദയനൻ എന്ന പേര് കേട്ട കുഞ്ഞിക്കുങ്കിയും ആദ്യമൊന്ന് ഞെട്ടുകയുണ്ടായി. എന്നാൽ അവൾ തിരിച്ചു ചോദിച്ചത് ഏത് ഉദയനൻ എന്ന നിലയിലാണ്. മറുപടിയും വന്നു, തച്ചോളി ഉദയനൻ തന്നെ. അത് കേട്ട കുഞ്ഞിക്കുങ്കി രൂക്ഷഭാവത്തിൽ തിരിഞ്ഞൊന്ന് തച്ചോളി ഉദയനനെ നോക്കുകയുണ്ടായി. മുമ്പും പിമ്പും ആലോചിക്കാതെ കണ്ടവരോടെല്ലാം കൽപ്പിച്ചാൽ അത് കേൾക്കാൻ ആളുണ്ടാവില്ല എന്ന് ഉറക്കെ മറുപടിയും നൽകി. അതോടെ മാനം കെട്ട ഉദയനൻ തിരിച്ച് മാണിക്കോത്തേക്ക് പോവുകയും ചാപ്പനെ കണ്ടെത്തി താൻ നേരിട്ടിരിക്കുന്ന ദുരന്ത അവസ്ഥയെ അറിയിക്കുകയും ഈ ഒരു പ്രശ്നം പരിഹരിക്കാനും കുഞ്ഞിക്കുങ്കിയെ സ്വന്തമാക്കാനും ആവശ്യമായ തന്ത്രങ്ങൾ ആലോചിക്കാനും ആരംഭിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കപ്പുറം ദേഹം മുഴുവൻ ഇടിയേറ്റ് പരിക്കു പറ്റിയ നിലയിൽ ചാപ്പൻ ചാത്തോത്ത് തറവാട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഉദയനൻ്റെ കാര്യസ്ഥനായ ചാപ്പനെ ഒരൽപ്പം സംശയത്തോടെ തന്നെ ചാത്തോത്തമ്മ നോക്കി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ വേദനയോടെ ചാത്തോത്ത് വീട്ടിലേക്ക് ചാപ്പൻ കടന്നു ചെല്ലുകയും അവിടെ ഇരുന്ന് എത്ര പണിയെടുത്താലും തല്ല് തന്നെ കൂലി എന്ന് പറയുകയും ചെയ്തു. ഉദയനൻ്റെ വിശ്വസ്തൻ്റെ കഷ്ടപ്പാട് കണ്ട ചാത്തോത്തമ്മ
സന്തോഷത്തോടെ ചാപ്പനോട് ഒതേനനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള സംസാരം നടത്തുകയുണ്ടായി. അങ്ങനെ ഈ സംസാരം നീണ്ടുപോവുകയും ഒടുവിൽ ഒതേനൻ്റെ കീഴിലുള്ള ജോലി ഞാൻ നിർത്തുകയാണെന്ന ഭാവം അവിടെ വരികയാണ്. ചാത്തോത്തമ്മയ്ക്ക് അതോടെ ചാപ്പനെ ബഹുവിശ്വാസവുമായി. ചാത്തോത്തമ്മ ചാപ്പനോട് എന്നാൽ നീ ഇവിടെ കൂടിക്കോ എന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ എടുപിടിയിൽ കളം മാറ്റിയാൽ ജീവൻ പോലും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ ചാപ്പൻ ഞാൻ പതിയെ ഇവിടേക്ക് വരാമെന്നും അതുവരെ തച്ചോളിയിൽ നിന്നും ഒരാളെ ഇവിടേക്ക് ഏർപ്പാടാക്കാമെന്നും അറിയുന്ന ഒരാളുണ്ടെന്നും ആളൊരു പൊട്ടനാണെന്നും അറിയിച്ചു. എങ്കിലും വീടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവൻ നോക്കിക്കൊള്ളും എന്ന ചാപ്പൻ്റെ ഉറപ്പിൽ ചാത്തോത്തമ്മ അത് സമ്മതിച്ചു. അങ്ങനെ വീട്ടിലെ ജോലികൾ നോക്കാൻ ഒരാൾ തരപ്പെട്ടതിൽ ആ അമ്മ സന്തോഷിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ചാപ്പൻ ആ തച്ചോളി പൊട്ടനുമായി എത്തി. മുഴുവൻ താടിയൊക്കെയായി മീശയൊക്കെ വളർന്ന് മുഷിച്ചു കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെ ഇട്ട ഒരാളായിരുന്നു അത്. അങ്ങനെ ഇരുവരും എത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ച് തച്ചോളിപ്പൊട്ടൻ ജോലികളും മറ്റും എടുക്കാനായി നിയോഗിക്കപ്പെടുകയാണ്. രാത്രിയിൽ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചാപ്പൻ പെട്ടെന്ന് പൊട്ടന് ഇരുട്ട് പേടിയാണെന്നും അതുകൊണ്ട് അകത്ത് ഇടനാഴിയിലെങ്ങാനും കിടക്കാനുള്ള ഒരു അവസരം നൽകണമെന്നും അറിയിച്ചു. അത് ചാത്തോത്തമ്മ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ തച്ചോളിപ്പൊട്ടൻ അവിടെ കിടന്നു. രാവിലെ പോവാനുള്ള ചാപ്പൻ പുറത്തും ഉറക്കമായി. പാതിരാത്രിയൊക്കെ കഴിയുകയാണ്. ചന്ദ്രപ്രകാശം മാത്രം തിളങ്ങി നിന്നിരുന്ന സമയത്ത് കുഞ്ഞിക്കുങ്കിയുടെ വാതിൽ പതിയെ പതിയെ തുറക്കുകയുണ്ടായി. ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന കുഞ്ഞിക്കുങ്കി കാണുന്നത് തച്ചോളി ഒതേനനെയാണ്. നേരത്തെ തന്നെ വന്നിരിക്കുന്നതും തച്ചോളി ഒതേനൻ തന്നെയാണ് എന്ന് കുഞ്ഞിക്കുങ്കി മനസ്സിലാക്കിയിരുന്നതായും വടക്കൻ പാട്ടുകളിൽ പറയുന്നുണ്ട്. ഒതേനൻ അവളുടെ അടുത്തിരുന്നപ്പോൾ അക്രമം എന്ന നിലയിലാണ് അവൾ പ്രതികരിച്ചത്. എന്നാൽ ഒതേനൻ ഉടനെ മാപ്പ് ചോദിക്കുകയുണ്ടായി. നടന്ന സംഭവങ്ങൾ താൻ പോലും വിചാരിക്കാത്ത ഗതിയിലായിപ്പോയെന്നും ഇത്തരമൊരു കപടവേഷം കെട്ടിയില്ലായിരുന്നെങ്കിൽ നിന്റെ അടുത്തേക്ക് എത്താനാവില്ലായിരുന്നു എന്നും ഒതേനൻ പറഞ്ഞു വെച്ചു. ഏതായാലും ഒതേനൻ അന്ന് തന്നെ കുഞ്ഞിക്കുങ്കിയെ ഗാന്ധർവമായി വിവാഹം കഴിച്ചു. ഈ സമയം ചില ശബ്ദങ്ങൾ കേട്ട് ഉണർന്ന ചാത്തോത്തമ്മ വിളക്കുമായി തച്ചോളിപ്പൊട്ടനെ തേടിയെത്തി. അമ്മയുടെ സംശയം ശരിയായിരുന്നു. അവിടെ കീറിപ്പറഞ്ഞ വേഷവും താടിയുമല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. കോപത്തോടെ കുഞ്ഞിക്കുങ്കിയുടെ വാതിലിൽ തട്ടിയ ചാത്തോത്തമ്മ ആരടാ എന്ന ചോദ്യം ഉയർത്തി. ശാന്തമായ സ്വരത്തിൽ തച്ചോളി ഒതേനനാണ് എന്ന മറുപടിയും വന്നു. എല്ലാം നശിച്ചല്ലോ എന്ന നിലവിളിയോടെ ചാപ്പനടുത്തേക്ക് ആ അമ്മ ചെന്നപ്പോൾ അവിടെ ചാപ്പനും ഉണ്ടായിരുന്നില്ലത്രേ. ഏതായാലും ശബ്ദത്തിൽ അമ്മ പരാജയപ്പെടുകയും പിറ്റേന്ന് ഒതേനനും കുഞ്ഞിക്കുങ്കിയും തമ്മിലുള്ള വിവാഹം ഗംഭീരപൂർവ്വം നടക്കുകയുണ്ടായി. തച്ചോളി ഒതേനനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹം വടക്കൻ പാട്ടുകളിൽ ഇതാണെന്ന് കാണാം. ചിലയിടങ്ങളിൽ ഈ പേര് തന്നെ ചാത്തോത്ത് ചീരു എന്ന നിലയിലൊക്കെയാണ്. ഒതേനൻ്റെ ജീവിതകാലത്ത് വേറെയും വിവാഹങ്ങൾ ഉണ്ടായതായി കാണാവുന്നതാണ്. വടക്കൻ പാട്ടുകളിൽ തൻ്റെ ജീവൻ രക്ഷിച്ച വൈദ്യൻ്റെ മകളായ കുഞ്ഞിമാധുവിനെ വിവാഹം കഴിച്ചതായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറെയും ബന്ധങ്ങളെ പറ്റിയും നമുക്ക് കാണാവുന്നതാണ്. ഓടത്തിൽ ചീരു, മാടായിലെ കുഞ്ഞിപ്പാറു തുടങ്ങി പല കഥകൾ കൂടി തച്ചോളി ഒതേനനുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ടെത്താം. ഏതായാലും തച്ചോളി ഒതേനൻ്റെ ജീവിത കഥയുമായി ബന്ധപ്പെട്ട് ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന ഭാഗം കുഞ്ഞിക്കുങ്കിയുടെ ജീവിതമാണെന്ന് കാണാം. മലബാറിൻ്റെ ചരിത്ര വഴികളിലെ വീരനായകരെ പാടിപ്പുകഴ്ത്തുന്ന വടക്കൻ പാട്ടുകളിൽ തച്ചോളി ഒതേനൻ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ കാല സന്ദർഭങ്ങളും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്രകാരം ചരിത്രം പരിശോധിച്ചാൽ തച്ചോളി ഒതേനൻ്റെ ജീവിതകാലം എന്നത് 1580കളാണെന്ന് മനസ്സിലാക്കാം. ചരിത്രപരമായി നോക്കിയാൽ ഈ കാലം എന്നത് പൊതുവെ കേരളത്തിൽ കലുഷിതമായ ഒരു കാലം കൂടിയാണ്. പോർച്ചുഗീസുകാരും സാമൂതിരിയും പോരടിക്കുന്ന, സാമൂതിരിക്കായി കടലാക്രമണങ്ങളിൽ കുഞ്ഞാലിമരയ്ക്കാർ നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരു കാലം. കുഞ്ഞാലിമരയ്ക്കാരുടെ പ്രദേശങ്ങളും തച്ചോളി ഒതേനൻ്റെ പ്രദേശങ്ങളുമായി വലിയ ദൂരവ്യത്യാസങ്ങളില്ലെന്നിരിക്കെ അവർ പരസ്പരം കണ്ടുമുട്ടിക്കാണില്ലേ, അവർ തമ്മിൽ അറിയുന്നവരായിരിക്കില്ലേ തുടങ്ങി പല ചരിത്ര ചോദ്യങ്ങളും സൃഷ്ടിക്കപ്പെടും. അത് അവിടെ നിൽക്കട്ടെ. വടക്കൻ പാട്ടുകളിൽ ഏതായാലും കുഞ്ഞാലിമരയ്ക്കാരും തച്ചോളി ഒതേനനും നേർക്കുനേർ വരുന്ന ഒരു കഥയുണ്ടെന്ന് കാണാവുന്നതാണ്. അതുകൂടി പരിശോധിക്കാം. മേപ്പയിൽ ദേശത്തിന് അടുത്തായി തന്നെ ആ കാലത്ത് ഒരു മാമാല വീട് എന്നൊരു തറവാടുണ്ടായിരുന്നു. ആ തറവാട്ടിലെ കാരണവരുടെ മരുമകളായിരുന്നു ഉമ്മമ്മ എന്നുപേരായ പെൺകുട്ടി. ഉമ്മമ്മയുടെ രക്ഷിതാക്കളൊക്കെ ചെറുപ്പത്തിലെ തന്നെ മരിച്ചു പോയിരുന്നതിനാൽ അവളുടെ കാരണവർ തന്നെയാണ് അവളെ നോക്കി വളർത്തിയിരുന്നത്. അവളുടെ ചെറുപ്പകാലത്ത് തന്നെ മതിലൂർ ഗുരുക്കളുടെ അടുത്തേക്ക് അവൾ പഠനത്തിനായി പോയത്രേ. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു.
പ്രായമായപ്പോഴും അവൾ പഠനം തുടർന്നു. അവളുടെ ഇഷ്ടത്തിന് എതിര് പറയാതിരുന്ന കാരണവർ അതിന് സമ്മതവും നൽകിയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉമ്മമ്മ എഴുത്തുപള്ളിയിലേക്ക് പോകുമ്പോൾ കുഞ്ഞാലി മരക്കാരുടെ കോട്ട വഴിയിലെത്തി. കുഞ്ഞാലി മരക്കാർ എന്നത് മരിച്ചുപോയിട്ടുള്ള മതിലൂർ ഗുരുക്കളുടെ പ്രധാനപ്പെട്ടൊരു മുഹമ്മദീയ ശിഷ്യനും ഒതേനൻ്റെ സഹപാഠിയുമായിട്ടൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഏതായാലും ഉമ്മമ്മ ആ വഴി പോകുമ്പോഴൊക്കെ തന്നെയും തൻ്റെ മാളികയിലിരുന്ന് മരക്കാർ നോക്കാറുണ്ടായിരുന്നത്രേ. അങ്ങനെ ഒരു ദിവസം ഉമ്മമ്മ പോകുന്ന വഴിയിലേക്ക് മരക്കാർ പറഞ്ഞയച്ച ഒരാൾ കടന്നെത്തുകയും നിങ്ങൾ ഈ കോട്ടയിൽ കയറണമെന്നും ഒരു ഇളനീരൊക്കെ കുടിച്ചു പോവാം എന്നുമുള്ള ക്ഷണം മരക്കാർ നൽകിയിട്ടുണ്ട് എന്നും അറിയിക്കുന്നു. യുവത്വത്തിൻ്റെ എടുത്തുചാട്ടവും ശക്തിയുടെ അഹങ്കാരവുമൊക്കെ കുഞ്ഞാലിയിൽ ഉണ്ടായിരുന്നതായും പറയുന്നു. എന്നാൽ ഉമ്മമ്മ എനിക്ക് സമയമില്ലെന്ന് അറിയിച്ചേക്ക് എന്ന മറുപടിയാണ് നൽകിയത്. ഇതേ സമയം തന്നെ അവിടേക്ക് കടന്നെത്തിയ കുഞ്ഞാലി മരക്കാർ തന്നെ എൻ്റെ വാക്ക് എന്തേ നീ കണക്കാക്കാതെ ഇരിക്കുന്നു എന്നും കോട്ടയുടെ പണി കണ്ടു പോവാമെന്നും നിലപാടെടുക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വാക്ക് കേട്ട് ഞെട്ടിപ്പോയ ഉമ്മമ്മ പതിയെ ധൈര്യമൊക്കെ സംഭരിച്ച് ഇന്ന് തിരക്കുണ്ടെന്നും കളരിയിൽ അതിവേഗം എത്തേണ്ടതുണ്ടെന്നും അറിയിച്ചു. അങ്ങനെയെങ്കിൽ മടങ്ങി വരുമ്പോൾ കയറണമെന്ന നിലപാടിലായി കുഞ്ഞാലി. അങ്ങനെ ആവട്ടെ എന്ന നിലയിൽ ഉമ്മമ്മ കടന്നു പോവുകയും ചെയ്തു. കൈ രണ്ടും പെൺചേനത്തണ്ടുപോലെ, തത്തമ്മച്ചുണ്ടും പളുങ്കുവല്ലും തുടങ്ങി കുഞ്ഞാലി മരക്കാരുടെ സൗന്ദര്യവർണ്ണനകളുടെ മാതൃകകളായി വടക്കൻ പാട്ടുകൾ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ പാട്ടും പാടി മരക്കാർ ഉമ്മമ്മയെ കാത്തിരിക്കുകയാണ്. വൈകുന്നേരമായപ്പോൾ ഉമ്മമ്മ ദൂരെ നിന്ന് മടങ്ങി വരുന്നത് അയാൾ കാണുകയാണ്. എന്നാൽ അവളുടെ കൂടെ അന്നത്തെ മതിലൂർ ഗുരുക്കളുമുണ്ടായിരുന്നു. ഇത് കണ്ട് മരക്കാർക്ക് കോപവും നിരാശയുമാണ് കടന്നെത്തുന്നത്. തൻ്റെ ഗുരുനാഥൻ്റെ പിൻഗാമി തനിക്ക് നേർക്ക് വരുന്നത് അംഗീകരിക്കാൻ കുഞ്ഞാലിക്ക് ആയില്ല. അതോടെ തൻ്റെ ശങ്കരൻകുട്ടി എന്ന ആനയെ തുറന്നുവിട്ട് അവരുടെ വഴി തന്നെ തടയാൻ കുഞ്ഞാലി ആവശ്യപ്പെട്ടു. എന്നാൽ ഗുരുനാഥനും ശിഷ്യയും ഒരു ഭാവവ്യത്യാസങ്ങളുമില്ലാതെ ആ വഴി കടന്നു വന്നു. ആനയുടെ മുമ്പിലേക്ക് കയറി നിന്നു. വഴിമാറാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പാപ്പാനും ആനയും വഴിമാറുകയും തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ അവർ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഉമ്മമ്മ കളരിയിലേക്ക് കുറച്ചുകാലം വരേണ്ടതില്ലെന്നും ഗുരുക്കൾ പറയുകയുണ്ടായി. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ തൻ്റെ വീട്ടിൽ വെച്ച് മരക്കാരുടെ ശബ്ദം തന്നെ അവൾ കേൾക്കുകയാണ്. ആ സമയം കാരണവർ വീട്ടിലുണ്ടായിരുന്നില്ലത്രേ. പകരം അമ്മായിയുമായാണ് മരക്കാരുടെ വില പറയൽ നടക്കുന്നത്. ഇത് കേട്ട് ഭയന്ന ആ പെൺകുട്ടി അവിടെ നിന്നും ഇറങ്ങി ഓടിയത്രേ. മാണിക്കത്തെ പടിക്കിലെത്തി അവൾ സഹായം അഭ്യർത്ഥിച്ചു. വിവരമൊരു ദാസിയിലൂടെ കുഞ്ഞിക്കുങ്കിയിലേക്ക് എത്തിയപ്പോൾ അവൾ ഉടനെ അവിടെ എത്തുകയും ആ പെൺകുട്ടിക്ക് അഭയം നൽകുകയും ചെയ്തു. ഈ സമയം ആ പെൺകുട്ടിക്കായി തേടലുകൾ നടക്കുമല്ലോ. പിറ്റേന്ന് മരക്കാർ ഒതേനൻ്റെ വീട്ടിൽ പെൺകുട്ടി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് എത്തുകയുണ്ടായി. പരസ്പര പരിചയപ്പെടുത്തലുകളിൽ പഴയ സൗഹൃദത്തിൻ്റെ ഭാഷ അവിടെ രൂപം കൊള്ളുകയുണ്ടായി. ഇപ്പോൾ വന്നിരിക്കുന്നതും പഴയ സൗഹൃദം പുതുക്കാനാണോ എന്ന ചോദ്യത്തിന് അതേന്നും അല്ലെന്നും പറയാമെന്ന മറുപടിയാണ് മരക്കാർ നൽകിയത്. ഒതേനൻ ഗൗരവത്തോടെ തന്നെ കാര്യം പറയൂ എന്ന മട്ടിലായി. കാര്യം തുറന്നു പറയാമെന്നറിയിച്ച മരക്കാർ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെയെങ്കിൽ നീ പുടവ കൊടുത്ത് എല്ലാ മഹിമയോടും തന്നെ നാട്ടുനടപ്പോടും തന്നെ കല്യാണം കഴിച്ച് സ്വന്തമാക്കൂ എന്ന് ഒതേനൻ അറിയിക്കുകയുണ്ടായി. അത് സമ്മതമെന്നറിയിച്ച മരക്കാർ സന്തോഷത്തോടെ തന്നെ അവിടെ നിന്ന് മടങ്ങുകയുണ്ടായി. അങ്ങനെ നിശ്ചിത ദിവസം വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ തന്നെ മരക്കാർ പെണ്ണിന് വസ്ത്രദാനം കഴിച്ചു. മരക്കാർക്ക് വലിയ സന്തോഷമായി. കടത്തനാട്ട് തമ്പുരാൻ വിളിച്ചതിനെ തുടർന്ന് ആ ദിവസം അവിടെ തച്ചോളി ഒതേനൻ ഉണ്ടായിരുന്നില്ലത്രേ. ഏതായാലും വസ്ത്രദാനമൊക്കെ കഴിഞ്ഞ് ഇവർ കിടപ്പറയിലെത്തി. എന്നാൽ ഇവിടെ സകല കാര്യങ്ങളും തെറ്റുകയുണ്ടായി. പെൺകുട്ടിയുടെ കൈകൾ പിടിക്കാനോങ്ങിയ മരക്കാർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ അടിതെറ്റി. അടിയേറ്റ് കുഞ്ഞാലി മരക്കാർ നിലത്ത് മറിഞ്ഞു വീണിരിക്കുന്നു. ഒരാൾ അയാളുടെ മാറിൽ കയറിയിരിക്കുന്നു. ഒരു സ്ത്രീയെ അന്യായമായി കൊതിക്കാൻ പാടില്ലെന്ന സംസാരവും തച്ചോളിയോദേനൻ്റെ കരുത്തിൻ പ്രകടനവുമാണ് അവിടെ ഉണ്ടായത്. നീ തറവാട്ടിൽ വന്നപ്പോഴേ ആട്ടി പുറത്താക്കാൻ തോന്നിയെന്നും സൗഹൃദം വെച്ചാണ് നിന്നെ രണ്ട് ന്യായം പഠിപ്പിക്കാമെന്നോർത്ത് വെറുതെ വിട്ടതെന്നും ഒതേനൻ പറയുകയുണ്ടായി. നിന്നെ ഞാൻ കൊല്ലുന്നില്ലെന്നും ഇനി മുതൽ ഇതുപോലൊരു നടപടി ഉണ്ടാവരുതെന്നും തച്ചോളിയോദേനൻ പറയുകയുണ്ടായി. ഉയ്യോ സമ്മതിച്ചേ എന്ന നിലയിൽ മരക്കാർ അത് അംഗീകരിക്കുകയും ചെയ്തു. ഒതേനനെ ബഹുമാനിക്കുന്ന, കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളായി കൂടി മരക്കാരെ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സത്യം ചെയ്ത് മരക്കാർ ആ പ്രശ്നം തന്നെ അവസാനിപ്പിച്ചു. ഈ നടന്ന സംഭവങ്ങൾ ആരും അറിയാതെ നോക്കണമെന്നും മരക്കാർ പറയുകയുണ്ടായി.
വടക്കൻ പാട്ടുകളിൽ കുഞ്ഞാലി മരക്കാരുമായി ബന്ധപ്പെടുത്തുന്ന കഥ ഇതാണ്. ഇനി മലബാറിലെ കടൽ കൊള്ളക്കാർ എന്ന് പോർച്ചുഗീസ് വിളിച്ചിരുന്ന കുഞ്ഞാലിമാർ 1524 മുതൽ 1600 വരെയുള്ള കാലഘട്ടത്തിലാണല്ലോ ഉണ്ടായിരുന്നത്. അതിവേഗം വന്ന് ആക്രമണം നടത്തിപ്പോകുന്ന, കൃത്യമായി താവളങ്ങളില്ലാത്ത കുഞ്ഞാലിമാരുടെ നാവിക യുദ്ധങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഒരു കാലത്ത് കുഞ്ഞാലി മരക്കാർ സേവിച്ച സാമൂതിരി പോർച്ചുഗീസിനൊപ്പം അതേ മരക്കാർക്കെതിരെ തിരിയുകയും കോട്ട പിടിച്ചെടുത്ത് ആ വിഭാഗം തന്നെ ഇല്ലാതാക്കിയതും ചരിത്രത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നു. ഒതേനൻ്റെ കഥ എന്നത് കൂടുതലും വടക്കൻ പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണല്ലോ. എല്ലാ അഭ്യാസങ്ങളും പഠിച്ച, എവിടെയും വിജയിക്കുന്ന, മനക്കരുത്ത് അത്രമാത്രമുള്ള, മറ്റൊന്നിനെയും ഭയക്കാത്ത ഒരു മനുഷ്യനായി തച്ചോളി ഒതേനനും നിലനിൽക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിൽ ഇരുവരും നിലനിന്നിട്ടുണ്ടെങ്കിൽ പോലും ഇരുവരും തമ്മിൽ അടുത്ത് ബന്ധപ്പെട്ടതായ ചരിത്ര വിവരങ്ങളൊന്നും തന്നെ കാണാനാവില്ല, വടക്കൻ പാട്ടുകളിൽ ഈ പറയുന്ന ഒരു കഥയൊഴിച്ച്. ഏതായാലും ആ ഒരു കാലഘട്ടത്തിൻ്റെ ചിഹ്നങ്ങളായിരുന്ന ഇവർ ചരിത്ര മാറ്റങ്ങളുടെ വഴിയിലാണ് ഇല്ലാതായത് എന്നുകൂടി പറയേണ്ടതുണ്ട്. കടലിൽ അത്ഭുതങ്ങൾ കാണിച്ച, നിമിഷം നേരം കൊണ്ട് പ്രദേശങ്ങൾ മാറിയിരുന്ന കുഞ്ഞാലി മരക്കാർ ഒരു കോട്ട കെട്ടി ഒരു പ്രദേശത്ത് തന്നെ നിലനിന്നപ്പോൾ അതിവേഗം നാശം കടന്നെത്തി. ഏതൊരു അഭ്യാസിയെയും അടിച്ചു വീഴ്ത്താൻ കഴിവുള്ള തച്ചോളി ഒതേനനെ ആധുനീകരണത്തിൻ്റെ ഭാഗമായി വന്നെത്തിയ തോക്കിനാൽ ഇല്ലാതാക്കി എന്നതും ചരിത്രത്തിൻ്റെ ഭാഗമായി പറയേണ്ട കാര്യങ്ങൾ തന്നെ. ഏതായാലും വടക്കൻ പാട്ടിലെ തച്ചോളി ഒതേനനിലേക്ക് തന്നെ വരാം. കടത്തനാട്ടിൻ്റെ കരുത്തിൻ പ്രതീകമായി തച്ചോളി ഒതേനൻ അങ്ങനെ വിലസുന്ന കാലമാണ്. ഏതംഗത്തിലും തച്ചോളി ഒതേനൻ അനായാസം ജയിക്കുന്ന കാലം. ആ കാലത്ത് വയനാട്ടിലെ പ്രസിദ്ധനായ പടനായകനായിരുന്നത്രേ പുന്നോറാൻ കേളപ്പൻ എന്നത്. ഇദ്ദേഹം ചെറുപ്പകാലത്ത് കടത്തനാട്ട് വന്ന് മതിലൂർ ഗുരുക്കളുടെ കീഴിൽ അഭ്യാസമൊക്കെ പഠിച്ചിരുന്നെങ്കിലും പുറം ദേശത്ത് നിന്ന് വന്നു എന്ന നിലയിൽ രാജാവ് തിരിച്ചു പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. എങ്കിലും പിന്നീട് കേളികേട്ട ഒരു യോദ്ധാവായി ഇദ്ദേഹം മാറുകയുണ്ടായി. അതോടെ ആ നാട്ടിലെ നാടുവാഴികൾ ഇയാളെ ആദരിച്ചു. പല ദേശങ്ങളിൽ നിന്ന് പണിക്കാരെയൊക്കെ കൊണ്ടുവന്ന് വയനാടൻ കാടുകളിൽ വലിയ തോതിൽ കൃഷി നടത്തിയ ഇയാൾ അതിവേഗം ധനികനാവുകയും സൈനിക ശക്തി ഉള്ളതുകൊണ്ട് തന്നെ ആ നാട്ടിലെ ഏറ്റവും ശക്തനുമൊക്കെയായി മാറുകയാണ്. അങ്ങനെ അയാൾ അവിടെ ഒരു വലിയ കോട്ട പണിയുകയുണ്ടായി. അനുവാദമില്ലാതെ ആർക്കും കയറാനാവാത്ത ഒരു വമ്പൻ കോട്ട. ഈ കോട്ടയുടെ കേളി കടത്തനാട്ടേക്കും വന്നെത്തി. കടത്തനാട്ടെ പടനായകനായ തച്ചോളി ഒതേനന് ആ കോട്ട കാണാൻ അതിയായ ആഗ്രഹമുദിച്ചു. എന്നാൽ അന്യദേശത്തെ നായകനെ ഒരിക്കലും കോട്ടയിലേക്ക് പ്രവേശിപ്പിക്കുകയില്ലല്ലോ. എന്നാൽ തച്ചോളി ഒതേനൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറച്ചിരുന്നു. പുന്നോറാൻ കേളപ്പൻ വയനാട് മേഖലയിലെ അതിശക്തനായി മാറിയ കാലം. നാട്ടുകാരൊക്കെയും അയാളെ ഭയപ്പാടോടെ മാത്രമാണ് നോക്കിയിരുന്നത്. തൻ്റെ മേധാവിത്വം പ്രകടിപ്പിക്കാനാണ് അയാൾ കോട്ട കെട്ടുന്നത്. അന്യന്മാർക്ക് പ്രവേശനമില്ലാത്ത വിധം വളരെ ഉറപ്പിൽ കരിങ്കല്ല് കൊണ്ട് സൃഷ്ടിച്ച പുറംമതിലും 4 ഭാഗത്തായി വാതിലുകളും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ കാവൽക്കാരുമുണ്ടായിരുന്ന ഒരു കോട്ട. കോട്ട മതിലുകളിലെങ്ങും കുപ്പിക്കഷ്ണങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. കേളപ്പൻ്റെ പണിക്കാരെല്ലാം തന്നെ കോട്ടയുടെ സമീപത്തായി വീടുകൾ വെച്ച് ജീവിച്ചിരുന്നു. കേളപ്പൻ്റെ പ്രധാന കൃഷി കാപ്പിയായിരുന്നു എന്നും പറയുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ആർക്കും തന്നെ കോട്ടയിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ഈയൊരു കോട്ട കാണണമെന്ന് അതിയായി ആഗ്രഹം തോന്നിയ തച്ചോളി ഒതേനൻ ജ്യേഷ്ഠൻ്റെ അടുത്തെത്തി യാത്ര തിരിക്കാൻ അനുവാദം ചോദിക്കുകയുണ്ടായി. എന്നാൽ ജ്യേഷ്ഠൻ അനുകൂലമായല്ല ആദ്യം പ്രതികരിച്ചത്. എന്നാൽ അതിയായ ആഗ്രഹമറിയിച്ച ഒതേനന് ജ്യേഷ്ഠനൊടുവിൽ മനസ്സില്ലാ മനസ്സോടെ അനുവാദം നൽകുകയുണ്ടായി. അതോടെ തച്ചോളി ഒതേനനും ചാപ്പനും കൂടെ ലോകനാർ കാവിലേക്ക് ചെന്ന് കുളിച്ചു തൊഴുത് വയനാട്ടിലേക്ക് പുറപ്പെട്ടു. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ അന്നേ ദിവസം വൈകുന്നേരത്തോടെ കോട്ടയുടെ സമീപദേശത്ത് എത്തിയ ഇരുവരും അവിടെയുള്ള ഒരു കുടിലിൽ അന്ന് വിശ്രമിക്കുകയുണ്ടായി. പിറ്റേന്ന് പ്രൗഢഗംഭീരമായി കെട്ടിയിരിക്കുന്ന ആ കോട്ടയുടെ പുറമതിൽ അവർ ചുറ്റി നടന്ന് കാണുകയുണ്ടായി. കോട്ടയിലേക്ക് കയറാനുള്ള സ്വാഭാവിക വഴികൾ പോയിട്ട് മതിൽ ചാടി കടക്കുക എന്നതുപോലും ബുദ്ധിമുട്ടാണെന്ന് അവർ മനസ്സിലാക്കി. അതിനിടയിലാണ് പുറം മതിലിനോട് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരം ഒതേനൻ ശ്രദ്ധിക്കുന്നത്. അതോടെ തച്ചോളി ഒതേനൻ വഴി ഉറപ്പിച്ചു. രാത്രിയായി. എവിടെയും ഇരുട്ടായി മാറിയിരിക്കുന്നു അന്തരീക്ഷം. ആരെങ്കിലും പെട്ടെന്ന് നോക്കിയാൽ കാണില്ലെന്ന് തീർച്ചപ്പെടുത്തിയ തച്ചോളി ഒതേനനും ചാപ്പനും ആ മരത്തിനടുത്തേക്ക് പോവുകയും ഒതേനൻ അതിൽ കയറി കോട്ടയിലേക്ക് ഒരു ചാട്ടം വെച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് കണ്ട് ആദ്യമൊക്കെ സന്തോഷിച്ച ചാപ്പൻ അടുത്ത നിമിഷം മുതൽ ഭയക്കാൻ ആരംഭിച്ചു. ചാപ്പൻ അവിടെ തന്നെ കാത്തു നിന്നെങ്കിലും ഒതേനൻ്റെ ഒരു സാന്നിധ്യവും അവിടെ പിന്നെ ഉണ്ടായതേയില്ല.
യജമാനൻ ആപത്തിലേക്ക് കടന്നു ചെല്ലുകയാണോ എന്ന് ചാപ്പൻ നെടുവീർപ്പിട്ടു. ഈ സമയം കോട്ടയ്ക്കുള്ളിലൂടെ നടക്കുന്ന ഒതേനനാകട്ടെ യാതൊരു ഭയപ്പാടുമില്ലാതെ തൻ്റെ ഉറുമിയും പിടിച്ചങ്ങനെ ഓരോ മേഖലയും പഠിക്കുകയാണ്. അങ്ങനെ ഒതേനൻ ഒരു പൂന്തോട്ട മേഖലയിലെത്തി. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. ഒതേനന് വഴി തെറ്റിയിരിക്കുന്നു. അയാൾക്ക് പുറം മേഖലയിലെ വഴി കണ്ടെത്താനാവുന്നില്ല. ഒടുവിൽ ഒതേനൻ ഒരു വഴി തിരഞ്ഞെടുത്തു. ആ വഴി നടന്നപ്പോൾ ആൾക്കാരെയൊക്കെ കണ്ടു തുടങ്ങി. അവിടെ ഒരു തിണ്ണയിൽ കുറേ പേർ ഉറങ്ങുന്നതും തച്ചോളി ഒതേനൻ ശ്രദ്ധിച്ചു. ക്ഷീണമുണ്ടായിരുന്ന തച്ചോളി ഒതേനനും അവിടെ കയറി കിടന്ന് ഒന്ന് വിശ്രമിക്കാമെന്നോർത്തു. അതിൻ്റെ തൊട്ടരികിലായിരുന്നു ഇരുമ്പ് വാതിൽ ഘടിപ്പിച്ചിട്ടുള്ള കല്ലറ ഉണ്ടായിരുന്നത്. ഏതായാലും തൻ്റെ ഉറുമിവാൾ മാറത്ത് വെച്ച് ഒതേനൻ ഉറങ്ങുകയാണ്. എന്നാൽ ആ ഉറക്കം നീണ്ടുപോയി. അതിരാവിലെ കല്ലറയുടെ തിണ്ണയിൽ ഗംഭീരനായ ഒരാൾ കിടക്കുന്നത് കണ്ട പണിക്കാർ ഉടനെ തന്നെ കേളപ്പനെ വിവരമറിയിച്ചു. കേളപ്പനും കാര്യസ്ഥന്മാരും ഉടനെ തന്നെ അവിടേക്ക് എത്തി. അയാളെ നോക്കിയപ്പോൾ കേളപ്പനൊന്ന് ഞെട്ടുകയാണ്. ഉടനെ അടുത്തുള്ള കാര്യസ്ഥനോട് ആ ഉറുമി വലിച്ചൂരാനും ഏവരോടും നിശബ്ദരായിരിക്കാനും അയാൾ ആവശ്യപ്പെട്ടു. ഉറക്കം ഒരു പ്രശ്നമായി മാറാറുള്ള ഒതേനന് ഇത്തവണ അത് ഒരു അപകടമായി തന്നെ മാറുകയാണ്. ഗാഠനിദ്രയിലുള്ള ഒതേനനെ കൈകാലുകളിൽ ബന്ധനം നടത്തിക്കൊണ്ട് ആ കല്ലറയിലേക്ക് നീക്കിക്കിടത്തി ഇരുമ്പ് വാതിൽ അടച്ച് സുരക്ഷിതമാക്കുകയുണ്ടായി. അതിനുശേഷം കേളപ്പൻ വീണ്ടും വാതിലിൻ്റെ മേഖലകളൊക്കെ ഒന്നുകൂടി പരിശോധിച്ചു. ഇത് കണ്ട് മറ്റുള്ളവർ സത്യത്തിലൊന്ന് അമ്പരക്കുകയാണ്. അത് കണ്ട കേളപ്പൻ കടത്തനാട്ടുള്ള തച്ചോളി ഒതേനനെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നതെന്നും കടത്തനാട് പോയപ്പോൾ ഇയാളെ കണ്ടും കേട്ടും പരിചയമുണ്ടെന്നും കേളപ്പൻ പറയുകയുണ്ടായി. ആ നാട്ടുകാർക്കും തച്ചോളി ഒതേനൻ എന്ന പേര് സുപരിചിതമായിരുന്നു. അങ്ങനെ തച്ചോളി ഒതേനൻ ആ കോട്ടയിലെ കല്ലറയിൽ തടവിലാക്കപ്പെടുകയാണ്. ഈ സമയം കോട്ടയുടെ സമീപ പ്രദേശങ്ങളിൽ തന്നെ നിലയുറപ്പിച്ചിരുന്ന ചാപ്പൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ അവിടെയുള്ള കുടിലുകളിലേക്കൊക്കെ കടന്നു ചെല്ലുകയുണ്ടായി. അങ്ങനെ ഒരു വീട്ടിൽ വെച്ച് കടത്തനാട്ടുള്ള ഒരു അഭ്യാസിയെ പിടിച്ചിരിക്കുന്നു എന്ന തരത്തിൽ വാർത്ത ചാപ്പന് ലഭിക്കാനിടയായി. ഇത് കേട്ട് ഞെട്ടിയ ചാപ്പൻ അവിടെ നിന്നിറങ്ങി യജമാനനെ രക്ഷിക്കാനായി കടത്തനാട്ടേക്ക് അതിവേഗം കുതിച്ചു. നാട്ടിലെത്തി കോമപ്പക്കുറുപ്പിനോടും നാടുവാഴിയോടും എല്ലാം നടന്ന കാര്യങ്ങൾ പറയുകയും രക്ഷിക്കാനായി ചുരുങ്ങിയത് 1000 പടയാളികളെയെങ്കിലും എത്രയും പെട്ടെന്ന് വയനാട്ടിലേക്ക് അയക്കണമെന്നും അറിയിച്ചു. ഈ സമയം ഒതേനൻ കല്ലറയിലാണല്ലോ. ഉറക്കത്തിനപ്പുറം ഒതേനൻ എഴുന്നേൽക്കുകയാണ്. പെട്ടെന്ന് അയാളിൽ ഒരു ഇടിമിന്നൽ പാഞ്ഞു. ജലം നിറഞ്ഞ ഇരുട്ട് കയറിയ ധാരാളം പൊത്തുകളും മറ്റുമായി വൃത്തികെട്ട ഒരു ചുമരുള്ള വൃത്തികെട്ട ഒരു മണമുള്ള ഒരു കുഞ്ഞിടത്തിൽ താൻ അകപ്പെട്ടിരിക്കുന്നു എന്ന് അയാൾ മനസ്സിലാക്കി. അതോടെ ഒതേനൻ ഞെട്ടി എഴുന്നേറ്റു. എന്നാൽ അയാൾ ബന്ധനസ്ഥനായിരുന്നു. ഒതേനൻ തൻ്റെ ശക്തിക്കായി അരയിലെ ഉറുമിയിലേക്ക് കൈയെത്തിച്ചു. എന്നാൽ അതും അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട് തകർന്ന ഒതേനൻ താൻ പുന്നോറാൻ കേളപ്പൻ്റെ തടവറയിലാണെന്ന് മനസ്സിലാക്കുകയാണ്. മതിലൂർ ഗുരുക്കളുടെ പ്രധാന ശിഷ്യന് കയ്യാമങ്ങളോ തടസ്സങ്ങളോ ഒരു പ്രശ്നമാവാൻ പാടില്ല. എന്നാൽ തൻ്റെ ഉറുമി പോലുമില്ലാതെ ഒതേനൻ അവിടെ തകർന്നിരിക്കേണ്ടി വന്നു. പുറത്ത് കാവൽക്കാരുടെ സാന്നിധ്യവും ഒതേനൻ അറിഞ്ഞുകൊണ്ടിരുന്നു. ഒതേനൻ തകർന്ന ഭാവത്തോടെ അവിടെ ഇരിക്കുകയാണ്. ശത്രുസംഘത്തിൽ നിന്ന് എങ്ങനെ പുറത്തു ചാടുമെന്ന് ആലോചിച്ച് അയാൾ വേദനിച്ചു. തടസ്സം പറഞ്ഞവരെ കൂട്ടാക്കാതെ ഇതിനിറങ്ങി പുറംപെട്ട എനിക്ക് ഈ ഗതി വരണമെന്ന് ഒതേനൻ നെടുവേർപ്പിട്ടു. ഒതേനൻ തൻ്റെ ആയുധം ഇല്ലാത്തതിലായിരുന്നു അത്യധികം വിഷമിച്ചിരുന്നത്. കാരണം മരിക്കാനെന്നും ഒരു ഭയവുമില്ലാത്ത ഒതേനന് പൊരുതി മരിക്കാതെ ബന്ധനസ്ഥനായി അഥവാ നിസ്സഹായനായി മരിക്കേണ്ടി വരുന്നത് ആലോചിക്കാൻ പോലുമായില്ല. ഒതേനൻ ഒരു ആയുധം തരൂ എന്ന നിലയിൽ അവിടെ ഇരിപ്പ് തുടർന്നു. ഈ സമയം ഒരു യോഗി കോട്ടയുടെ പുറംവാതിലിൽ എത്തുകയുണ്ടായി. ഭസ്മമൊക്കെ പൂശിയ ചൈതന്യമുള്ള ഒരാൾ വന്ന് നിന്നപ്പോൾ ഭടന്മാർ ഇറങ്ങി വരികയും ആരാണ് എന്ന ചോദ്യം ഉയർത്തുകയുണ്ടായി. അതിന് ഉത്തരമൊന്നും നൽകാതെ വിശിഷ്ടഭാവത്തിൽ ഈ നാടേത്, ഈ കോട്ടക്കധിപനാര് എന്ന ചോദ്യം ആ യോഗി തിരിച്ചുന്നയിച്ചു. നാട് വയനാടെന്നും കോട്ട പുന്നോറാൻ കേളപ്പൻ്റേതെന്നും മറുപടിയും വന്നു. വരവിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന ഭടൻ്റെ ചോദ്യത്തിന് മുന്നിൽ നാം സഞ്ചരിക്കുന്ന വഴിയിൽ ഓരോ നാട്ടിലെത്തുമ്പോഴും പ്രമാണിയെയോ അധിപതിയെയോ സന്ദർശിക്കുക പതിവുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ആളുണ്ടെങ്കിൽ കണ്ട് പോയിക്കളയാം എന്ന് കരുതുന്നു എന്ന മറുപടി നൽകി. ഇതറിഞ്ഞ ഭടൻ വിവരം ഉള്ളിലേക്ക് അറിയിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കോട്ടവാതിൽ ആ യോഗിക്കായി തുറക്കപ്പെട്ടു. യോഗി അകത്തേക്ക് കടന്നു. ദൂരെ വലിയൊരു അറ കാണുകയും അങ്ങോട്ടേക്ക് നടക്കുകയുമുണ്ടായി. അവിടെ കേളപ്പൻ രാജകീയമായി ഇരുന്ന് കാര്യസ്ഥന്മാരോട് എന്തോ ചർച്ച നടത്തുന്ന സമയമാണ്. യോഗി അടുത്തെത്തിയപ്പോൾ അവിടെ ഒരു പീഠം കാണിച്ച് ബഹുമാനപൂർവ്വം തന്നെ ഇരിക്കാൻ പറയുകയുണ്ടായി. ഞാൻ ആളെ മാറി ധരിച്ചെന്നും
ഞാൻ ഓർത്തത് എൻ്റെ ഗുരുനാഥൻ രാമനാഥ യോഗിയാണെന്നും നിങ്ങൾ ആരാ എന്നുമുള്ള ചോദ്യം കേളപ്പൻ ഉന്നയിക്കുകയുണ്ടായി. ഇതിന് മറുപടി ഒന്നും നൽകാതെ യോഗി മന്ത്രം ജപിക്കുകയാണ്. തൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് ഒരു വത്തക്ക പുറത്തെടുത്ത് അയാൾ പ്രസാദം എന്ന നിലയിൽ കേളപ്പന് നേർക്ക് നീട്ടുകയുണ്ടായി. അതിനപ്പുറം അവർ സംസാരിച്ചു. വീണ്ടും യോഗി നാമജപത്തിലേക്ക് മാറി. ഇത് കണ്ട അവിടെയുള്ളവർ ഭക്തിയോടെ തന്നെ അതിനെ നോക്കിക്കാണുകയും ചെയ്തു. പെട്ടെന്ന് യോഗി എഴുന്നേറ്റ് ആപത്ത് ചുറ്റുമുണ്ടെന്നറിയിച്ചു. കല്ലറയിൽപ്പെട്ട അപരാധി സാമാന്യനല്ല എന്നും അറുംകൊല കരുതി വന്നവനാണ് എന്നും തൂക്കിലിടുന്നതിൽ ജഗദീശ്വരന് പ്രസാദമെങ്കിലും അത് പെട്ടെന്ന് നടത്തണമെന്നും യോഗി പറയുകയുണ്ടായി. അവിടത്തെ കൽപ്പന പോലെ എന്ന നിലയിൽ കേളപ്പൻ ഉടനടി ഉത്തരവിടുകയും ചെയ്തു. അങ്ങനെ ഭടന്മാർ കല്ലറയിലേക്ക് ചെല്ലുകയും കൈയും കാലുമൊക്കെ ബന്ധനസ്ഥനായ ഒതേനനെ ഇറക്കിക്കൊണ്ടുവരികയുമുണ്ടായി. തളർന്നിരുന്ന ആ വീരയോദ്ധാവിൽ ഭയത്തിൻ്റെയോ വ്യസനത്തിൻ്റെയോ യാതൊരു ലക്ഷണവും അപ്പോൾ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒതേനനെ കൊണ്ടുപോവുകയാണ്. ഇതിനിടയിൽ പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് ഒതേനൻ എനിക്കിത്തിരി വെള്ളം കുടിക്കണമെന്ന് അറിയിച്ചു. മനുഷ്യൻ്റെ അവസാന ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം എന്ന സംസാരം അവിടെ ഉയർന്നു. ഇത് കേട്ടൊന്നും ഗൗനിക്കാതിരുന്ന കേളപ്പനോട് യോഗി തന്നെ കേട്ടില്ലേ എന്ന ചോദ്യമുയർത്തി. അത് ക്ഷത്രിയ നീതി എന്നും അറിയിച്ചു. അതോടെ കേളപ്പൻ മൗനാനുവാദം നൽകി. യോഗി തൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് വീണ്ടും ഒരു ബത്തക്ക എടുത്തു. അടുത്തുള്ള ഒരു ഭടൻ അതിനായി ഒരു കത്തിയും നൽകുകയുണ്ടായി. അത് മുറിച്ച് യോഗി ഒതേനന് അടുത്തേക്കെത്തുകയും ഇതാ ഇതുപയോഗിക്കൂ എന്നും അറിയിച്ചു. ഒതേനൻ്റെ കൈബന്ധനം ഈ സമയം അഴിക്കുകയുമുണ്ടായി. ഒതേനൻ അത് വാങ്ങി കഴിക്കാനായി കൈകൾ ഉപയോഗിച്ചപ്പോൾ അതിൽ കണ്ടത് ഒരു ഉറുമിയാണ്. ഉടനെ തന്നെ സിരകളിൽ ശക്തി തിരിച്ചു കിട്ടിയ ആ യോദ്ധാവ് ഒരു മലക്കം തന്നെ അവിടെ മറയുകയുണ്ടായി. ആ ഒരു ചാട്ടത്തിൽ അയാളുടെ കാൽവിലങ്ങുകൾ അഴിഞ്ഞിരുന്നു. പകരം അയാളുടെ കയ്യിൽ ഒരു ഉറുമി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഏവരും ഒന്ന് ഞെട്ടി. എല്ലാവരും പിന്നോട്ടേക്ക് മാറി. പിടിച്ചുകെട്ടിൻ, യോഗിയെ, കള്ളനെ, എല്ലാത്തിനെയും പിടിച്ചുകെട്ടിൻ എന്ന ഉഗ്രസ്വരം അവിടെ നിഴലിച്ചു കൊണ്ടിരുന്നു. ഭടന്മാർ ഇവർക്കടുത്തേക്ക് നീങ്ങി. ഈ സമയം ഒരു വാൾ കൈക്കലാക്കിയ യോഗി അഥവാ ചാപ്പനും ഉറുമിയുമായി ഒതേനനും എതിരാളികളെ നേരിടാൻ ആരംഭിച്ചു. കാണികളൊക്കെ അവിടെ നിന്നും ഓടിപ്പോയി. കേളപ്പൻ്റെ നേതൃത്വത്തിൽ മറ്റ് സൈനികർ അവിടേക്ക് ഇരച്ചെത്തിക്കൊണ്ടിരുന്നു. ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിജയം എന്ന നിലയിൽ ഇരുവരും പടവെട്ടുകയാണ്. നിർത്താതെയുള്ള പൊരുതൽ നടക്കുന്നു. ഭടന്മാർ മരിച്ചു വീഴുന്നു. എന്നാൽ അതുപോലെ തന്നെ പുതിയവർ കടന്നെത്തുന്ന അവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. കോട്ടയുടെ അകം തന്നെ രക്തത്തിൽ കുളിച്ചു തുടങ്ങി. ഇതിനിടയിൽ ചാപ്പൻ്റെ ശരീരത്തിൽ ഒരു വെട്ടുകൊള്ളുകയുണ്ടായി. അതിനപ്പുറവും കുറേ നേരമൊക്കെ ചാപ്പൻ പടപൊരുതി. ഒടുവിൽ ചാപ്പന് ശക്തിക്ഷയം ബോധ്യമായി തുടങ്ങി. എങ്കിലും യജമാനു വേണ്ടി അയാൾ പോരാടിക്കൊണ്ടിരുന്നു. തച്ചോളി ഒതേനനാകട്ടെ ദിവസങ്ങളുടെ ഭക്ഷണമില്ലായ്മയിൽ ക്ഷീണിച്ചിട്ട് പൂർണ്ണതയില്ലാതെയാണ് പടവെട്ടുന്നത്. എങ്കിലും അയാളെ തൊടാൻ ആർക്കും ആയിരുന്നില്ല. ഭയം എന്തെന്നറിയാത്ത ഒതേനൻ ഒന്നും ആലോചിക്കാതെ പടവെട്ടിക്കൊണ്ടിരുന്നു. ഈ സമയം കോട്ടയ്ക്ക് പുറത്തു നിന്ന് വലിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. ആ ശബ്ദം ക്രമേണ വർദ്ധിച്ചു വന്നു. അതിവേഗം മുന്നിലേക്ക് കയറി വന്ന ആ കൂട്ടം കടത്തനാടൻ സൈന്യമായിരുന്നു. അതിൽ പ്രധാനം ഓർക്കാട്ടിരേടത്തിൽ നമ്പ്യാന്മാർ, 4 തറവാട്ടുവക കുറുപ്പന്മാർ, മതിലൂർ ഗുരുകുലത്തിലെയും ഒതേനൻ്റെയും ശിഷ്യന്മാർ, പയ്യംവെള്ളി ചന്തുക്കുറുപ്പ് തുടങ്ങി ഒട്ടേറെ പേരായിരുന്നു. കുടിപ്പകയുള്ള തറവാട്ടുകാർ പോലും ദേശത്തിനായി ഒരുമിച്ചത് കണ്ടപ്പോൾ തച്ചോളി ഒതേനൻ സന്തോഷിക്കുകയും അവരോട് വണങ്ങുകയുമുണ്ടായി. അങ്ങനെ കടത്തനാടൻ സൈന്യം അതിവേഗം കോട്ടയിൽ കേളപ്പൻ്റെ പടയോട് ഏറ്റുമുട്ടാൻ ആരംഭിച്ചു. ഒടുവിൽ കേളപ്പനും ഒതേനനും തമ്മിൽ പടവെട്ടി. ഒതേനന് മുന്നിൽ നിസ്സാരനായിരുന്ന കേളപ്പൻ നിഷ്പ്രയാസം പരാജയപ്പെട്ട് മരണം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഉടനെ ഒതേനൻ ചാപ്പനെ കെട്ടിപ്പിടിച്ചു. എനിക്ക് ആയുസ് നീട്ടി നൽകിയവൻ നീ തന്നെ എൻ്റെ ചങ്ങാതി എന്ന് പറയുമ്പോഴേക്ക് ചാപ്പൻ ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണു. ഉടനെ ആളുകളെത്തി മുറിവിൽ ഔഷധമൊക്കെ വെച്ച് കെട്ടി. ചാപ്പൻ പതിയെ വീണ്ടും കണ്ണു തുറന്നു. ഒതേനന് ആശ്വാസമായി. തന്നെ സഹായിക്കാനെത്തിയ ഏവരോടും ഒതേനൻ നന്ദി പറയുകയും കേളപ്പൻ്റെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കുകയും കടത്തനാട്ട് ചെന്ന് പലയിടത്തായി കാഴ്ചവെക്കുകയുമുണ്ടായി. വയനാട്ടുകാർ പകരം വീട്ടാൻ വന്നില്ല എന്നും പറയുന്നു. ഏതായാലും ആപത്തിലേക്ക് കടന്നു കയറിയ തച്ചോളി ഒതേനൻ ചാപ്പൻ്റെ നിർണായക ഇടപെടലിൽ രക്ഷപ്പെടുന്ന ഒരവസ്ഥയാണ് വയനാട്ടിൽ വെച്ച് ഉണ്ടായതെന്ന് പറയാം. തച്ചോളി കോമപ്പക്കുറുപ്പിന് ചില ഇടപാടുകളുടെ വകയായി പുറമാല നമ്പിക്കുറുപ്പ് എന്നൊരാൾ 15 പൊന്ന് ബാക്കി കൊടുക്കാനുണ്ടായിരുന്നു. കുറുപ്പ് അതിന് പ്രത്യേകിച്ച് ചോദിക്കാതിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു കടം നീണ്ടുപോയി. അല്ലെങ്കിൽ നമ്പിക്കുറുപ്പ് അത് കൊടുക്കാതെ ഇരുന്നു എന്നും പറയാം. അങ്ങനെ കൊല്ലം 2-3 കഴിഞ്ഞപ്പോൾ തച്ചോളി ഒതേനന് ആയുധങ്ങൾ പണിയുന്നതുമായി ബന്ധപ്പെട്ട്
ചില്ലറ സ്വർണത്തിൻ്റെ ആവശ്യമുയർന്നു. അതിനാവശ്യമായ സ്വർണം ഒതേനൻ ജ്യേഷ്ഠനോട് ആവശ്യപ്പെടുകയുണ്ടായി. ഈ സമയം നമ്പിക്കുറുപ്പിൻ്റെ കടമോർത്ത കോമപ്പക്കുറുപ്പ് ഒരു ചീട്ടെഴുതി നൽകി ഒതേനനോട് അവിടെ ചെന്ന് വാങ്ങിച്ചോളൂ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ പിറ്റേന്ന് തന്നെ ഒതേനനും ചാപ്പനും കൂടെ പുറമാല നമ്പിക്കുറുപ്പിൻ്റെ തറവാട്ടിലേക്ക് യാത്രയാവുകയാണ്. അവരവിടെ എത്തിയപ്പോൾ കണ്ടത് പുസ്തകമൊക്കെ വായിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ്. അത് പുറമാല കുങ്കമ്മയായിരുന്നു എന്ന് ഒതേനന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. രണ്ടുപേരെ കണ്ട ആ പെൺകുട്ടി എഴുന്നേറ്റ് വന്ന് എവിടെ നിന്നാണ് വരുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചു. ഞങ്ങൾ മേപ്പയിൽക്കാരാണ് എന്ന മറുപടിയും വന്നു. അത് കേട്ട കുങ്കമ്മയുടെ മനസ്സിലൂടെ ഇവിടെ വന്നിരിക്കുന്നത് തച്ചോളി ഒതേനനല്ലേ എന്ന ചിന്ത കടന്നു പോവുകയാണ്. അപ്പോൾ എന്ന ചോദ്യത്തിന് അതെ, തച്ചോളി ഒതേനൻ തന്നെയാണ് എന്നും ഇവൻ കണ്ടാച്ചേരി ചാപ്പൻ എന്നും മറുപടി നൽകുകയുണ്ടായി. മാന്യനായ അതിഥിയെ കണ്ട് കയറിയിരിക്കുമെന്നും അമ്മാവൻ കളരിയിൽ പോയിരിക്കുകയാണെന്നും അറിയിച്ചു. കയറിയിരുന്ന ചാപ്പനെയും ഒതേനനെയും കുങ്കമ്മ ഭക്ഷണമൊക്കെ നൽകി സൽക്കരിച്ചു. സമയം കടന്നുപോയി. നമ്പിക്കുറുപ്പും മകനും തിരിച്ചു വരികയാണ്. വരാന്തയിൽ രണ്ടുപേരെ കണ്ട് ആരാ എന്ന ചോദ്യമുയർന്നു. മേപ്പയിൽ നിന്നാണ്, പൊന്നിനായി വന്നതാണ്. പേരോ തച്ചോളി കോമപ്പക്കുറുപ്പിൻ്റെ അനുജൻ ഒതേനനാണ്. ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ നമ്പിക്കുറുപ്പ് തറവാട്ടിനുള്ളിലേക്ക് കടന്നു പോവുകയുണ്ടായി. സമയം പിന്നെയും കടന്നുപോയി. സൂര്യൻ അസ്തമിക്കുന്നു. അപ്പോഴും നമ്പിക്കുറുപ്പ് ഒതേനനെ പരിഗണിച്ചതേയില്ല. രാത്രിയായി. അപ്പോഴും ഒതേനന് കാത്തിരിപ്പ് തന്നെ. രാത്രിയിൽ നമ്പിക്കുറുപ്പ് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ കുങ്കമ്മ പുറത്തിരിക്കുന്നവരെ അമ്മാവൻ കണ്ടിരുന്നോ എന്ന് ചോദിക്കുകയുണ്ടായി. വെറുമൊരു എന്ന പരുഷ മറുപടിയാണ് നമ്പിക്കുറുപ്പ് അവിടെ നൽകിയത്. കുങ്കമ്മ അവർക്ക് ചോറ് കൊടുക്കണോ എന്നറിഞ്ഞില്ല എന്നറിയിച്ചു. ചോറോ, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് കോപത്തിൽ കുറുപ്പ് അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ് ഉണ്ടായത്. നേരം പാതിരയായി. ഏവരും ഉറങ്ങിയിരിക്കണം. ക്ഷമയൊക്കെ കെട്ട് ഒതേനനും ചാപ്പനും അവിടെ വരാന്തയിൽ കിടക്കുകയാണ്. ചാപ്പൻ പതിയെ ഒതേനനോട് ഉറങ്ങുന്നോ അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്നോ എന്ന് ചോദിക്കുകയുണ്ടായി. ഇല്ല, ഉറങ്ങുന്നില്ല, ക്ഷമയുടെ ആഴം അളന്നു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒതേനൻ പടിവാതിൽ തള്ളി തുറന്ന് അവിടെയുള്ള ഭൃത്യനെയൊക്കെ അടിച്ച് താഴെയിട്ട് തറവാടിൻ്റെ അകത്ത് കിടക്കുകയാണ്. ചാപ്പനും പുറകെ അകത്ത് കടന്നു. അവർ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. ഒടുവിൽ ഒരു അറയിൽ ഒരു പലകക്കട്ടിലിൽ നമ്പിക്കുറുപ്പ് കിടക്കുന്നത് കണ്ടു. ഒതേനൻ അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാളുടെ ചുമലിൽ ഒരു കൈവച്ചു. തൊട്ടടുത്ത നിമിഷം നമ്പിക്കുറുപ്പ് ചാടി എഴുന്നേറ്റുകൊണ്ട് വലം കൈ വീശി ഒതേനൻ്റെ പുറത്ത് ഒരു കനത്ത ഇടി നൽകുകയുണ്ടായി. കള്ള, എന്തിനു കടന്നടാ എൻ്റെ വീട്ടിലെന്ന ചോദ്യവും അവിടെ ഉയരുകയാണ്. നമ്പീനെ തൊടാൻ നീ ആരാടാ എന്ന അഹങ്കാര ഭാഷ്യത്തിന് കള്ളൻ ഞാനല്ലെന്നും കയ്യിൽ വച്ച സ്വർണം ഇങ്ങോട്ടെടുക്കെന്നും ഒതേനൻ തിരിച്ചു പറഞ്ഞു. സ്വർണമോ, ഏതു സ്വർണം എന്ന മറുപടിയിൽ കിടന്ന് കളിക്കേണ്ടെന്നും നേരെ വാ നേരെ പോ മാത്രമേ എനിക്കുള്ളൂവെന്നും അധികം കളിച്ചാൽ പോണത് നിങ്ങളുടെ തലയായിരിക്കുമെന്നും ഒതേനൻ പറഞ്ഞു വെച്ചു. സ്വാഭാവികമായും ആ സംസാരം അതിരൂക്ഷമാവുകയും അതൊരു സംഘട്ടനത്തിൻ്റെ തുടക്കമാവുകയും ചെയ്തു. അതോടെ നമ്പിക്കുറുപ്പ് ചുമരിൽ തൂക്കിയ വാളെടുത്തു. ഇരുവരും അങ്ങനെ ചാട്ടവും വെട്ടലുമൊക്കെയായി അവിടെ ഗംഭീരമായ ഒരു സംഘട്ടനം തന്നെ നടക്കുകയാണ്. ഒടുവിൽ ഒതേനൻ നമ്പിക്കുറുപ്പിനെ അടിച്ചു വീഴ്ത്തി തലവെട്ടി. ഒച്ച കേട്ട് ഓടിയെത്തിയ നമ്പിക്കുറുപ്പിൻ്റെ മകനെയും പോരാട്ടത്തിൽ ഒതേനൻ ഇല്ലാതാക്കി. ഇത് കണ്ട് ഭയന്ന ഭൃത്യന്മാരൊക്കെ തറവാടും വിട്ട് ഓടിപ്പോവുകയുണ്ടായി. സത്യത്തിൽ ആ ഭവനം ശൂന്യമായി. ഇതൊക്കെ കണ്ട് ചാപ്പൻ സത്യത്തിൽ നടുങ്ങുകയാണ് ഉണ്ടായത്. ഒതേനൻ ചെയ്തിരിക്കുന്നത് ന്യായമെന്ന് ഒരിക്കലും പറയുക സാധ്യമല്ല. അവഹേളനം ലഭിച്ചതിന് മരണശിക്ഷ നൽകിയതിൽ ചാപ്പൻ പിന്നെയും പിന്നെയും ആലോചിച്ച് അത് തെറ്റല്ല എന്ന് സ്വയം പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒതേനൻ ഇതിനിടയിൽ ഇനി എന്താ വേണ്ടത് എന്ന ചോദ്യമുയർത്തി. ഈ സമയം ചാപ്പൻ പതിയെ ആ പെൺപിറപ്പിനെ കൂടെ ആലോചിക്കേണ്ടിയിരുന്നു എന്ന് പറയുകയുണ്ടായി. അതോടെ ഒതേനൻ ഒന്ന് ഞെട്ടി. അപ്പോൾ മാത്രമാണ് ആ ഒരു കാര്യം ഒതേനൻ വീണ്ടും ഓർക്കുന്നത്. ഈ ചോരക്കളം ആ പെൺകുട്ടി കാണുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന ഉത്കണ്ഠ ഒതേനനിൽ നിറഞ്ഞു. അങ്ങനെ അവർ കുങ്കമ്മയുടെ വാതിലിൽ തട്ടി. ആരാണ് എന്ന ചോദ്യത്തിന് തച്ചോളി ഒതേനക്കുറുപ്പ് എന്ന മറുപടി ചാപ്പൻ നൽകി. അവൾ വാതിൽ തുറന്നു. ചുറ്റും രക്തം കണ്ട് അവൾ കാര്യമൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ഞാനെന്തു വേണം, ഞാനും ഒരുങ്ങിയിരിക്കുന്നു എന്നവൾ കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരിച്ചു. ഒതേനൻ്റെ എന്തിനെന്ന ചോദ്യത്തിന് അവൾ നൽകിയ മറുപടി മരിക്കാൻ എന്നതായിരുന്നു. ഇത് കേട്ട ഒതേനൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഒതേനൻ താമസിച്ച് നിൽക്കാൻ സമയമില്ലെന്നും കുങ്കമ്മ അവരോടൊപ്പം ഇറങ്ങി വരണമെന്നും അറിയിച്ചു. ഗതിയില്ലാതെ അവൾ അത് അനുസരിക്കുകയും ചെയ്തു. പടിക്ക് താഴെ ഒരു പല്ലക്കുരുക്കി. അവൾ അതിൽ കയറി.
അവസാനമായി തൻ്റെ ഭവനം ഒന്നുകൂടി അവൾ തിരിഞ്ഞു കണ്ടു. പക്ഷെ അപ്പോഴേക്കും ആ തറവാട് കത്തിത്തുടങ്ങിയിരുന്നു. അവൾക്കത് സഹിക്കാൻ പോലുമായില്ല. ഈ സ്ഥാനവും തറവാടുമൊക്കെ നശിപ്പിച്ചത് ഒരു കാലത്തും ഉണങ്ങാത്ത മുറിവായി നിലകൊള്ളും എന്ന് അവൾ പറഞ്ഞു വെച്ചു. ഒതേനൻ അതിന് ഞാൻ ഏറ്റെടുക്കുന്ന കാലത്തെങ്കിലും അത് ഉണങ്ങുമല്ലോ എന്ന മറുപടിയാണ് നൽകിയത്. അങ്ങനെ അവർ യാത്ര തുടങ്ങി. പിറ്റേന്ന് മാണിക്കോത്തെത്തി. ആ സമയമായപ്പോഴേക്ക് ആ തറവാട് അവിടെ ഇല്ലാതായി കഴിഞ്ഞിരുന്നു. ഏതായാലും കുങ്കമ്മയെ സ്വന്തം മകളെപ്പോലെ നോക്കണമെന്ന നിലയിൽ ജ്യേഷ്ഠത്തി അമ്മയെ ഒതേനൻ ഏൽപ്പിച്ചു. ഒതേനൻ്റെ കേളിയൊക്കെ കേട്ട് അവൾ അയാളെ മനസ്സാ വരിച്ചിരുന്നു. എന്നാൽ ഒതേനൻ അവിടെ നിന്ന് പോയതിനു ശേഷം പിന്നെ ഒരു വർഷമായിട്ടും മടങ്ങി വരികയുണ്ടായില്ല. ഒരു വർഷത്തോളം ആ തറവാട്ടിൽ ജീവിച്ചപ്പോൾ തന്നെ കുങ്കമ്മയ്ക്ക് മടുത്തിരുന്നു. അന്യഭവനവും മറ്റൊരാളുടെ സഹായവും ആ ധീര യുവതിയെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ഒതേനനെ കാത്തിരുന്നെങ്കിലും ഒതേനൻ നാട് നീളെ സഞ്ചരിച്ചതല്ലാതെ അവിടേക്ക് തിരിച്ചെത്തുകയുണ്ടായില്ല. അതോടെ കുങ്കമ്മ ഒതേനനെ വെറുക്കാൻ ആഗ്രഹിച്ചു. ആ വീട്ടിൽ എല്ലാവിധ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന ആഗ്രഹം വർദ്ധിച്ചു വന്നതോടെ കോമപ്പക്കുറുപ്പിനോട് കാര്യം പറയുകയുണ്ടായി. അവരുടെയൊക്കെ തടസ്സത്തെ സൗമ്യമായ ഭാഷയിൽ പറഞ്ഞു തീർത്ത് തറവാടിന് കിഴക്ക് ഭാഗത്തുള്ള ഒരു പുരയിൽ കുങ്കമ്മ ജീവിക്കാൻ ആരംഭിച്ചു. അവൾ വയലിൽ ജോലി ചെയ്യാൻ ആരംഭിച്ചു. മറ്റൊരർത്ഥത്തിൽ കുങ്കമ്മ സ്വയം പ്രയത്നത്തിൽ ജീവിക്കാൻ ആരംഭിക്കുകയാണ്. പുറമാല വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളോടും ജീവിച്ചു വളർന്നിരുന്ന ആ പെൺകുട്ടി അത്രയും ദയനീയ സ്ഥിതിയിൽ ജീവിക്കേണ്ടി വന്നിട്ടും ആരെയും പഴിക്കാതെ ജീവിതം തുടർന്നത്രേ. അവരുടെ കണ്ണീരിനെ അവൾ ആയുധമാക്കി ഓരോ ദിനവും ജീവിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ കാലം കടന്നുപോയി. ഒരു ദിവസം മാണിക്കോത്ത് തറവാട്ടിലേക്ക് നാട് തെണ്ടി മടങ്ങി വരികയാണ് ഒതേനനും ചാപ്പനും കൂടി. വഴിയിൽ പെട്ടെന്നവർ ഒന്ന് നിൽക്കുകയുണ്ടായി. ഒതേനൻ അങ്ങ് ദൂരെ വയലിൽ ഒരു സ്ത്രീ ജോലി ചെയ്യുന്നതാണ് കണ്ടത്. ചാപ്പനും അത് കണ്ടു. അത് ആരാണ്, നീ ഒന്ന് ചെന്ന് നോക്കൂ എന്ന് ഒതേനൻ ചാപ്പനോട് പറഞ്ഞു. ചാപ്പൻ അങ്ങോട്ടേക്ക് പോവുകയും ആളെ കണ്ട് ഞെട്ടി മടങ്ങി വരികയും ചെയ്തു. പുറമാല നമ്പിക്കുറുപ്പിൻ്റെ മരുമകളാണ് എന്ന മറുപടി ഒതേനനെ ഉലച്ചു കളഞ്ഞു. ഞാൻ അവളെ കഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന ചിന്ത അയാളിൽ നിറയുകയാണ്. അവളോട് പുല്ലരിയണ്ട എന്ന് ഞാൻ പറഞ്ഞതായി പറയൂ എന്ന സന്ദേശവുമായി ചാപ്പൻ പിന്നെയും കുങ്കമ്മയുടെ അടുത്തെത്തി. അല്പസമയം കഴിഞ്ഞ് തിരിച്ചെത്തി ആവശ്യം നിരാകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചാപ്പൻ തന്നെ അറിയിച്ചു. അത് കേട്ട് വീണ്ടും വ്യസനിച്ച ഒതേനൻ സ്വയം അങ്ങോട്ടേക്ക് ചെല്ലാൻ തീരുമാനിച്ചു. ഒതേനൻ കുങ്കമ്മയുടെ അടുത്തെത്തി. കുങ്കമ്മയാകട്ടെ ഒതേനനെ കണ്ട ഭാവമേ കാണിക്കാതെ പണി തുടർന്നുകൊണ്ടിരുന്നു. ഒതേനൻ അവളുടെ അടുത്തേക്ക് ചെന്ന് പുറമാലത്തറവാട്ടിലെ പെൺപിറപ്പിന് ഇത് ചെയ്യേണ്ടതില്ല എന്നറിയിച്ചു. ഇത് കേട്ട് ഞെട്ടിത്തിരിഞ്ഞ കുങ്കമ്മ പുറമാലത്തറവാട് പണ്ടെങ്ങാൻ ചുട്ടരിച്ചത് ഓർമ്മയില്ലേ എന്നും അത് മണ്ണടിഞ്ഞു പോയിരിക്കുന്നുവെന്നും എന്നിട്ടും നിങ്ങളുടെ പക മാറിയില്ലേ എന്നും ചോദിച്ചു. അത് കേട്ട് ഒതേനൻ വീണ്ടും ഞെട്ടുകയാണ്. വർഷത്തിലധികമായി അവളെ ഒന്ന് ഗൗനിക്കുക പോലും ചെയ്യാത്തതിൻ്റെയും താൻ നോക്കിക്കോളാമെന്ന സംസാരം തീർത്തും നിറവേറ്റാത്തതിൻ്റെയും ദേഷ്യം കുങ്കമ്മയിൽ ആ സമയം നിഴലിച്ചു നിന്നിരുന്നു. അരിവാളുമായി നിൽക്കുന്ന കുങ്കമ്മയുടെ ദേഷ്യമൊന്ന് കുറക്കാനായി ഒതേനൻ പലതു പറഞ്ഞെങ്കിലും ഒന്നും തന്നെ വിജയിച്ചില്ല എന്ന് പറയാം. അതോടെ ഒതേനൻ ആ അരിവാളിങ് തരൂ എന്നറിയിച്ചു. ഇല്ല എന്ന നിലയിൽ കുങ്കമ്മയും നിലപാട് തുടർന്നു. ഒതേനൻ അങ്ങനെ ആ അരിവാൾ തല കടന്നു പിടിക്കുകയുണ്ടായി. വിട്ടുകൊടുക്കാത്ത നിമിഷങ്ങൾ. ഇതിനിടയിൽ ഒതേനൻ്റെ ഉള്ളം കൈ മുറിഞ്ഞു. രക്തം അതിശക്തമായി ഒഴുകാൻ ആരംഭിച്ചു. കുങ്കമ്മ പേടിച്ചുപോയി. അപ്പോഴും ചിരിതൂകി നിന്ന കുങ്കമ്മയോട് ഇനിയെങ്കിലും അതിങ്ങോട്ട് തരൂ എന്നറിയിച്ചു. അവൾക്ക് അതിയായ വിഷമം കടന്നെത്തി. വെറുക്കാൻ ആഗ്രഹിച്ചെങ്കിലും വെറുക്കാൻ പറ്റാത്ത ഒരാളാണ് ഒതേനൻ. ഉടനെ കുങ്കമ്മ തൻ്റെ ദേഹത്തെ തുണി കീറി ഒതേനൻ്റെ മുറിവ് കൂട്ടിപ്പിടിച്ചു. രക്തം ഒഴുകുന്നത് ഒരുവിധം തടഞ്ഞെന്ന് പറയാം. ഒതേനൻ ഭാവവ്യത്യാസങ്ങളില്ലാതെ നിന്നെങ്കിലും പതിയെ പതിയെ ബോധം നഷ്ടപ്പെട്ട് പിറകോട്ട് വീഴുകയുണ്ടായി. അതെ, മുറിവത്ര ചെറുതൊന്നുമായിരുന്നില്ല. ചാപ്പൻ അത് കണ്ട് ഓടിയെത്തി. ആൾക്കാരും ഓടിയെത്തി. ഒതേനൻ്റെ കയ്യിൽ നിന്ന് രക്തവും കുങ്കമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീരും ഒരുപോലെ ഒഴുകിക്കൊണ്ടിരുന്നു. മഞ്ചൽ വന്നു. ഒതേനനെ മഞ്ചലിൽ കയറ്റി ചാപ്പൻ മാണിക്കോത്തേക്ക് കൊണ്ടുപോയി. തൻ്റെ അഹങ്കാരത്തിൽ ആ മഹാപുരുഷന് ആപത്ത് വരിക എന്നതാലോചിച്ച് കുങ്കമ്മ തകർന്നിരിപ്പായി. ഒതേനനെ ഉടൻ തന്നെ കടത്തനാട്ട് കോവിലകം വൈദ്യനായ ഊരാളി ഒതയോത്ത് കോമൻ വൈദ്യരുടെ വീടായ ഒതയോത്ത് ഭവനത്തിലേക്ക് കൊണ്ടുചെന്നു. ഉടനെ തന്നെ കിടത്തി ചികിത്സ ആവശ്യമാണെന്ന് വൈദ്യർ അറിയിച്ചു. തൻ്റെ ഔഷധ പ്രയോഗം കൊണ്ട് വൈദ്യർ ഒതേനന് ബോധമുണ്ടാക്കി. അങ്ങനെ ചികിത്സ തുടരുകയാണ്. എണ്ണപ്പാത്തിയിൽ കിടന്നുള്ള 90 ദിവസത്തെ ചികിത്സയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലെ മുറിവ് ഏറെക്കുറെ ഉണങ്ങി തുടങ്ങി.
വൈദ്യരുടെ മകളായിരുന്ന കുഞ്ഞിമാത്തു വളരെ സ്നേഹപൂർവ്വം ഒതേനനെ സദാസമയം പരിചരിച്ചിരുന്നു. അങ്ങനെ പതിയെ പതിയെ ഒതേനൻ ആരോഗ്യം വീണ്ടെടുത്തു തുടങ്ങി. കുഞ്ഞിക്കുങ്കിയുടെയും ജ്യേഷ്ഠൻ്റെയും ഒക്കെ നിർബന്ധത്തിൽ ഒതേനൻ പൂർണ്ണമായി ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് മുന്നേ തന്നെ സ്വന്തം വീട്ടിലേക്ക് പോവാൻ ഒരുങ്ങുകയും തനിക്ക് ചെയ്ത ഈ വലിയ ഉപകാരത്തിന് എന്ത് പ്രത്യുപകാരമാണ് വേണ്ടതെന്ന് വൈദ്യരോട് ചോദിക്കുകയുമുണ്ടായി. എന്നാൽ മറുപടി ഒതേനനെ ഞെട്ടിച്ചു. തൻ്റെ മകളെ വിവാഹം ചെയ്യണമെന്നതായിരുന്നു വൈദ്യരുടെ ആവശ്യം. ഒതേനൻ ആകെ ഒന്ന് ഞെട്ടി. കുഞ്ഞിക്കുങ്കിയുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നയാൾ ഓർത്തു. ഏതായാലും ഇവിടെ വിവാഹം നടന്നുവത്രേ. അതിനപ്പുറം ചികിത്സ കഴിഞ്ഞ് ഒതേനൻ മാണിക്കോത്തേക്ക് മടങ്ങി വന്നു. ഭർത്താവിനെ കാണാൻ കാത്തുനിന്നിരുന്ന കുഞ്ഞിക്കുങ്കിയുടെ നിർബന്ധത്താൽ ഒതേനൻ കാവൽ ചാത്തോത്ത് തറവാട്ടിലേക്കും ചെന്നെത്തി. തൻ്റെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന വിവരം ആദ്യമേ തന്നെ അറിഞ്ഞിരുന്ന കുഞ്ഞിക്കുങ്കി എന്നാൽ അത് പ്രകടിപ്പിക്കാതെ തന്നെ ഒതേനനോട് പെരുമാറുകയുണ്ടായി. അതുപോലെ തന്നെ കുങ്കമ്മയുടെ കാര്യവും കുഞ്ഞിക്കുങ്കി അറിഞ്ഞിരുന്നു. പത്നിയുടെ പെരുമാറ്റത്തിൽ അത്ഭുതപ്പെട്ട ഒതേനൻ തൻ്റെ പ്രവൃത്തിയോർത്ത് തന്നെത്താൻ ലജ്ജിക്കുകയുണ്ടായി. കുഞ്ഞിക്കുങ്കി ആകട്ടെ കുങ്കമ്മയോട് കാട്ടിയ ക്രൂരതയും അവളെ കഷ്ടപ്പെടുത്തിയത് തെറ്റാണെന്നും ഓർമ്മിപ്പിച്ചു. ഒതേനൻ തീർത്തും ലജ്ജിതനായി. കുഞ്ഞിക്കുങ്കിയോട് അതിയായ ബഹുമാനവും ഒതേനനിൽ വന്നു ചേർന്നു. അടുത്തൊരവസരത്തിൽ ഒതേനൻ കുങ്കമ്മയെ വിവാഹം ചെയ്യുകയും അവളെ മാണിക്കോത്ത് തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയുമുണ്ടായി. ഇതുപോലെ തന്നെ പല സംബന്ധങ്ങളും വടക്കൻ പാട്ടുകളിൽ വന്നു പോകുന്നതായി കാണാവുന്നതാണ്. ലോകനാർക്കാവിലെ ആറാട്ടുപൂരം നടക്കാൻ പോവുകയാണ്. നേതൃത്വത്തിൽ സ്വാഭാവികമായും ഒതേനനുണ്ട്. എല്ലാം ഗംഭീരമായിരിക്കണം എന്ന നിലയിൽ ഒതേനൻ ചാപ്പനോട് പറയുകയും ചാപ്പൻ അതൊക്കെ ശ്രദ്ധിച്ച് വേണ്ട നടപടികൾ എടുക്കുന്നുമുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തെ പന്തൽ പണിയുടെ ഉത്തരവാദിത്വം ഇവർക്കായിരുന്നു. അതീവ ശ്രദ്ധയുടെ ഫലമായി മറ്റ് 3 ഭാഗം പന്തലുകളേക്കാൾ മനോഹരമായിരുന്നു ഈ ഭാഗം. ആറാട്ടുനാൾ അവിടെയെത്തിയ ജനങ്ങളെല്ലാം തന്നെ അതിനെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. അങ്ങനെ ആറാട്ടുപൂരം ആഘോഷപൂർവ്വം നടക്കുകയാണ്. കടത്തനാടും സമീപദേശങ്ങളിലുമുള്ള ജനങ്ങളെല്ലാം തന്നെ അവിടെ നിറഞ്ഞിരുന്നു. ഒടുവിലത്തെ ആറാട്ടുനാൾ പടിഞ്ഞാറ് ഭാഗം പന്തൽ കൂടുതൽ ഗംഭീരമായി അലങ്കരിക്കുകയുണ്ടായി. നിറയെ നിലവിളക്കുകളും വെളുത്ത തൂണുകളും വിവിധ വർണ്ണത്തിലുള്ള പായകളും അത്യപൂർവ പുഷ്പങ്ങളുമൊക്കെ ചേർത്ത് വലിയ തോതിൽ ആ പന്തലിൽ നിറഞ്ഞു നിൽക്കുന്നു. എങ്ങും വെളിച്ചം. ഇത്തരത്തിൽ ആഡംബരത്തിലായിരുന്നു ആ പന്തൽ അന്നുണ്ടായിരുന്നത്. വന്നവരൊക്കെ തന്നെയും അത് കണ്ട് രസിച്ചു നിന്നു. പ്രമാണികളൊക്കെ ആ പന്തലിൽ വരുന്നു. ഇവർ അവരെ സ്വീകരിക്കുന്നു. അങ്ങനെ വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടേക്ക് വന്നും പോയും ഇരുന്നു. നേരം അങ്ങനെ കുറേ കടന്നുപോയി. ഒതേനനും ചന്തക്കുറുപ്പും ചാപ്പനുമൊക്കെ പടിഞ്ഞാറെ പന്തൽ മേഖലയിൽ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 30-ലധികം പേരുടെ ഒരു സംഘം ആ പടിഞ്ഞാറെ പന്തലിലേക്ക് കടന്നു വരികയാണ്. അത് കണ്ട് ഏവരും പറഞ്ഞു തുടങ്ങി, ദേ കതിരൂർ ഗുരുക്കൾ. കതിരൂർ ഗുരുക്കൾ എന്നത് അന്നത്തെ എണ്ണം പറഞ്ഞ അഭ്യാസികളിൽ അഗ്രഗണ്യനാണ്. അയാളെ കണ്ടാൽ തല താഴ്ത്താത്ത ഒരൊറ്റ യോദ്ധാവും അന്നുണ്ടായിരുന്നില്ലത്രേ. കറുത്തു തടിച്ച ശരീരവും സാമാന്യത്തിലധികം വലിപ്പവുമുള്ള ആ അഭ്യാസിയെ ഏവരും പേടിച്ചിരുന്നു. അയാളുടെ ഉറുമിത്തലയെ പേടിക്കാതെ പറക്കുന്ന ഒരു പക്ഷി പോലും ഇല്ലത്രേ എന്നാണ് ഗുരുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷണം തന്നെയുള്ളത്. ഗുരുക്കളുടെ തൊട്ടുപിറകിലുള്ളത് പരുന്തുങ്കൽ എമ്മൻ പണിക്കരാണ്. ഒപ്പം ഒട്ടനവധി മറ്റ് ശിഷ്യന്മാരും. ഈ വന്നവരൊക്കെ തന്നെയും ഒതേനനോട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പകയുള്ളവരാണെന്ന് പറയാം. അങ്ങനെ ഗുരുക്കൾ പന്തലിലേക്ക് കയറുകയുണ്ടായി. ഈ സമയം ചാപ്പൻ പതിവ് പോലെ സുഗന്ധപുഷ്പങ്ങൾ അവരുടെ നേർക്കെറിഞ്ഞു. ഗുരുക്കൾ ഇതിന് ഓഹോ പൂമഴയുമുണ്ടല്ലോ, വന്നവരൊക്കെ ദേവന്മാരോ മനുഷ്യരോ എന്ന് ചോദ്യമുയർത്തി. ഇതിന് മറുപടി പറഞ്ഞത് പയ്യംവെള്ളി ചന്തുക്കുറുപ്പാണ്. പറയുന്നയാളെ അപേക്ഷിച്ച് മറ്റുള്ളവർ ദേവന്മാർ എന്ന് കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് ചന്തുക്കുറുപ്പ് അവിടെ ഉയർത്തിയത്. ഇതിന് പരിഹാസരൂപേണ ഗുരുക്കളൊന്ന് ചിരിക്കുകയാണ് ഉണ്ടായത്. പിന്നെ അത് ഒരു തർക്കത്തിലേക്കാണ് കടന്നു ചെന്നത്. പന്തലിനെ കുറ്റം പറയുന്നു ഗുരുക്കളുടെ സംഘം. ഒതേനൻ്റെ പന്തലിനെ കുറ്റം പറയാൻ ആളില്ല എന്ന തരത്തിൽ ചന്തുക്കുറുപ്പിൻ്റെ സംഘവും തമ്മിൽ അവിടെ ഒരു വാക്പോര് തന്നെ നടക്കുകയാണ്. ശബ്ദം വർദ്ധിച്ചു വന്നു. ഇത് കേട്ട് കോമപ്പക്കുറുപ്പ് ഓടിയെത്തി. രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചു. എങ്കിലും നടന്നില്ല. ഗുരുക്കൾ എപ്പോ വന്നു എന്ന ആദരപൂർവ്വമുള്ള ചോദ്യത്തിന് ഞാനിവിടെ കുറേ നേരമായി നാണം കെടുന്നുവെന്നും ഞാനോ ഒതേനനോ മികച്ചതെന്ന് ഒന്നറിയണമല്ലോ എന്നും ഗുരുക്കൾ പറയുകയുണ്ടായി. വീണ്ടും കോമപ്പക്കുറുപ്പ് രംഗമൊന്ന് ശാന്തമാക്കാനൊക്കെ ശ്രമിച്ചു. ആറാട്ട് കാണാൻ വന്നിട്ട് ഒരു തർക്കം എന്തിനാണ്? ഗുരുക്കൾ ക്ഷമിക്കണം. ഓ അങ്ങനെയോ? എന്നാൽ ഇന്ന് വേണ്ട. വരുന്ന ഞായറാഴ്ച ഞാനും എൻ്റെ ആൾക്കാരും പൊന്നിയത്തങ്കക്കളരിയിൽ തയ്യാറുണ്ടാകും. കടത്തനാടോ കതിരൂരോ മികച്ചത് എന്ന് അവിടെ വച്ച് കാണാം. അങ്ങനെ ഗുരുക്കൾ
അംഗത്തിനായി വിളിക്കുകയാണ്. കടത്തനാടോ കതിരൂരോ എന്ന രീതിയിലുള്ള അംഗം വിളിക്ക് ജനകീയമായ പിൻബലം ശക്തമായിരുന്നു. ഇരുമേഖലയിലെയും ജനങ്ങൾ ആർത്തു വിളിച്ചു. നാട്ടുകാർ ആ രംഗം ശബ്ദമുഖരിതമാക്കി എന്ന് തന്നെ പറയാം. ഇതിനിടയിൽ ഗുരുക്കൾ ഒതേനനോട് എന്തേ മറുപടിയില്ലാത്തത് എന്ന ചോദ്യമുയർത്തി. അതിന് തയ്യാറെന്നും ഏതായാലും പടമുഖത്ത് പാഞ്ഞൊളിക്കാനൊന്നും എനിക്കൊരു ഭാവവുമില്ല എന്ന് ഒതേനൻ മറുപടിയും നൽകി. അങ്ങനെ ഏവരും പിരിയുകയാണ്. സത്യത്തിൽ പരുന്തുങ്കൽ എം.എൻ. പണിക്കർ, കരുവഞ്ചേരി എം.എൻ. മുതലായവർക്ക് ഒതേനനോട് നിലവിൽ തന്നെ ഉണ്ടായിരുന്ന ശത്രുതയ്ക്ക് പകരം വീട്ടാൻ ഒതേനനോളം പോന്ന ഒരാളെ അന്യനാട്ടിൽ നിന്ന് ക്ഷണിച്ചു വരുത്തുകയും അയാളെക്കൊണ്ട് നാടടക്കം ഒതേനനോട് സംഘപ്പൊയ്ത്ത് കുറിക്കുകയുമാണ് ആറാട്ടിനിടെ സംഭവിച്ചത്. ഏതായാലും ആറാട്ട് കഴിഞ്ഞ് ജനങ്ങളൊക്കെ തന്നെയും മടങ്ങി. ഒതേനന് ഭാവവ്യത്യാസങ്ങൾ ഒന്നുമില്ലാതിരുന്നെങ്കിലും ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആയിരുന്നില്ല. കോമപ്പക്കുറുപ്പ് സങ്കടത്തിൻ്റെ പടുകുഴിയിലായിരുന്നു. പതിവിന് വിപരീതമായി ചാപ്പനിലും ഒരു അസ്വസ്ഥത പ്രകടമായിരുന്നു. പയ്യംവെള്ളി ചന്തുക്കുറുപ്പിൻ്റെ ഭാവവും ഏതാണ്ട് അങ്ങനെ തന്നെ. ചന്തുക്കുറുപ്പ് എന്ന അതിധീരനായ മല്ലന്മാരിൽ മല്ലനുമായ ഒരാൾക്ക് പോലും ആധിയുടെ മുഖഭാവം വന്നെങ്കിൽ പ്രശ്നം ഗുരുതരമാണല്ലോ. പറയുന്നയാളെ അപേക്ഷിച്ച് മറ്റുള്ളവർ ദേവന്മാർ എന്ന് ചന്തുക്കുറുപ്പ് പറഞ്ഞത് അവിവേകമായി പോയി എന്ന തോന്നലിലായിരുന്നു ചന്തുക്കുറുപ്പ് മുഴുവൻ സമയവും നിലകൊണ്ടത്. ആ വഴക്ക് തുടങ്ങിവെച്ചത് താനാണെന്നും ഒതേനനെ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് തള്ളിവിട്ടതുമായ കുറ്റബോധം ചന്തുക്കുറുപ്പിൽ നിറഞ്ഞു നിന്നു. എന്നാൽ ജീവിതത്തിൽ ഭയം എന്തെന്നറിയാത്ത ഒതേനനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ അയാൾ പതിവ് രീതിയിൽ തുടരുകയാണ്. ഇതിനിടയിൽ കോമപ്പക്കുറുപ്പ് ഒതേനൻ്റെ ജാതകമൊന്ന് നോക്കിപ്പിക്കുകയുണ്ടായി. ആ സമയം ഒതേനന് 32ാമത്തെ വയസ്സായിരുന്നു. പൊയ്ത്ത് നിശ്ചയിച്ച ദിവസം ഒതേനന് ശനിപ്പിഴയുടെ അവസാന കാലമാണെന്നും അപകട സാധ്യത ഏറെയുണ്ടെന്നും കാണപ്പെട്ടു. അതോടെ ഒതേനൻ ഒഴികെ ബാക്കി എല്ലാവർക്കും തന്നെ എന്തെന്നില്ലാത്ത ഭയവും ആശങ്കയും കടന്നുകൂടി. അതോടെ ചർച്ചകളായി. എന്തു വന്നാലും അംഗത്തിന് ഒതേനനെ കൂട്ടരുതെന്ന നിലപാടിലേക്ക് ഇവരെത്തി. സംഘപ്പൊയ്ത്തായതിനാൽ മറ്റുള്ളവർ പോയാലും മതി. ഈ ഒരു ആപത്ത് സമയം കടന്നു പോകാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന നിലപാടിലായി മിക്കവരും. എന്നാൽ ഒന്നിനെയും ഭയക്കാത്ത ഒതേനൻ അതേ ദിവസം പൊയ്ത്തിന് പോകാതെ അടങ്ങിയിരിക്കുമോ എന്നതും മരണത്തെ അദ്ദേഹം ഭയപ്പെടുമോ എന്നതും വലിയ ചോദ്യചിഹ്നങ്ങളായി അവർക്ക് മുന്നിൽ നിലനിന്നു. ഇതിനിടയിൽ ഒതേനൻ്റെ ഒരു ഭാര്യയായിട്ടുള്ള കുഞ്ഞിത്തേയിയെ വലിയ പാരിതോഷികങ്ങളൊക്കെ നൽകി പരുന്തുങ്കൽ എം.എൻ. പണിക്കർ സ്വാധീനിച്ചെന്നും ഒതേനനെ എവിടെയും സംരക്ഷിച്ചിരുന്ന പിതാവ് നൽകിയ ഉറുക്കും നൂലും ഊരിക്കളയാൻ ആവശ്യപ്പെട്ടതായും കൂടി പറയുന്നുണ്ട്. ഏതായാലും ഒതേനൻ്റെ അവസാന അംഗത്തിൽ ഉറുക്കും നൂലും കെട്ടാൻ മറന്നുപോയതായി പറഞ്ഞു കാണുന്നുണ്ട്. അങ്ങനെ പൊയ്ത്ത് ദിവസം വന്നെത്തി. പയ്യംവെള്ളിച്ചന്തുവും കോമപ്പക്കുറുപ്പും ചാപ്പനും മറ്റു പടയാളികളോടുമൊപ്പം ഒതേനനും ലോകനാർ കാവിൽ ചെന്ന് കുളിച്ചു തൊഴുതു വന്നു. മാണിക്കോത്താണെങ്കിൽ പുതുപ്പണത്ത് വാഴുന്നവർ ഉൾപ്പെടെയുള്ള ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. ഏവരുടെയും മുഖഭാവം അത്ര സുഖകരമായിരുന്നില്ല എന്ന് പറയാം. ഉള്ളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒതേനനെ തടഞ്ഞു നിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആണവയൊക്കെ. പടപ്പുറപ്പാടിനുള്ള സമയം പോലും വൈകി തുടങ്ങി. പലരും അക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഒടുവിൽ മാണിക്കോത്ത് തറവാടിൻ്റെ വാതിലുകൾ തുറന്നു. അറയിൽ നിന്ന് പ്രസന്നതയോടെ ചന്തുക്കുറുപ്പും ചാപ്പനുമൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ചാപ്പനാകട്ടെ ആ അറവാതിൽ പൂട്ടുകയും ചെയ്തു. അതിനപ്പുറം താക്കോൽ കുഞ്ഞിക്കുങ്കിയെ ഏൽപ്പിക്കുകയുണ്ടായി. ഒതേനൻ അംഗത്തിനില്ല എന്നതുകൊണ്ട് തന്നെ അവരൊക്കെ സന്തോഷിച്ചു. അങ്ങനെ പടപ്പുറപ്പാട് തുടങ്ങി. എല്ലാവരും ചേർന്ന് ആഘോഷമായി തന്നെ പൊന്നിയ തങ്കക്കളരിയിലേക്ക് നടക്കുകയാണ്. അതിൽ തച്ചോളി ഒതേനൻ ഇല്ലെന്ന് മാത്രം. ഒതേനൻ തറവാട്ടിനുള്ളിൽ കടുത്ത സങ്കടത്തിലിരിക്കുകയാണ്. അയാൾ തീർത്തും അസ്വസ്ഥനായിരുന്നു. അടങ്ങിയിരിക്കുക എന്നത് അഭിമാനിയായ ഒതേനന് സാധിക്കുന്ന ഒന്നായിരുന്നില്ലല്ലോ. പൊന്നിയ തങ്കക്കളരിയിൽ തന്നെ കാണാതാകുമ്പോൾ ആളുകൾ എന്തു പറയും എന്നാലോചിച്ച് ആ പോരാളി തളർന്നു. അത് ആലോചിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിരൂർ ഗുരുക്കളോ താനോ മികച്ചവൻ എന്ന ചോദ്യത്തിനു മുന്നിൽ നിർണായക സമയത്ത് താൻ ഓടി ഒളിക്കുന്നു എന്നത് ലജ്ജാവഹം എന്നല്ലാതെ എന്തു പറയാൻ. ഒതേനൻ സ്വയം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. തച്ചോളി വംശത്തിൽ ജനിച്ച ഒരാൾ, മതിലൂർ ഗുരുക്കളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ, എതിരാളിയെ ഭയന്ന് തറവാട്ടിൽ ഒളിച്ചിരിക്കുന്നതിലും വലിയൊരു പരാജയം ഇല്ല എന്ന് ഒതേനൻ സ്വയം ഒരു തീരുമാനത്തിലെത്തുകയാണ്. താൻ മരണത്തെ ഭയപ്പെടാത്തവനെന്നും ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ തൻ്റെ ആത്മാഭിമാനം ബലി കഴിക്കപ്പെടും എന്നതും തന്നെ ഭാവിയിൽ ഒരു ഭീരുവായി രേഖപ്പെടുത്തും എന്നതുമൊക്കെ ഒതേനനെ വല്ലാതെ വ്യസനിപ്പിച്ചു. ഒതേനൻ അസ്വസ്ഥനായി
ആ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പൊന്നിയത്തെ പൊയ്ത്തുബഹളം വർദ്ധിച്ചു വരികയാണ്. പടയാളികളുടെ കാലൊച്ചകളും ആയുധങ്ങളുടെ ഒച്ചകളും വീരവാദങ്ങളും ഒക്കെയായി അവിടം ശബ്ദമുഖരിതമായിരിക്കുന്നു. ഇതൊക്കെ കേട്ട ഉദയനന് സഹിക്കാനായില്ല. അദ്ദേഹം കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. തിടുക്കത്തിൽ ഉദയനൻ വീരാളിപ്പട്ടക്ക് വീശി തലയിൽ കെട്ടി, കച്ചകെട്ടി, ഉറുമിവാൾ അരയിൽ ചേർത്ത്, പരിച കയ്യിലെടുത്ത് അംഗത്തിന് ഇറങ്ങാനായി ഒരുങ്ങി. ഇറങ്ങാൻ പോകുമ്പോഴാണ് വാതിൽ അടച്ചിട്ടിരിക്കുകയാണെന്ന ഓർമ്മ ഉദയനിലേക്ക് വന്നു ചേരുന്നത്. ഉദയനൻ കുങ്കി കുങ്കി എന്ന് വിളിച്ചു തുടങ്ങി. നിരന്തര വിളിയിലും കുഞ്ഞിക്കുങ്കി അത് കേൾക്കാതെ വേദനയോടെ നിലകൊള്ളുകയാണ്. പരാജയം എന്നത് കേട്ടിട്ട് പോലുമില്ലാത്ത തൻ്റെ ഭർത്താവിനെ താൻ കാരണം ഒരു പരിഹാസവും പരാജയവും ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നത് കുഞ്ഞിക്കുങ്കിയെയും വിഷമത്തിലാക്കിയിരുന്നു. ഒടുവിൽ കുങ്കി വിളി കേട്ടു. എന്താ വേണ്ടത് എന്ന കുങ്കിയുടെ ചോദ്യത്തിന് വാതിൽ തുറക്കൂ തുറക്കൂ എന്ന് ഉദയനൻ പറയുകയുണ്ടായി. എന്തിനെന്ന് വീണ്ടും വീണ്ടും കുങ്കി ചോദിക്കുകയുണ്ടായി. അതിന് ഉദയനൻ ദയവായി കരുണ കാണിക്കൂ എന്നും തൊണ്ട വരളുന്നു എന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും അറിയിച്ചു. അതോടെ കുഞ്ഞിക്കുങ്കിയുടെ മനസ്സലിഞ്ഞു. അവൾ ആകെ തകർന്നു. അവൾ ഒരു തീരുമാനത്തിലെത്തി. അടുക്കളയിൽ പോയി കാച്ചിയ പാലുമായി തിരിച്ചു വന്ന് ആ വാതിലുകൾ തുറന്നു. വാതിലുകൾ തുറക്കുന്നതും കാത്ത് ഉദയനൻ നിൽക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിക്കുങ്കിയെ കണ്ട ഉദയനൻ വീണ്ടും ഒന്ന് ചിരിച്ചു. എൻ്റെ പടപ്പുറപ്പാടിൻ്റെ ശകുനം മോശമല്ല. ഭർത്താവിൻ്റെ വേഷം കണ്ട കുങ്കി അമ്പരന്നു. ചതിച്ചല്ലോ എന്ന് അവൾ പറയുകയും ചെയ്തു. എന്നാൽ ഉദയനനിൽ വലിയ ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉദയനൻ ആ പാലിങ്ങോട്ട് താ എന്നും ഞാൻ ഒടുവിൽ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കട്ടെ എന്നും പറയുകയുണ്ടായി. ആ വാക്കുകൾ കുങ്കിയെ തളർത്തുന്ന ഒന്നായിരുന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ പ്രത്യക്ഷപ്പെട്ടു. ഉദയനൻ പാല് വാങ്ങിക്കുടിച്ച് പ്രിയതമയെ കെട്ടിപ്പിടിച്ചു. മകനെയും കെട്ടിപ്പിടിച്ച ഉദയനൻ ഞാൻ മാനത്തോടെ മടങ്ങി വരട്ടെ എന്നും അതിനായി നിങ്ങൾ കരയേണ്ടതില്ലെന്നും അവരോട് പറയുകയുണ്ടായി. കുങ്കി പതിയെ ഉദയനനെ നോക്കിക്കൊണ്ട് അനുവാദം നൽകിയ ഞാൻ ഒരു തെറ്റുകാരിയാവുമല്ലോ എന്ന് പറയുകയുണ്ടായി. തെറ്റോ? ഒരിക്കലുമില്ലെന്നും നീ എന്നെ മാനക്കേടിൽ നിന്ന് രക്ഷിച്ചു. എന്നെ സന്തോഷത്തോടെ അയക്കൂ. ഞാൻ പോയി വരട്ടെ എന്ന് ഉദയനൻ മറുപടി നൽകി. കുഞ്ഞിക്കുങ്കി മനസ്സില്ലാ മനസ്സോടെ തൻ്റെ ഭർത്താവിനെ വാരിപ്പുണർന്നിരുന്ന കൈകൾ അഴിച്ചു തുടങ്ങി. വേർപിരിയുമ്പോൾ അതുവരെയുമില്ലാത്ത ഒരു മനോവേദന അവളെ കൊല്ലുന്നതായി അവൾക്ക് തോന്നുകയുണ്ടായി. വീണ്ടും ഒരു തവണ കൂടെ മകനെയും ഭാര്യയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉദയനൻ അംഗത്തിനായി ഒരുങ്ങുകയാണ്. ഒടുവിൽ പടിയിലേക്കും അവിടെ നിന്ന് വഴിയിലേക്കുമുള്ള ചാട്ടവും തുടർന്ന് പൊന്നിയത്ത് കളരി ലക്ഷ്യമാക്കിയുള്ള ഓട്ടവും ഉദയനൻ നടത്തുകയാണ്. തച്ചോളി ഉദയനൻ പൊന്നിയത്ത് അങ്കക്കളരി ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞെന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ കാഴ്ച അകലുന്നത് അവസാനം വരെയും കണ്ണീരോടെ കണ്ടു നിൽക്കേണ്ടി വരുന്നുണ്ട് കുഞ്ഞിക്കുങ്കിക്ക്. നേരം ഏതാണ്ട് ഉച്ചയോടടുത്തിരിക്കുന്നു. അങ്കക്കളരിയിൽ ഇരുകൂട്ടരും ഗംഭീര പടവെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കളരിക്ക് ചുറ്റുമായി ഒട്ടനവധി ജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുന്നു. വെയിലിൽ മിന്നിത്തിളങ്ങുന്ന വാളുകൾ പരസ്പരം ഏറ്റുമുട്ടുന്നു. വീരവാദങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അടവുകൾ പലതും മാറി മാറി വരുന്നു. ഓരോ യുദ്ധവീരന്മാരും അവരുടെ കഴിവിനനുസരിച്ച് പോരാടിക്കൊണ്ടിരുന്നു എന്ന് തന്നെ പറയാം. പയ്യംവെള്ളി ചന്തുക്കുറുപ്പ് ഇതിനിടയിൽ കതിരൂർ ഗുരുക്കളുമായി അടുത്തേറ്റുമുട്ടാൻ ആരംഭിച്ചു. മല്ലനിൽ മല്ലനായ ചന്തുക്കുറുപ്പും അഭ്യാസികളിൽ അഭ്യാസിയായ കതിരൂർ ഗുരുക്കളും ഏറ്റുമുട്ടുന്നു. ജനങ്ങൾ അത്ഭുതത്തോടെ അത് നോക്കിക്കണ്ടു. ചന്തുക്കുറുപ്പ് പഠിച്ച വിദ്യ 18 പയറ്റിയിട്ടും കതിരൂർ ഗുരുക്കൾക്ക് മേലെ മികച്ചു നിൽക്കാനാവുന്നില്ല. അംഗം തുടരുകയാണ്. ഇതിനിടയിൽ ചന്തുക്കുറുപ്പ് തൻ്റെ പൊടിക്കൈ എടുക്കാൻ തീരുമാനിച്ച് പൂഴിക്കടകനടി പ്രയോഗിക്കാനായി പതിയെ പ്രധാന മേഖലകളിൽ നിന്ന് പിന്നോട്ടൊന്ന് വലിയുകയുണ്ടായി. പിന്തിരിഞ്ഞ ചന്തുക്കുറുപ്പ് എന്നാൽ ഞെട്ടുകയാണ്. കാണികളും അത്ഭുതത്തോടെ ഒരു വശത്തേക്ക് നോക്കുന്നുണ്ട്. കോമപ്പക്കുറുപ്പ് ആ കാഴ്ച കണ്ട് നിലത്തിരുന്നുപോയി. ചാപ്പ ഓട്, ഉദയനൻ്റെ കാലൊച്ച, വാഴ്ചുഴറ്റം, പൊന്നിയത്തെ പാലം വലിച്ചു കള. ചന്തുക്കുറുപ്പിൻ്റെ വാക്കുകളായിരുന്നു അത്. അത് പറയുമ്പോഴേക്ക് തന്നെ ചാപ്പൻ ഓടിയിരുന്നു. അതെ, തച്ചോളി ഉദയനൻ അങ്കക്കളരിയിലേക്ക് ഓടി വരികയാണ്. ഉദയനൻ പുഴവക്കിലെത്തുമ്പോഴേക്ക് പാലം വലിച്ചു കളഞ്ഞാൽ ഉദയനന് എളുപ്പത്തിൽ കടക്കാനാവില്ല. അപ്രകാരം തടയാം എന്നതായിരുന്നു അവിടെ നടന്നത്. എന്നാൽ അവിടുത്തെ പുഴയ്ക്ക് വലിയ വീതിയൊന്നും ഉണ്ടായിരുന്നില്ലത്രേ. കാവിലമ്മയെ ശരണം എന്ന് പാടിക്കൊണ്ട് ഉദയനൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് പുഴയ്ക്ക് കുറുകെ ചാടി അക്കരെ എത്തുകയുണ്ടായി. അക്കരെ എത്തിയതും അങ്കക്കളരിയിൽ ഇടിമുഴക്കം പോലെ ആ കാലുകൾ പതിച്ചതും ഒരുമിച്ചായിരുന്നു എന്ന് പറയാം. അയാൾ കളരിക്ക് നടുവിൽ ചാടി വീണ് ചന്തുക്കുറുപ്പിനെ തള്ളി പിന്നോട്ടാക്കി ഗുരുക്കളോട് നേരിട്ട് എതിർക്കാൻ ആരംഭിച്ചു.
പതിവിലും വ്യത്യസ്തമായ ഒരു രൗദ്രഭാവം ഒതേനനിൽ അന്ന് പ്രകടമായിരുന്നു. ഭയാനകമായ നിശബ്ദത കാണികളുടെ ഇടയിൽ പരക്കാൻ ആരംഭിച്ചു. ഇപ്പോൾ ഒരു മരണം സംഭവിക്കുമെന്ന സത്യം അവരൊക്കെ മനസ്സിലാക്കുകയാണ്. ഒതേനൻ്റെയും ഗുരുക്കളുടെയും ഘോരഘോരമായ ആ പൊയ്ത്ത് മറ്റ് യുദ്ധവീരന്മാരെയൊക്കെ തീർത്തും നിശബ്ദരാക്കി മാറ്റിയെന്ന് പറയാം. ആളുകളുടെ കണ്ണിൽ ഇപ്പോഴാ 2 പേർ മാത്രമേ ഉള്ളൂ. അതിശക്തനായ ഒരാൾ ഇന്നിവിടെ വീഴാൻ പോകുന്നു എന്ന സത്യം ഏവരും മനസ്സിലാക്കുകയാണ്. വിജയമല്ലെങ്കിൽ മരണം എന്ന നിലയിൽ അത്ര കടുത്തതായിരുന്നു അവിടെ നടന്ന പോരാട്ടം. അധികം താമസിച്ചില്ല. അത്രമേൽ രൗദ്രതയിൽ പടവെട്ടിക്കൊണ്ടിരുന്ന ഒതേനൻ ഗുരുക്കളുടെ കാലുവാരി പുറകിലേക്ക് മലർത്തിയടിക്കുകയുണ്ടായി. വലം കൈയിലെ ഉറുമി കൊണ്ട് ആ തല വെട്ടുകയും ചെയ്തു. ഏവരും അക്ഷരാർത്ഥത്തിൽ നിശബ്ദമായ ഒരു നിമിഷം. അതെ, പൊയ്ത്ത് തന്നെ അവസാനിച്ചിരിക്കുന്നു. ഒതേനൻ കതിരൂർ ഗുരുക്കളെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അഭ്യാസിയായ ഗുരുക്കൾ മരണം വരിച്ചിരിക്കുന്നു. ഗുരുക്കളുടെ ശിഷ്യന്മാരും പരുന്തുങ്കൽ എം.എൻ. പണിക്കരുമൊക്കെ പരാജയത്തോടും പരിഭവത്തോടും കൂടി മടങ്ങിപ്പോയി. ജനമൊന്നാകെ ഒതേനനായി ജയ് വിളിച്ചു. അങ്ങനെ ഒതേനനും കൂട്ടരും കളരിയിൽ നിന്നും മടങ്ങി. സമയം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. ഒതേനനും സംഘവുമൊക്കെ പുന്നിയത്തെ പുഴയൊക്കെ കടന്ന് നടക്കുകയാണ്. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ ഒതേനനൊന്ന് തിരിയുകയുണ്ടായി. ഇത് കണ്ട് ചന്തുക്കുറുപ്പും വാഴുന്നവരുമൊക്കെ തന്നെയും തിരിഞ്ഞു നോക്കുകയാണ്. അയ്യോ, ഞാൻ എൻ്റെ കട്ടാരം പൊന്നിയത്ത് വെച്ച് മറന്നുപോയിരിക്കുന്നു. ഞാനത് എടുത്തുകൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് ഒതേനൻ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ഇത് കണ്ട് ചന്തുക്കുറുപ്പ് ഒതേനനെ പിടിച്ചു നിർത്തി. വേണ്ട, കട്ടാരം പോട്ടെന്നും നമുക്ക് വേറെ ഉണ്ടാക്കാമെന്നും ചന്തുക്കുറുപ്പ് പറയുകയുണ്ടായി. എന്നാൽ ഒതേനനിൽ അത് ഭാവവ്യത്യാസമുണ്ടാക്കിയില്ല. പൊയ്ത്ത് കഴിഞ്ഞു പോയാൽ പിന്നെയും പടക്കളത്തിൽ പോകുന്നത് പന്തിയല്ലെന്നും ചതിയുണ്ടാവുമെന്നും ഒതേനനോട് ചന്തുക്കുറുപ്പ് വീണ്ടും പറയുകയുണ്ടായി. എന്നാൽ ഒതേനൻ അതൊന്നും കേട്ടില്ല. ഒന്നുമില്ല, ഞാനിതാ എത്തി എന്ന നിലയിൽ ഒതേനൻ അങ്കക്കളരി ലക്ഷ്യമാക്കി നടക്കാൻ ആരംഭിച്ചു. സ്വാഭാവികമായും ചാപ്പനും ഒതേനനോടൊപ്പം പോവുകയുണ്ടായി. അവിടെ എത്തി കഠാരവുമെടുത്ത് ഒതേനൻ തിരിച്ചു നടന്നു. പൊന്നിയത്ത് പാലം കടന്ന് 2 അടി വെച്ചപ്പോൾ തന്നെ അതാ ഒരു വെടിപൊട്ടി. അയ്യോ എന്നല്ലാതെ എന്തു പറയാൻ. ആ വീരപുരുഷൻ്റെ നെറ്റിത്തടത്തിന് ഒരു വെടി കൊണ്ടിരിക്കുന്നു. ആരാണ് വെടിവെച്ചത്, അക്രമി എവിടെ എന്നൊക്കെ ചിന്തിക്കുമ്പോഴേക്ക് ഒരു ശരം കുറച്ചു മുന്നിലുള്ള വരമ്പൻ മേഖലയിലേക്ക് പോകുന്നതും ഒരാൾ വയലിലേക്ക് വീഴുന്നതും ഒതേനൻ കാണുകയാണ്. വയലിൽ കിടന്നു പിടയ്ക്കുന്ന ആ മനുഷ്യ ശരീരം കണ്ട് ഒതേനൻ ഒരു വക മനസംതൃപ്തിയോടെ സ്വയം നിൽക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ആ വീരപുരുഷന് പിന്നെ അങ്ങനെ നിൽക്കാൻ സാധിച്ചില്ല എന്നുകൂടി പറയാം. ഒതേനനെ ചാപ്പൻ താങ്ങി പിടിക്കുകയാണ് ഉണ്ടായത്. ആ വയലിലേക്ക് അമ്പേറ്റ് വീണവൻ ഒതേനൻ്റെ നേർക്ക് ഒളിവെടി വെച്ചവനും ചുണ്ടങ്ങാപ്പൊയിൽ ഉളുമ്പൻ ബപ്പൻ എന്നു പേരുള്ള ഒരു മാപ്പിളയും പരുന്തുങ്കൽ എം.എൻ. പണിക്കരുടെ ഒരു ചങ്ങാതിയുമാണ്. അധികം വൈകാതെ 2 ഇളനീരുമായി ഒരു പുള്ളുവൻ ഒതേനൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. അയാളുടെ ചുമലിൽ വില്ലുണ്ടായിരുന്നു. അയാളാണ് ഘാതകനെ അമ്പെയ്ത് വീഴ്ത്തിയിരിക്കുന്നത്. ചാപ്പൻ്റെ അരികിൽ കണ്ണ് മയങ്ങിക്കിടക്കുന്ന ഒതേനൻ്റെ സ്ഥിതി കണ്ട് അയാൾ പൊട്ടിക്കരഞ്ഞു. ചതിച്ചല്ലോ എൻ്റെ പൊന്നു തമ്പുരാനെ എന്ന് അയാൾ നിലവിളിച്ചു. വയലിൽ കിടന്ന് ഉരുളുന്ന ഘാതകനെ കണ്ടപ്പോൾ ആ പുള്ളുവൻ ഒതേനൻ്റെ കട്ടാരമെടുത്ത് ചെന്ന് കുത്തിക്കൊല്ലുകയുണ്ടായി. ഒതേനൻ്റെ മുന്നിലെത്തി വീണ്ടും നിലവിളിച്ചു തുടങ്ങി. ഇതിനിടയിൽ ഒതേനൻ അയാളോട് ചിരിക്കുകയുണ്ടായി. അടിയൻ എന്ത് വേണമെന്ന ചോദ്യത്തിന് നന്നായി എന്നും ഏട്ടനോട് ചെന്ന് വിവരം പറയാനും ഒതേനൻ ആവശ്യപ്പെടുകയുണ്ടായി. അത് കേട്ട് അയാൾ തിരിഞ്ഞോടി. തന്നെ ബലമായി താങ്ങി നിർത്തിയിരുന്ന ചാപ്പൻ ആ സമയമൊക്കെ തന്നെയും തീർത്തും നിശബ്ദമായിരുന്നു. അല്ലെങ്കിൽ അയാൾ നിശ്ചലനായി നിൽക്കുകയായിരുന്നു. ഒതേനൻ ചാപ്പനെ പതിയെ തടവിക്കൊണ്ട് എന്താ ചാപ്പ എന്ന് ചോദിക്കുകയുണ്ടായി. ഇത് കേട്ട ചാപ്പൻ പൊട്ടിക്കരയാൻ ആരംഭിച്ചു. അരുത് ചാപ്പ, നീ കരയരുത്. എനിക്ക് ഈ അബദ്ധം പറ്റിയത് ആലോചനക്കുറവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവനിശ്ചയം. എൻ്റെ അരയിൽ ഉറുക്കും നൂലുമില്ല, അത് പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ആ കുഞ്ഞിത്തേയി അത് ഊരി മാറ്റിയിരിക്കുന്നു. ഈ വിവരം നീ ഇപ്പോൾ ആരോടും പറയേണ്ടതില്ല. സമയമാകുമ്പോൾ എൻ്റെ കുട്ടിക്ക് അത് ആവശ്യം വരും. അതുകൊണ്ട് അവൻ്റെ അമ്മയോട് മാത്രമൊന്ന് പറഞ്ഞേക്കണം. ഒതേനൻ ഒന്ന് നെടുവീർപ്പിട്ടു. എങ്കിലും ചാപ്പനോട് അദ്ദേഹം തുടർന്നു. എൻ്റെ ചാപ്പ, ഞാൻ നിന്നോട് യാത്ര പറയട്ടെ. നീ ഒരിക്കലും വ്യസനിക്കരുത്. എല്ലാം കാവിലമ്മയുടെ കൃപ. എന്നെക്കൊണ്ട് ചെയ്യിക്കാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞായിരിക്കും. ഇതൊന്നും സാരമില്ലെന്ന രീതിയിൽ ഒതേനൻ സംസാരം തുടർന്നുകൊണ്ടിരുന്നു. ഇതൊക്കെ കേട്ടു നിൽക്കാനാകാതെ ചാപ്പൻ കരഞ്ഞുകൊണ്ടിരുന്നു. ഒതേനൊപ്പം ഏത് ആപത്ത് ഘട്ടത്തിലും അചഞ്ചലനായി നിലകൊണ്ടിരുന്ന ചാപ്പൻ ആ രീതിയിൽ കരഞ്ഞത് ആദ്യമായിട്ടായിരുന്നു എന്ന് പറയാം. അയാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ പ്രവാഹം തന്നെ ഉണ്ടായി. അധികം താമസിച്ചില്ല.
ദൂരെ നിന്നും ഒരു ആൾക്കൂട്ടം തന്നെ ഓടി വരുന്നത് ഉദയനൻ കാണുകയാണ്. ഏവരും ചതിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. കോമപ്പക്കുറുപ്പ് ആ കാഴ്ച കണ്ട് എൻ്റെ പൊന്നനുജ എന്ന് നിലവിളിച്ചുകൊണ്ട് നിലത്ത് വീഴുക പോലുമുണ്ടായി. എൻ്റെ ചങ്ങാതി എന്ന ചന്തുക്കുറുപ്പിൻ്റെ വിളിയിൽ എല്ലാ സങ്കടവും നിറഞ്ഞു നിന്നിരുന്നു. ആളുകളൊക്കെ കരയുകയാണ്. ആരോടും വ്യസനിക്കരുതെന്ന് ഉദയനൻ കൈകൊണ്ട് നിർദ്ദേശം നൽകി. ചിലർ ഉദയനനെ താങ്ങിയെടുത്ത് അടുത്തുള്ള ആൽത്തറയിൽ കിടത്തി. തലപ്പാ വഴിച്ചു. ഉദയനനെ കണ്ട ചന്തുക്കുറുപ്പ് വെള്ളം കുടിക്കണോ എന്ന് ചോദിച്ചു. വേണം, അവൻ്റെ ഇളനീർ വേണമെന്ന് ഉദയനൻ അറിയിച്ചു. ചന്തുക്കുറുപ്പ് ഇളനീർ വെട്ടി നൽകി. കോമപ്പക്കുറുപ്പ് അത് ഒഴിച്ചു കൊടുത്തു. കരഞ്ഞുകൊണ്ടിരുന്ന കുറുപ്പിനോട് ചേട്ടൻ കരയരുത് എന്ന് ഉദയനൻ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ നിമിഷങ്ങൾ കഴിഞ്ഞു പോകുന്തോറും ജ്യേഷ്ഠൻ്റെ കരച്ചിൽ വർദ്ധിച്ചു വന്നു. അയാൾ നിലവിളിച്ചു. കാവിലമ്മേ, എൻ്റെ പൊന്നനുജനെ തിരിച്ചു തരണേ എന്ന നിലയിൽ അയാൾ വാവിട്ട് കരഞ്ഞു. ഉദയനനെ ഏവരും നോക്കി നിൽക്കുകയാണ്. ഏവരെയും നോക്കിയ ഉദയനൻ ഞാനിന്ന് പൊന്നിയെ തൊഴിയും എന്നറിയിച്ചു. അത് കേട്ട് പലരിലും കണ്ണീർ ധാര തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ഏവരും മുഖം പൊത്തി. ഉദയനൻ്റെ വാക്കുകൾ ഇടറുന്നുണ്ട്. കോമപ്പക്കുറുപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ചാപ്പൻ ആ വീരപുരുഷൻ്റെ കാലുകൾ പിടിച്ച് അവിടെ അങ്ങനെ ഇരിക്കാൻ ആരംഭിച്ചു. ഉദയനൻ ആരോരുമില്ലാത്ത കുഞ്ഞിക്കുങ്കിയെ ഏട്ടൻ നോക്കണമെന്നും കുങ്കിക്കും കുഞ്ഞിനും കഴിഞ്ഞുകൂടാനുള്ള വക ഏട്ടൻ നൽകണമെന്നും അറിയിച്ചു. എൻ്റെ അവസാന യാത്രയിലും അവളെപ്പറ്റി തന്നെ ഓർമ്മയുണ്ടായിരുന്നുവെന്ന് ആ സാധുവിനെ അറിയിക്കണമെന്നും ഉദയനൻ പറഞ്ഞു വെച്ചു. മകന് പ്രായമായാൽ എൻ്റെ ശക്തിയായ ഈ ഉറുമിവാൾ അവന് നൽകണമെന്നും ജ്യേഷ്ഠൻ ചാപ്പനെ എന്നെപ്പോലെ കരുതണമെന്നും ഉദയനൻ പറഞ്ഞു വെച്ചു. ഉദയനൻ ശ്വാസമെടുക്കുന്നതിൽ ബുദ്ധിമുട്ട് വർദ്ധിച്ചു വരികയാണ്. ഉദയനൻ്റെ ശബ്ദം ഇടർന്നു തുടങ്ങി. തീർന്നു, എല്ലാം തീർന്നു എന്ന് പതിഞ്ഞ സ്വരത്തിൽ ഉദയനൻ പറയുകയുണ്ടായി. പാതി തുറന്ന കണ്ണുകൾ ഉപയോഗിച്ച് ഏവരെയും അവസാനമായി ഒന്നുകൂടി ഉദയനൻ നോക്കുകയുണ്ടായി. അവിടെ എങ്ങും വല്ലാത്തൊരു നിശബ്ദത പരക്കുകയാണ്. ഏവരുടെ കണ്ണുകളിലും കണ്ണുനീർ നിറഞ്ഞിരുന്നു. ചാപ്പനും മറ്റുള്ളവരും ആ മഹാപുരുഷൻ്റെ കാലുകളിൽ തൊട്ട് അവസാനമായി നമസ്കരിച്ചു. ഉദയനൻ്റെ ശബ്ദം വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. അമ്മേ, ലോകാംബികെ, കാവിലമ്മേ തുടങ്ങിയ നാമങ്ങൾ ഉദയനൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ ആ വീരപുരുഷൻ്റെ കണ്ണുകൾ അടയുകയാണ്. ശ്വാസം എന്നേക്കുമായി അവസാനിച്ചു. 32 വർഷത്തെ പ്രൗഢഗംഭീരമായ ജീവിതത്തിന് ഒരു അപ്രതീക്ഷിത അവസാനം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 1580കളിൽ ജീവിച്ചിരുന്ന തച്ചോളി ഉദയനൻ എന്ന അത്ഭുത പോരാളി 64 പൊയ്ത്തുകൾ വിജയിച്ച് അപ്രതീക്ഷിതമായി 32-ാം വയസ്സിൽ ചതിയിൽ കൊല്ലപ്പെടേണ്ടി വന്നു എന്നത് വടക്കൻ പാട്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറി എന്നത് ചരിത്രം. ആ വീരപുരുഷൻ്റെ കഥ അപ്രകാരം ജനങ്ങൾ പാടി നടന്നു. പിൽക്കാലത്തത് പുസ്തകങ്ങളും പാട്ടുകളും സിനിമകളുമൊക്കെയായി മാറുകയുമുണ്ടായി. കേരളത്തിലെത്തിയ വില്യം ലോഗൻ പോലും വടക്കൻ പാട്ടുകളിലെ തച്ചോളി ഉദയനനെ പറ്റി വിശദമായി പഠിച്ചെഴുതിയിട്ടുണ്ട്. ഈ കാലത്ത് വടക്കൻ പാട്ടുകൾ എന്നത് ജനങ്ങളിൽ അത്രമേൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുക സാധ്യമല്ലെങ്കിൽ കൂടിയും തച്ചോളി ഉദയനൻ എന്ന പേര് നമ്മുടെയൊക്കെ ഇടയിൽ എന്നെന്നും നിലനിൽക്കും എന്ന് പറയാം.